നമ്മൾ കേരളം അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നത്തിലേക്കാണ് നമ്മളിന്ന് നമ്മുടെ ചർച്ച ക്ഷണിക്കുന്നത്. ഒരു ആമുഖമായി പറയേണ്ട ഒരു കാര്യം, നമ്മൾ ഈ വിഷയത്തിനകത്ത് ആദ്യം സംസാരിക്കണമെന്ന് ഓർത്ത് നമ്മൾ കരുതിയിരുന്നത് പ്രസിഡന്റ് എം എൽ എ ആയിരുന്നു. അദ്ദേഹം വരാമെന്ന് പറഞ്ഞിരുന്നതാണ്. ഇന്നലെ മുതൽ അദ്ദേഹത്തിന് പനി, വൈറൽ ഫീവറാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഡോക്ടറെ അടുത്ത് കണ്ടുകഴിഞ്ഞപ്പോൾ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് വരാൻ പറ്റില്ല എന്ന് അറിയിച്ചു. അസുഖമാണെങ്കിൽ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു കുറവ് ഈ വേദിയിലുണ്ടാവും. പക്ഷെ എന്നാലും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒട്ടനവധി ആളുകൾ, അതിനകത്ത് അഡ്വക്കേറ്റ് കെ എൻ അനിൽകുമാർ കേരള യുക്തിവാദ സംഘത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട്, വി വി ശ്രീനിവാസൻ കേരള സാഹിത്യ പരിഷത്തിൻ്റെ മുൻ ജനറൽ സെക്രട്ടറിയാണ്, ഡോക്ടർ ജിൻഡോ ജോൺ KPCC മാധ്യമവിഭാഗം വക്താവ് DCC സെക്രട്ടറി, ജോഷി ഡോൺ ബോസ്കോ പുരോഗമന കലാ സാഹിത്യ സംഘം, PA രാജീവ് സംസ്ഥാന സെക്രട്ടറി ഐപ്സോ, കൂടാതെ സംഘടനയുടെ മുൻ ചെയർമാനായ അഡ്വക്കേറ്റ് S ഗോപകുമാർ ഈ പ്രോഗ്രാം മോഡറേറ്റ് ചെയ്യുന്നതാണ്. ഒരു 2 വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം. 2013 മഹാരാഷ്ട്ര സർക്കാർ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം പാസ്സാക്കുന്നത്. കേരളം പോലൊരു സംസ്ഥാനം 2025 ആയിട്ട് പോലും അതിനെപ്പറ്റിയൊരു ആലോചന, നമ്മൾ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുമ്പോൾ സർക്കാരിൻ്റെ ഒരു അഫിഡവിറ്റ്, ഈ മാസം കൊടുത്തൊരു അഫിഡവിറ്റ് അവിടെ വന്നിട്ടില്ല. ഈ മാസമാണ് സർക്കാർ കൊടുത്തൊരു അഫിഡവിറ്റ്, അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം ഞങ്ങൾ പരിഗണിക്കുന്നുണ്ട് എന്ന് കോടതിയിൽ കൊടുത്തിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ചർച്ച എടുക്കുന്ന സമയത്ത് ആ ഒരു പ്രശ്നം വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സമീപ സമയത്ത് അങ്ങനത്തെ ഒരു ബില്ല് ഉണ്ടാവും എന്ന് നമ്മൾ കരുതുന്നു. 2014 UDF സർക്കാരിൽ രമേശ് ചെന്നിത്തല നിയമസഭയിൽ ഈ ബില്ലിന് അനുകൂലമായിട്ട് സംസാരിച്ചു. 2018 PT തോമസ്, നമ്മുടെ തൃക്കാക്കര MLA ആയിരുന്ന മന്ത്രിച്ച PT തോമസ് ഒരു സ്വകാര്യ ബില്ലായിട്ട് ഇത് നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. 19 ജസ്റ്റിസ് KT തോമസ് അധ്യക്ഷനായ ഒരു നിയമപരിഷ്കാര കമ്മീഷൻ അതിൻ്റെ ഒരു കരട് തയ്യാറാക്കിയിട്ടുണ്ട്. അതിനുശേഷമാണ് 2021 ഇപ്പോൾ പാലക്കാട് നമ്മളുടെ ഇന്ന് വയ്യാണ്ട് വരാതിരുന്ന KD പ്രസേനൻ MLA ഒരു സ്വകാര്യ ബില്ല് വഴി നിയമസഭയിൽ പാസ്സാക്കുകയും അതിന് അനുകൂലമായ സാഹചര്യം ഞങ്ങൾ സർക്കാർ പാസ്സാക്കുന്നത് കൊണ്ട് ഇതിന് ആവശ്യമില്ല എന്നുള്ള മട്ടിൽ പറഞ്ഞായിട്ടാണ് എൻ്റെ അറിവ്. എന്നിരുന്നാലും നമ്മൾ അതുവരെ വന്ന് നിൽക്കുന്നു. ഞാൻ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് പറയുന്നില്ല. ഈ ഒരു വിഷയം വളരെ വിശദമായ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് തുറന്നിടാനാണ് യുക്തിവാദ പഠനകേന്ദ്രം ശ്രമിക്കുന്നത്. ഇതിൽ വന്നിട്ടുള്ള ഈ 5 വ്യക്തിത്വങ്ങളും, ജോഷി ഡോൺ ബോസ്കോ, PA രാജീവ്, അഡ്വക്കേറ്റ് അനിൽകുമാർ, VV ശ്രീനിവാസൻ, ഡോക്ടർ ജിൻഡോ ജോൺ, ഇവർക്ക് 5 പേർക്കും യുക്തിവാദ പഠനകേന്ദ്രത്തിൻ്റെ പേരിലുള്ള സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യം തൽക്കാലത്തേക്കെങ്കിലും മോഡറേറ്ററായിട്ടുള്ള അഡ്വക്കേറ്റ് S ഗോപകുമാറിലേക്ക് കൈമാറുന്നു. താങ്ക് യു. നമസ്കാരം. നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുകയായി. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓരോരുത്തരും 15 മിനിറ്റ് വെച്ച് വിഷയം അവതരിപ്പിക്കും. ഈ ഒരു അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം, ആ ഒരു വിഷയത്തിൽ നമുക്കൊരു സെൻട്രൽ ലെജിസ്ലേഷൻ, അതായത് ഇന്ത്യക്ക് ആകമാനം ബാധകമായ ഒരു നിയമം ഇതുവരേക്കും ഇന്ത്യയിൽ നമ്മുടെ പാർലമെൻറ്റ് നിയമനിർമ്മാണം നടത്തിയിട്ടില്ലാത്തൊരു വിഷയമാണ്. ആയതുകൊണ്ട് തന്നെ ഓരോ സ്റ്റേറ്റിലും അതിൻ്റേതായ നിയമനിർമ്മാണങ്ങൾ നടന്നു വരുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിൻ്റെ 75 വർഷം കഴിഞ്ഞിട്ടും ഇത്രയും പുരോഗമനപരമായ ഒരു സംസ്ഥാനം എന്നവകാശപ്പെടുന്ന കേരളത്തിൽ ഒരു നിയമം ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ അവസ്ഥയാണ്. കേരളത്തിൽ 2006-2011 കാലഘട്ടത്തിൽ അച്യുതാനന്ദൻ മിനിസ്ട്രിയിൽ ആദ്യമായിട്ട് ഒരു ചർച്ച തുടങ്ങി വെച്ചു. അതിനെ തുടർന്ന് അന്ന് 2014 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ രമേശ് ചെന്നിത്തല ഹോം മിനിസ്റ്റർ ആയിരുന്ന കാലഘട്ടത്തിൽ അന്നത്തെ വിജിലൻസ് ഹെഡായിരുന്ന ഹേമചന്ദ്രൻ
ഒരു ബില്ല് ഡ്രാഫ്റ്റ് ചെയ്യുകയും സർക്കാരിൻ്റെ പരിഗണനയ്ക്ക് കൊണ്ടുവരികയും ചെയ്തു. അത് സർക്കാർ മുന്നോട്ട് കൊണ്ടുപോയില്ല. ആ ചരിത്രമെല്ലാം ചെയർമാൻ വിഷയം ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറയുകയുണ്ടായി. എന്നാൽ കെ ഡി പ്രസേനൻ ഒരു സ്വകാര്യ ബില്ലായിട്ട് അവതരിപ്പിച്ചെങ്കിലും അതും സർക്കാർ ഏറ്റെടുക്കുകയുണ്ടായില്ല. ഈ ഒരു അവസരത്തിലാണ് നമ്മൾ കേരളത്തിലും പല പല സംഭവങ്ങൾ ഉണ്ടാവുകയുണ്ടായി. ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് നമുക്ക് പറയാവുന്നത് 2022 ഇളന്തൂരിൽ നരബലി, അതിനെ തുടർന്ന് 2024 തിരുവനന്തപുരത്ത് ഒരു ഗോപൻ സ്വാമി. അത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എത്രമാത്രം സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നെന്നും അതിൻ്റെ ഫലമായിട്ട് എത്രമാത്രം ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടെന്നും അതിൻ്റെ എല്ലാം തിക്തഫലങ്ങൾ അനുഭവിക്കപ്പെട്ടു വരുന്ന ജനങ്ങളെ സംരക്ഷിക്കുന്നതിൽ സർക്കാർ ക്രിയാത്മകമായി എന്ത് നടപടികൾ സ്വീകരിക്കുന്നു, അത് നിയമം മൂലം ഇല്ലാതാക്കേണ്ടതിൻ്റെ ആവശ്യകതകളും അതെല്ലാം നമ്മളുടെ ചർച്ചയ്ക്ക് വിഷയമാകേണ്ടതാണ്. ചർച്ച തുടങ്ങി വയ്ക്കുന്നതിനായി അഡ്വക്കേറ്റ് ശ്രീ KN അനിൽകുമാർ, കേരള യുക്തിവാദി സംഘം മുൻ സംസ്ഥാന പ്രസിഡന്റാണ്. സുഹൃത്തുക്കളെ, ഈ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം അത് കേരളത്തിന് ഒരുപാട് ചരിത്രമുള്ളതാണ്. നമ്മൾക്കറിയാം, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം നടപ്പാക്കുന്നത് ബീഹാറിലാണ് 1999. നമ്മളൊക്കെ പൊതുവെ കരുതുന്ന പിന്നോക്ക സംസ്ഥാനങ്ങളെന്ന് നമ്മൾ പൊതുവെ അഭിപ്രായപ്പെടുന്ന ബീഹാർ, ജാർഖണ്ഡ്, ഒറീസ, ഛത്തീസ്ഗഡ് ഈ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഈ നിയമം ഉണ്ട് എന്നുള്ളതൊരു വിരോധാഭാസമാണ്. തീർച്ചയായിട്ടും ഈ ഒരു നിയമം ഇപ്പോൾ ബീഹാറിലും ജാർഖണ്ഡിലും ഒറീസയിലൊക്കെയുള്ള നിയമങ്ങൾ കുറച്ച് പരിമിതമാണ്. അതുപോലെ തന്നെ ആസാമിലും നിയമമുണ്ട്, രാജസ്ഥാനിലുണ്ട്, കർണാടകയിലുണ്ട്, ആന്ധ്രയിൽ, മഹാരാഷ്ട്രയിലുണ്ട്. അവസാനം 2025 ജാനുവരിയിൽ ഗുജറാത്തിലും ഈ നിയമം വന്നു. അതാണ് അതിൻ്റെ ഒരു ഗൗരവം നമ്മൾ കണക്കാക്കേണ്ടത്. നമ്മളൊക്കെ തന്നെ ഒരു രാഷ്ട്രീയമായിട്ട് പലപ്പോഴും വിമർശനങ്ങൾക്ക് വിധേയമാകുന്ന ഗുജറാത്ത് രാഷ്ട്രീയവും, ആ ഗുജറാത്തിൽ 2013 നമ്മൾക്കറിയാം, 2013 ഡോക്ടർ നരേന്ദ്ര ദബോൾക്കർ അദ്ദേഹം ആഗസ്റ്റ് മാസം 20 വെടിയേറ്റ് മരിക്കുമ്പോൾ അതിൽ 2 ദിവസം മുമ്പ് അദ്ദേഹം ഈ മഹാരാഷ്ട്ര അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വലിയ പത്രസമ്മേളനം പൂനെയിൽ നടത്തിയിരുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനമായിരുന്നു പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ എതിരായിട്ടുള്ള അറ്റാക്ക്. പക്ഷേ എന്തായാലും അദ്ദേഹം അന്ന് തന്നെ ഒരു ഡ്രാഫ്റ്റ് അന്നത്തെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി പൃഥ്വിരാജ് ചൗഹാന് നൽകുകയും ചെയ്തിരുന്നു. ഏതായാലും 20 അദ്ദേഹം വെടിയേറ്റ് മരിച്ചു. 21 മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ശ്രീ പൃഥ്വിരാജ് ചൗഹാൻ അദ്ദേഹത്തിൻ്റെ വീട് സന്ദർശിച്ച് ഒരു പ്രഖ്യാപനം നടത്തി. ഈ നിയമം 2 ദിവസത്തിനകം ഓർഡിനൻസായിട്ട് പുറത്തു വരുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 2013 ഓഗസ്റ്റ് മാസം 24 മഹാരാഷ്ട്ര ഗവൺമെൻറ് നരേന്ദ്ര ദബോൾക്കർ നൽകിയ നിയമം അതേപടി ഓർഡിനൻസായിട്ട് പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് ഈ ഒരു രംഗത്ത് വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു നിയമം നടപ്പിൽ വരുന്നത്. ഈ പൃഥ്വിരാജ് ചൗഹാൻ നമുക്കറിയാം, ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെൻറ്റിൽ സയൻസ് ആൻഡ് ടെക്നോളജി വകുപ്പ് സഹമന്ത്രിയായിരുന്നു. അദ്ദേഹം ബിറ്റ്സ് പിലാനിയിൽ നിന്ന് എഞ്ചിനീയറിംഗ് പാസ്സായി അമേരിക്കയിലെ കാലിഫോർണിയ യൂണിവേഴ്സിറ്റി ബെർക്ക്ലി കോളേജിൽ നിന്ന് എഞ്ചിനീയറിംഗിൽ മാസ്റ്റേഴ്സ് ബിരുദമുള്ള ആളാണ്. അത്രമാത്രം ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസവും അതുപോലെ തന്നെ വിദ്യാഭ്യാസ അവബോധവും ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് നടപ്പാക്കാൻ കഴിഞ്ഞത്. നമുക്കറിയാം, മഹാരാഷ്ട്രയിൽ വലിയ എതിർപ്പുകൾ വന്നു. പക്ഷേ അദ്ദേഹം നടപ്പാക്കിയ ബില്ല് അവതരിപ്പിച്ചു, ഓർഡിനൻസ് വന്നു. പിന്നീട് 2013 ഡിസംബറിൽ തന്നെ അത് ആക്റ്റായി, അത് നിയമമാക്കി പാസ്സാക്കി എന്നുള്ളതാണ്. അതൊരു വലിയൊരു നിർണായകമായ ഘടകമാണ്. പക്ഷേ 2012 തന്നെ കേരള യുക്തിവാദി സംഘം ഈ ഒരു അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കാസർഗോഡ് നിന്നൊരു വലിയ ജാഥ, ഒരു വാഹന ജാഥ തന്നെ നടത്തുകയുണ്ടായി. അന്ന് കാസർഗോഡ് MLA ആയിരുന്ന ശ്രീ ചന്ദ്രശേഖരനാണ്, CPIയുടെ പിന്നീട് മന്ത്രിയായി അദ്ദേഹമാണ് ആ ജാഥ ഉദ്ഘാടനം ചെയ്തത്. അങ്ങനെ കേരളത്തിലെ എല്ലാ സംസ്ഥാനങ്ങളും എല്ലാ ജില്ലകളിലും പര്യടനം നടത്തി 2014 ഒക്ടോബർ മാസത്തിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിക്ക് 1,00,000 പേര് ഒപ്പിട്ട ഒരു നിവേദനം നൽകുകയുണ്ടായി. അന്ന് അദ്ദേഹം വളരെ സ്വാഗതം ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഇത് ആഭ്യന്തര വകുപ്പാണ് ഇത് പൈലറ്റ് ചെയ്യേണ്ടത്. ഞങ്ങൾ തുടർന്ന് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തലയെ പോയി കണ്ടു. അദ്ദേഹവും വലിയ രീതിക്ക് ഇത് സ്വാഗതം ചെയ്തു. പിന്നീട് അസംബ്ലിയിൽ അതിനെക്കുറിച്ച് സംസാരവും ഉണ്ടായി. പക്ഷേ
നിർഭാഗ്യവശാൽ നാളിതുവരെ നിയമമായിട്ടില്ല. കേരളം നമ്മളിപ്പോൾ ആദ്യം ഇവിടെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞ പോലെ ഒരു സാക്ഷര കേരളം, 100% സാക്ഷരത എന്നൊക്കെ അഭിമാനിക്കുന്ന നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ലജ്ജിക്കേണ്ട ഒരു സംഗതിയാണ് ഈ കേരളത്തിൻ്റെ സാംസ്കാരിക കേരളം പൂർണ്ണമായിട്ട് ലജ്ജിക്കേണ്ട സംഗതിയാണ് നമ്മൾക്കൊരു അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം ഇല്ല എന്നുള്ളത്. ഇപ്പോൾ പിന്നീട് ഇതിൻ്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം 2022 ഇലന്തൂരിൽ 2 മന്ത്രവാദ കൊലപാതകങ്ങൾ ഉണ്ടാകുന്നത്. ഈ മന്ത്രവാദ കൊലപാതകങ്ങളുടെ സാഹചര്യം 22 ഈ മന്ത്രവാദ കൊലപാതകങ്ങൾ ഉണ്ടായപ്പോഴാണ് കേരള യുക്തിവാദി സംഘം പിന്നീട് നമ്മൾ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്ത് തന്നെ ഒരു മോഡൽ നിയമം ഒരു നിയമം നമ്മൾ നൽകിയിരുന്നു, ഒരു എന്താ പറയുക ഡ്രാഫ്റ്റ് ബിൽ നൽകിയിരുന്നു. അതിനു മുമ്പ് അച്യുതാനന്ദൻ്റെ കാലത്ത് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അച്യുതാനന്ദൻ്റെ കാലത്ത് തന്നെ നമ്മൾ ആദ്യമായിട്ട് ഡ്രാഫ്റ്റ് ബിൽ നൽകുകയുണ്ടായി. രണ്ടാമത്തെ ഡ്രാഫ്റ്റ് ബിൽ ശ്രീമാൻ ഉമ്മൻചാണ്ടിക്ക് നൽകി. അതിനെ തുടർന്ന് ഈ എലന്തൂർ സംഭവം ഉണ്ടായപ്പോൾ ഈ ഗവൺമെൻറ് മുമ്പിൽ നമ്മൾ മൂന്നാമത് ഒരു ഡ്രാഫ്റ്റ് ബിൽ നൽകുകയുണ്ടായി. ആ ഡ്രാഫ്റ്റ് ബില്ല് വളരെ വ്യക്തമായിട്ട് എന്താണ് അന്ധവിശ്വാസമെന്ന് വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ പൊതുവേ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഇന്നും നമ്മളുടെ ഈ നോട്ടീസൊക്കെ തന്നെ പലരും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും പല ചർച്ചകളും വരുന്നത് ഈ അന്ധവിശ്വാസം എന്താണെന്ന് എങ്ങനെ ഡിഫൈൻ ചെയ്യും എന്നുള്ളതാണ്. അതിനുള്ള ഉത്തരം ഇന്ത്യയിൽ അതിന് മോഡലുണ്ടെന്നുള്ളതാണ്. മഹാരാഷ്ട്രയിൽ 2013 നിയമം നടപ്പാക്കിയതിന് ശേഷം 1200ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് 400ഓളം കേസുകൾ വിവിധ മജിസ്ട്രേറ്റ് കോടതികൾ പ്രതികളെ ശിക്ഷിച്ചിട്ടുണ്ട്. നമുക്കറിയാം നരേന്ദ്ര ദബോൾക്കറുടെ മകൾ അഡ്വക്കേറ്റ് മുക്ത ദബോൾക്കർ, അവരാണ് ഇപ്പോൾ മാൻസ് മഹാരാഷ്ട്ര അന്ധശ്രദ്ധ നിർമൂലന സമിതിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തകയാണ്. മുക്തയായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫോണിൽ സംസാരിക്കാറുണ്ട്. ഇന്ന് രാവിലെയും അവർ പറഞ്ഞ ഒരു ഡേറ്റയാണ് ഞാൻ പറയുന്നത്. 1200ഓളം കേസുകൾ മഹാരാഷ്ട്രയിൽ ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്, 400ഓളം കേസുകൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിനകത്ത് ചില കേസുകൾ ജില്ലാ കോടതിയിൽ ഹൈക്കോടതിയിലോ അപ്പീൽ പോയെങ്കിൽ തന്നെ മഹാരാഷ്ട്ര ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ഒന്നും തന്നെ ഈ ബില്ലിനെ ചലഞ്ച് ചെയ്യുന്ന ഒരു കേസും വന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം ഈ നിയമം പൂർണ്ണമായിട്ട് ഭരണഘടനാ വിധേയമാണെന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഒരു ലീഗൽ സ്ക്രൂട്ടണി കഴിഞ്ഞ് എന്തുകൊണ്ടാലും 400ഓളം കേസുകളിൽ വിവിധ മജിസ്ട്രേറ്റ് കോടതികൾ ശിക്ഷിക്കപ്പെട്ടു. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഇത് പൊതുവേ ഹിന്ദു മതത്തിലുള്ള അനാചാരങ്ങളെക്കുറിച്ചാണ് ഇതിൽ പറയുന്നുള്ളൊരു ആക്ഷേപം പൊതുവേ ഉണ്ട്. പക്ഷേ എന്നാൽ മഹാരാഷ്ട്രയിൽ ശിക്ഷിക്കപ്പെട്ടുള്ള 400 പേരിൽ 187 പേർ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്. ആ മുസ്ലിം സമുദായത്തിൽ ഇത് വലിയ രീതിക്കുള്ള ആഭിചാരക്രിയകളും ജിന്നിൻ്റെ രീതിയൊക്കെ തന്നെ ഉണ്ട്. ഇതൊക്കെ തന്നെ കാണിക്കുന്നത് ഇന്ത്യയിൽ പൊതുവായിട്ടും കേരളത്തിൽ പ്രത്യേകിച്ചും ഒരു അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമത്തിൻ്റെ ആവശ്യകതയാണ് ഇത് കാണിക്കുന്നത്. ഇപ്പോൾ ഇലന്തൂർ സംഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇലന്തൂർ സംഭവം ശരിക്കും വലിയ രീതിയിലൊരു സാംസ്കാരിക വിസ്ഫോടനം തന്നെ കേരളത്തിലുണ്ടായി. വലിയ രീതിയിൽ എല്ലാവരും പ്രതികരിച്ചു, എല്ലാ സംഘടനകളും പ്രതികരിച്ചു, രാഷ്ട്രീയ പാർട്ടികൾ പ്രതികരിച്ചു, ഗവൺമെൻറ് പ്രഖ്യാപിച്ചു അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം നടപ്പാക്കണമെന്ന് പ്രഖ്യാപിച്ചു. ഇപ്പോൾ അതിനുശേഷം ഗവൺമെൻറ് ഈ 1ാം പിണറായി ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്തൊരു കമ്മീഷൻ, ജുഡീഷ്യൽ കമ്മീഷനുണ്ട്, നിയമ പരിഷ്കരണ കമ്മീഷൻ. ജസ്റ്റിസ് KT തോമസ്, സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് KT തോമസ് അധ്യക്ഷനായിട്ടുള്ള കമ്മിറ്റി ഒരു ഡ്രാഫ്റ്റ് നിയമം ഗവൺമെൻറ് മുമ്പിൽ കൊടുത്തു. അപ്പോൾ സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ ഉള്ള കമ്മിറ്റി ഒരു അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗവൺമെൻറ്റിന് പ്രപ്പോസ് ചെയ്തു. ആ നിയമം പഠിച്ച ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ലോ ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞ് അവരുടെ കുറിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നിയമം നടപ്പാക്കണമെങ്കിൽ അന്ധവിശ്വാസം എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല, ജനങ്ങളുടെ അങ്ങനെ വളരെ ബാലിശമായിട്ടുള്ള ചില കാര്യങ്ങളാണ് നിയമവകുപ്പ് ഉന്നയിച്ചതെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും 2022 ഒക്ടോബറിൽ തന്നെ നമ്മൾ കേരള ഹൈക്കോടതിയിൽ കേരള യുക്തിവാദി സംഘം ഒരു ഹർജി ഫയൽ ചെയ്തു. അതിങ്ങനെ കുറേ നാളത്തോളം നീണ്ടു കിടന്നു. പക്ഷേ പിന്നീട് 2024 ഇത് വീണ്ടും നമ്മൾ ഈ ഹർജി പ്രസ് ചെയ്തപ്പോഴാണ് ജസ്റ്റിസ് ധർമാധികാരി അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച്, അദ്ദേഹം നമുക്കറിയാം മധ്യപ്രദേശുകാരനാണ്, വളരെ ശക്തമായിട്ട് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ നിയമനിർമ്മാണത്തിൻ്റെ ആവശ്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുകയും ആ ബെഞ്ച് ഗവൺമെൻറ്റിനോട് എന്ത് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് സത്യവാങ്മൂലം നൽകാൻ ആവശ്യപ്പെട്ടു. ആ സത്യവാങ്മൂലത്തിലാണ് പറയുന്നത് ഗവൺമെൻറ് 2023 തന്നെ ക്യാബിനറ്റ് കൂടിയിട്ട് ഈ നിയമം വേണ്ട എന്ന് തീരുമാനിച്ചു എന്നുള്ള സത്യം പുറത്തേക്ക് വരുന്നത് 2024 ഏതായാലും ഇത് വന്നതിന് ശേഷം ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി അദ്ദേഹം വളരെ നിർബന്ധമായിട്ട് ഗവൺമെൻറ്റിനോട് നിയമനിർമ്മാണം നടത്തണമെന്ന് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ആവശ്യപ്പെടുകയും കഴിഞ്ഞ 9-ാം തീയതി അദ്ദേഹം ആ കേസ് വന്നപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് ഒക്ടോബർ മാസം 7-ാം തീയതിക്ക് മുന്നായിട്ട് ഇക്കാര്യത്തിൽ എന്ത് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് പോസിറ്റീവായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള ഒരു റിപ്പോർട്ട് നൽകണമെന്ന് ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഒരു നിയമം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ എന്തുകൊണ്ടാണ് നിയമം? അവിടെ നമുക്ക് പറയാനുള്ളത്, നമുക്കറിയാം കേരളത്തിൽ ഇന്ത്യയിൽ സമഗ്രമായിട്ടുള്ള ഒരു
IPC ഉണ്ടായിരുന്നു, CRPC ഉണ്ടായിരുന്നു, ഇപ്പോൾ BNS ഉണ്ട്, BNSS ഉണ്ട്. അതുപോലെ തന്നെ ഓരോ സ്റ്റേറ്റിലും പോലീസ് ആക്റ്റുകളുണ്ട്. ഈ പോലീസ് ആക്റ്റും ഈ ക്രിമിനൽ നിയമങ്ങളൊക്കെ തന്നെ ഇതുപോലുള്ള അന്ധവിശ്വാസ നിർമ്മാർജ്ജനം തടയാൻ പര്യാപ്തമല്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം. എന്തുകൊണ്ടെന്നാലും നമ്മളിപ്പോൾ ഒരാളിപ്പോൾ ഈ പറയുന്ന മാന്ത്രിക ഏലസ് വേണമെന്ന് നമ്മുടെ ആവശ്യപ്പെട്ടുകൊണ്ട് പരസ്യം ചെയ്യുന്നു. സ്വാഭാവികമായും 1954 നെഹ്റു മുൻകൈയെടുത്ത് ഉണ്ടാക്കിയ ഡ്രഗ്സ് ആൻഡ് മാജിക്കൽ റെമഡീസ് ഒബ്ജക്ഷണബിൾ അഡ്വർടൈസ്മെൻറ്റ് ആക്ട്, ആ നിയമപ്രകാരം നമ്മൾക്ക് കേസെടുക്കാം. പക്ഷേ ആ നിയമത്തിലുള്ളൊരു അപര്യാപ്തം എന്ന് പറഞ്ഞാൽ അവിടെ നിയമത്തിലെ ഒഫൻസ് കോഗ്നിസബിൾ അല്ല. ഒരു പോലീസിന് പരാതിയില്ലാതെ, ഒരു പോലീസിന് കോടതിയുടെ ഡയറക്ഷൻ ഇല്ലാതെ കേസെടുക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു കോഗ്നിസിബിൾ ആയിട്ടുള്ള, നോൺ ബെയിലബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസായിട്ടാണ് ഇതിനെ മഹാരാഷ്ട്ര നിയമം വിഭാവനം ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് 7 വർഷം തടവും 50,000 രൂപ വരെ പിഴയും ലഭിക്കുന്ന ഒരു കുറ്റമായിട്ടാണ് മഹാരാഷ്ട്ര ബില്ല് ഈ അന്ധവിശ്വാസ ഇതുപോലുള്ള ആഭിചാര പ്രവർത്തികളെ കാണുന്നത്. അപ്പോൾ അതുപോലെ എഫക്റ്റീവായിട്ടുള്ള ഇപ്പോൾ ഏലസിൻ്റെ പരസ്യം, അല്ലെങ്കിൽ ഇപ്പോൾ തൃശ്ശൂർ എന്നാൽ കുട്ടിച്ചാത്തന്മാരുടെ പരസ്യം, അതുപോലെ തന്നെ ഈ പറയുന്ന നിധി എടുത്തു കൊടുക്കാമെന്ന് പറയുന്ന പരസ്യം, അതേപോലെ മോക്ഷം കിട്ടാൻ, ശത്രു സംഹാരം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള ഇതിനു വേണ്ടിയിട്ടുള്ള ഈ പറയുന്ന മന്ത്രവാദങ്ങളും മറ്റുമാണ് ഈ അന്ധവിശ്വാസത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ തുടക്കത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾക്കെതിരായിട്ടുള്ളൊരു വിമർശനം എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസം നിർവചിക്കാൻ പറ്റുമോ ഇല്ലോ എന്നുള്ളതാണ്. ഓൾറെഡി ഇന്ത്യയിൽ നിർവഹിച്ചിട്ടുണ്ട്, കോടതി അത് അംഗീകരിച്ചിട്ടുണ്ട്, കോടതി ശിക്ഷിച്ചിട്ടുണ്ട്, അതൊക്കെ ശരിയാണ്. അപ്പോൾ അവിടെ നമ്മൾ യുക്തിവാദികൾ പറയുകയാണെങ്കിൽ ദൈവവിശ്വാസം ഒരു അന്ധവിശ്വാസമാണ്. പക്ഷേ ഫോർ ദ പർപ്പസ് ഓഫ് ദി ആക്ട്, ഈ നിയമത്തിന് വേണ്ടി അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ അത് ദൈവവിശ്വാസം ഒരു അന്ധവിശ്വാസമായിട്ടല്ല ഈ നിയമത്തിൽ പറയേണ്ടത്. നിയമത്തിൽ അത് ഞാൻ ഉദാഹരണത്തിന് കേരള യുക്തിവാദി സംഘം നൽകിയ ആ ഒരു ബില്ലിൽ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്ത 2022 ഈ ഗവൺമെൻറ് കൊടുത്ത ഡ്രാഫ്റ്റ് ബില്ലിൽ അന്ധവിശ്വാസത്തെ നിർവഹിച്ചിട്ടുള്ളത് കാര്യകാരണ ചിന്തയ്ക്ക് ഉചിതമല്ലാത്തതും ശാസ്ത്രീയമായ അടിത്തറ ഇല്ലാത്തതും സാമൂഹ്യ പുരോഗതിക്ക് വിഘാതമായിരിക്കുന്നതുമായ വിശ്വാസങ്ങൾ. ഇത് സ്വാഭാവികമായിട്ടും ഇത് ഒരു പക്ഷേ എല്ലാ ഓരോ പ്രവർത്തികൾ വരുമ്പോഴും ഇതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ചട്ടക്കൂടിൽ ഒതുങ്ങിക്കൊള്ളുന്നില്ല. പക്ഷേ ഓരോ സംഭവങ്ങൾക്കും വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകാം, പ്രത്യേക രീതിക്കായിരിക്കാം നടന്നിരിക്കുന്നത്. എന്നാൽ പോലും പൊതുവായിട്ട് ഇങ്ങനെ വിമർശിച്ചുകൊണ്ട്, ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ട് ഒരു പോലീസിന്, ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് ഇത് എത്രമാത്രം ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നു എന്ന് സ്വാഭാവികമായിട്ടും കാണാൻ കഴിയും. അതിന് എവിഡൻസ് ആക്ടിൻ്റെ തെളിവ് നിയമത്തിൻ്റെ ബലവും അതിനുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ മറ്റുള്ള നിയമങ്ങളിൽ ഒക്കെ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വിശ്വാസവും അന്ധവിശ്വാസവും തിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിമർശനം, എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുടന്തൻ ന്യായം ഒരിക്കലും ഈ നിയമം വരുന്നതിൽ തടസ്സമല്ല എന്നുള്ളതാണ്. ഇപ്പോൾ കേരള യുക്തിവാദി സംഘം നമ്മുടെ പുരോഗമന, അതുപോലെ തന്നെ ശാസ്ത്ര സാഹിത്യ പരിഷത്തൊക്കെ സമാനമായിട്ടുള്ള ഒരു ശുപാർശ ഗവൺമെൻറ് നൽകിയിട്ടുണ്ട്, ഡ്രാഫ്റ്റ് ബില്ല് നൽകിയിട്ടുണ്ട്. ഇതിനകത്തൊക്കെ പറയുന്നത് അതുതന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിശ്വാസം എന്താണെന്ന്, അന്ധവിശ്വാസം എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഈ നിയമം നടപ്പാക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് വെറും മുടന്തൻ ന്യായമാണെന്ന് ആണ് നമുക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇവിടെ പറഞ്ഞു 2021 KD പ്രസേനൻ, അദ്ദേഹം ആലത്തൂർ MLA ആണ്, CPM-ൻ്റെ MLA ആണ്. അദ്ദേഹം ഒരു ഡ്രാഫ്റ്റ് ബില്ല് നമ്മുടെ അസംബ്ലിയിൽ അവതരിപ്പിച്ചു. അദ്ദേഹം തന്നെ അത് മൂവ് ചെയ്തു. ഗവൺമെൻറ്റിൻ്റെ മറുപടി, ഇതിനെക്കുറിച്ച് ഗവൺമെൻറ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഈ പ്രസേനൻ്റെ ബില്ല് വരുന്നത് ഇലന്തൂർ സംഭവത്തിന് മുന്നാണ്. ഇലന്തൂർ സംഭവം 2022 21 പ്രസേനൻ്റെ ഡ്രാഫ്റ്റ് ബില്ല് വരുന്നത്. അന്നും ഗവൺമെൻറ് പറഞ്ഞത് ഇതിനെക്കുറിച്ച് ഗൗരവമായിട്ട് ആലോചിച്ചുകൊണ്ട് ട്രഷറി ബെഞ്ചിൽ നിന്ന് പുതിയ നിയമനിർമ്മാണത്തിലുള്ള ശുപാർശ വരുമെന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിലുള്ള മറുപടിയാണ് അന്ന് നിയമമന്ത്രി നൽകിയതും അതിനെ തുടർന്ന് അദ്ദേഹം ആ സ്വകാര്യ ബില്ല് പിൻവലിച്ചിട്ടുള്ളത്. അതിനു മുന്നേ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്ത് നമ്മൾക്കൊക്കെ തന്നെ പരിചിതനായിട്ടുള്ള PT തോമസ്, അദ്ദേഹം ഒരു സ്വകാര്യ ബില്ല് അവതരിപ്പിക്കുകയുണ്ടായി. ആ സ്വകാര്യ ബില്ല് അന്ന് വലിയ ഒച്ചപ്പാടുണ്ടായി. ആ സ്വകാര്യ ബില്ല് അദ്ദേഹം അവതരിപ്പിച്ചപ്പോൾ നമുക്കറിയാം, PT തോമസ് അദ്ദേഹം പള്ളിയായിട്ടും പട്ടക്കാരായിട്ടൊക്കെ തന്നെ അത്ര സൗഹൃദത്തിൽ പോകുന്ന ആളായിരുന്നില്ല. അദ്ദേഹം അവരുടെ ഒരു പരിധിക്ക് നിൽക്കുന്ന ആളുമായിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്രിസ്ത്യൻ സഭകളിൽ നടക്കം വലിയ രീതിക്കുള്ള വിമർശനമുണ്ടായി. അന്നത്തെ കാലത്താണ് ഈ വിമർശനത്തിൻ്റെ വേറെ കുറേ തലങ്ങൾ കേരളത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. ഒന്ന്, ഇത് അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബില്ല് വന്നാൽ മാമോയിസം വെക്കാൻ പറ്റില്ല, പള്ളിയിൽ ശവമടക്കാൻ പറ്റില്ല, നിസ്കരിക്കാൻ കഴിയില്ല, സുന്നത്ത് ചെയ്യാൻ കഴിയില്ല എന്നുള്ള രീതിക്കുള്ള വലിയ രീതിക്കുള്ള വിമർശനങ്ങൾ. അതുപോലെ ഹിന്ദുക്കൾക്കാണെങ്കിൽ 28 കെട്ടാൻ കഴിയില്ല, അവർക്ക് പൂജ നടത്താൻ കഴിയില്ല, അവർക്ക് ഗണപതി ഹോമം നടത്താൻ കഴിയില്ല,
ഉദയാസ്തമന പൂജ നടത്താൻ കഴിയില്ല എന്നുള്ള രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ഇതിന് മൊത്തം ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഗവൺമെൻറ് സ്വാഭാവികമായിട്ടും പിന്നീട് ഇലക്ഷൻ ഇയർ ആയിരുന്നു അത്, സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് അത് ആ ഒരു രീതിക്കും പരിഗണിക്കാതെ അത് അതേ രീതിക്ക് അങ്ങ് താഴോട്ട് പോവുകയുണ്ടായിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒന്നും പരിഗണിക്കപ്പെട്ടില്ല. പക്ഷേ ഇതൊന്നുമല്ല വാസ്തവം. അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ക്രിമിനലായിട്ട് സ്വാഭാവികമായിട്ടും ക്രിമിനൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് നിർവചിക്കത്തക്ക രീതിയിലുള്ള നിയമനിർമ്മാണം നടത്തി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വലിയ പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ഒരു പ്രതീക്ഷ. ഞാൻ പറഞ്ഞ ആദ്യത്തെ ഒരു ജാഥയെക്കുറിച്ച് പറഞ്ഞല്ലോ. ആ ജാഥ 2009 അന്ന് ശ്രീ അച്യുതാനന്ദനായിരുന്നു മുഖ്യമന്ത്രി. അന്ന് 2009 ആ ജാഥ നടത്താനുള്ള കാരണമുണ്ട്. കേരളത്തിൽ 4 മന്ത്രവാദ കൊലപാതകങ്ങൾ അതിനകത്ത് നടന്നു. ഒന്ന് കരുനാഗപ്പള്ളിയിൽ, ഒന്ന് പത്തനംതിട്ട ജില്ലയിൽ വടശ്ശേരിക്കരയിൽ, ഒന്ന് കണ്ണൂർ, ഒന്ന് കോഴിക്കോട് ജില്ലയിൽ. ഈ 4 മന്ത്രവാദ കൊലപാതകങ്ങളും ഇതുപോലെ തന്നെ 2 അതിനകത്ത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരും 2 ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരുമായിരുന്നു. ഇതൊക്കെ തന്നെ രോഗം മാറാമെന്ന് പറഞ്ഞും ഈ കുട്ടികളുണ്ടാവാൻ വേണ്ടിയിട്ട് നടത്തിയ പൂജയുടെ ഭാഗമായിട്ടൊക്കെ തന്നെയാണ് ഈ 4 യുവതികൾ അന്ന് യുവതികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള മന്ത്രവാദങ്ങളിലും മന്ത്രവാദ കൊലപാതകങ്ങളിലൊക്കെ തന്നെ ഇരയാക്കപ്പെടുന്നത് സ്ത്രീകളാണെന്നുള്ളതൊരു വലിയ വസ്തുതയാണ്. സ്ത്രീകൾക്കെതിരായിട്ടുള്ള ലൈംഗികമായിട്ടും മറ്റുള്ള ചൂഷണങ്ങൾ കൂടി ഈ മന്ത്രവാദത്തിൻ്റെയും ഇങ്ങനെയുള്ള ആഭിചാരക്രിയകളുടെയും ഭാഗമായിട്ട് നടക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ പറഞ്ഞ പോലെ ഒരു ജാഥ നടത്തുകയും ആ ജാഥയെ തുടർന്ന് കേരള യുക്തിവാദി സംഘം 8 പരിപാടികളാണ് നടത്തിയത്. ആ ജാഥ ഒക്ടോബർ 31 തിരുവനന്തപുരത്ത് സമാപിച്ച് മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കൊക്കെ നിവേദനം നൽകിയതിന് ശേഷം പിറ്റേ ദിവസം ഒരു നിരാഹാര സമരം 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു നിരാഹാര സമരം നടത്തി. ആ സമരം ഉദ്ഘാടനം ചെയ്ത് ബിനോയ് വിശ്വവും ആ സമരത്തിൻ്റെ സമാപ്തി ഉദ്ഘാടനം ചെയ്ത് ശ്രീ VT ബൽറാം MLA-യുമായിരുന്നു. അപ്പം അങ്ങനെ സമസ്ത രാഷ്ട്രീയ കക്ഷിക്ക് ഇവരൊക്കെ തന്നെ ഈ നിയമനിർമ്മാണത്തിൻ്റെ ആവശ്യത്തെക്കുറിച്ച് വലിയ രീതിക്ക് സംസാരിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്തിട്ടാണ് പോയത്. പക്ഷേ നമുക്കറിയാം ഇവർക്കൊക്കെ തന്നെ പരിമിതിയുണ്ട്. മതവും ജാതിയും വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു ജനാധിപത്യ ഗവൺമെൻറ്റിന് വരാവുന്ന ചില പരിമിതികളൊക്കെ ആയിട്ട് തന്നെ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പരിമിതികൾ എല്ലാ സംസ്ഥാനത്തും ഉണ്ടല്ലോ. ഇപ്പം ഞാൻ ഈ മഹാരാഷ്ട്രയിൽ നടപ്പാക്കിയ നിയമവും 2013 ദബോൾക്കർ നൽകിയ നിയമം, 2024 ഗുജറാത്തിൽ നടപ്പാക്കിയ നിയമവും നമ്മൾ ജസ്റ്റ് ഒന്ന് പരിശോധിച്ചാൽ ഹെഡിങ് മാത്രമേ ഞാൻ വായിക്കുന്നുള്ളൂ. മഹാരാഷ്ട്ര നിയമത്തിന് മഹാരാഷ്ട്ര പ്രിവെൻഷൻ ആൻഡ് ഇറാഡിക്കേഷൻ ഓഫ് ഹ്യൂമൻ സാക്രിഫൈസ് ആൻഡ് അതർ ഇൻഹ്യൂമൻ ഇവിൾ ആൻഡ് അഹോരി പ്രാക്ടീസസ് ആൻഡ് ബ്ലാക്ക് മാജിക് ആക്ട് 2013. ഗുജറാത്ത് നിയമം സെയിമാണ്. ദ ഗുജറാത്ത് പ്രിവെൻഷൻ ആൻഡ് ഇറാഡിക്കേഷൻ ഓഫ് ഹ്യൂമൻ സാക്രിഫൈസ് ആൻഡ് അതർ ഇൻഹ്യൂമൻ ഇവിൾ ആൻഡ് അഹോരി പ്രാക്ടീസസ് ആൻഡ് ബ്ലാക്ക് മാജിക് ആക്ട് 2024. ഇനി തനി കട്ട് ആൻഡ് പേസ്റ്റാണ്. മഹാരാഷ്ട്ര എന്നുള്ള പേര് മാറ്റിയിട്ട് ഗുജറാത്ത് നിന്നാക്കി. അപ്പോൾ ദബോൾക്കറെ നമുക്കറിയാം, ദബോൾക്കർ അദ്ദേഹം ഒരു മെഡിക്കൽ ഡോക്ടറായിരുന്നു. 24 വയസ്സിൽ മഹാരാഷ്ട്ര ഗവൺമെൻറ്റിൽ ചേരുകയും ഡോക്ടറായിട്ട് ചേരുകയും അദ്ദേഹം ഈ ആദിവാസി മേഖലകളിലുള്ള ഹോസ്പിറ്റലിൽ മാത്രം സേവനമനുഷ്ഠിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോവുകയും അങ്ങനെ 29-ാമത്തെ വയസ്സിൽ അദ്ദേഹം ജോലി രാജിവെച്ച് അവിടെ സാമൂഹ്യ പ്രവർത്തനം തുടങ്ങിയ ആളാണ് ദബോൾക്കർ. അപ്പോൾ അവിടെ ഈ അഹോരികൾ, അവിടുത്തെ സന്യാസിമാരുടെ അഹോരികൾ ഇവരൊക്കെ നടത്തുന്ന മന്ത്രവാദ ചൂഷണങ്ങൾക്ക്, അതാണ് അഹോരി എന്നുള്ള വാക്കതിനകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ സന്യാസിനിമാർക്ക്, ഈ പറഞ്ഞ വ്യാജ സന്യാസിമാർക്കെതിരായിട്ടാണ് നിയമം. അപ്പോൾ ആ നിയമം അദ്ദേഹം കൊടുത്ത ആ അഹോരി എന്നുള്ള വാക്ക് അതേപടി മഹാരാഷ്ട്ര നിയമത്തിൽ ഉൾപ്പെടുത്തപ്പെട്ടു. അത് തന്നെ ഗുജറാത്തിൽ ഉൾപ്പെടുത്തപ്പെട്ടു. പിന്നീട് കർണാടക നിയമമാണ്. കർണാടക നിയമം ഏതാണ്ട് ഈ മഹാരാഷ്ട്ര മോഡലിൽ തന്നെയാണ് കർണാടകത്തിൽ നിയമം ഉണ്ടായിട്ടുള്ളത്. ഈ സ്റ്റേറ്റുകളിലൊക്കെ തന്നെ, ഗുജറാത്തിലെ അവസ്ഥ കൃത്യം അറിയില്ല എത്ര കേസ്, കർണാടകത്തിലൊക്കെ തന്നെ ഒരുപാട് കേസുകൾ എടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ കേരളത്തിൽ അനവധി ക്രൈമുകൾ, നമ്മൾ വിചാരിക്കുന്ന മാതിരിയല്ല, സമൂഹം പിന്നോട്ടാണ് പോകുന്നത്. ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ എല്ലാം തന്നെ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ്. ഇങ്ങനെ ഏലസും മന്ത്രവാദവും ചാത്തനും. ഇപ്പം നമ്മൾ തൃശ്ശൂർ പോയി കഴിഞ്ഞാൽ അറിയാം, അന്തിക്കാട് ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഈ ചാത്തന്മാരുടെ 3-4 പേരുണ്ട്. അവരുടെയൊക്കെ കെട്ടിടങ്ങളൊക്കെ വലിയ സൗധങ്ങൾ പോലെ കെട്ടിടങ്ങളും അവരുടെയൊക്കെ വലിയ ഭീതിജനകമായിട്ടുള്ള അന്തരീക്ഷത്തിലൊക്കെ തന്നെ വലിയ സ്വർണ്ണമൊക്കെ പൂശി കണ്ടാൽ പേടിയാവും. അതുപോലത്തെ, പക്ഷെ അവിടെ കിടക്കുന്ന വണ്ടികളും വലിയ രീതിക്കുള്ള വാഹനങ്ങളൊക്കെ അതിൻ്റെ പ്രവാഹം കണ്ടു കഴിഞ്ഞാൽ ഇത് എവിടെ നിന്നാണ് ഈ വരുന്നതെന്ന് ആലോചിച്ചു. പക്ഷേ കേരളത്തിൽ നിന്നുണ്ട്, കേരളത്തിൽ വെളിയിൽ നിന്നുമുണ്ട്. അവരൊക്കെ തന്നെ ഏജൻസിനെ വെച്ചുകൊണ്ട് വലിയ രീതിക്ക് ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കേരളം പോലുള്ള സംസ്ഥാനത്തിൽ 9 സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയ നിയമത്തിന് സമാനമായിട്ടുള്ളൊരു നിയമം കേരളത്തിൽ നടപ്പാക്കിയില്ല എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിന് മാത്രമല്ല, കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും എല്ലാ ജനങ്ങൾക്കും
അപമാനം നൽകുന്ന ഒരു പ്രവൃത്തിയാണ് ഈ ഒരു നിയമം നടപ്പാക്കിയില്ല എന്നുള്ളത്. എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ഇതിൻ്റെ അവസരം ലഭിച്ചിട്ടുണ്ട്. ആരും ഇത് തൊടാൻ തയ്യാറായിട്ടില്ല. ഏതായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇപ്പോൾ കൊടുത്തിട്ടുള്ള കേസിനകത്ത് വളരെ നിഷ്കർഷയോടുകൂടി ജസ്റ്റിസ് ധർമാധികാരി, അദ്ദേഹം മധ്യപ്രദേശിൽ നിന്നുള്ള ജഡ്ജിയാണ്. പക്ഷേ അദ്ദേഹം വളരെ വട്ടം പിടിച്ചിട്ടുണ്ട്. ഇത് നടപ്പാക്കി അടങ്ങുകൊള്ളുന്ന രീതിയിൽ പല കാര്യങ്ങളിലും നമുക്കറിയാം, കോടതിക്ക് നിയമം നിർമ്മിക്കുക എന്നുള്ളത് കോടതിയുടെ പണിയല്ല, അത് ഗവൺമെൻറ്റിൻ്റെയും അസംബ്ലിയുടെയും പാർലമെൻറ്റിൻ്റെയൊക്കെ പണിയാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു നിയമം നിർമ്മിക്കാൻ പറയാൻ കോടതിക്ക് അധികാരമുണ്ടോ എന്ന് ചോദിച്ചാൽ ഭരണഘടനാപരമായിട്ട് ഇല്ല. പക്ഷേ പല അവസരങ്ങളിലും കോടതിയുടെ ഇടപെടലുകൾ ഇതുപോലുള്ള പുരോഗമനപരമായിട്ടുള്ള നിയമനിർമ്മാണങ്ങളുടെ കാര്യത്തിൽ വലിയ രീതിക്കുള്ള സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇതുപോലെ ഈ ചർച്ചകൾ നമ്മൾ വളരെയധികം മുന്നോട്ട് പോകണം. നമ്മൾക്കറിയാം, ഇപ്പോൾ ഇവിടെ 10-80 പേരുണ്ടാവുകയുള്ളൂ. പക്ഷേ ഇത് റെക്കോർഡ് ചെയ്ത് ഇത് വീഡിയോയിലാക്കി ഇത് അപ്ലോഡ് ചെയ്ത് യൂട്യൂബിൽ വരുമ്പോൾ ഒരു പക്ഷേ 10,000 ലക്ഷങ്ങൾ ഇത് കാണും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആളുകൾ കുറവായി എന്ന് വിചാരിക്കേണ്ട. ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കണം. ആദ്യമായിട്ട് ഈ വിഷയം ചർച്ചയ്ക്കെടുത്തതിൽ യുക്തിവാദ പഠന കേന്ദ്രത്തെ അനുമോദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു എൻ്റെ ഫസ്റ്റ്. അടുത്തതായിട്ട് ശ്രീ വി ശ്രീനിവാസൻ, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ ജനറൽ സെക്രട്ടറി. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ഇത്തരമൊരു ചർച്ച സംഘടിപ്പിച്ചതിന് യുക്തിവാദി പഠന കേന്ദ്രത്തിൻ്റെ പ്രവർത്തകരെ ആദ്യം തന്നെ അഭിവാദ്യം ചെയ്യട്ടെ. ഇന്ന് കേരളത്തിൽ അപൂർവമായി നടക്കുന്ന ചർച്ചകളാണ് ശാസ്ത്രവും യുക്തിവാദവും ഒക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇതര ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായും ശാസ്ത്രബോധത്തിൻ്റെ അടിസ്ഥാനത്തിലുമെല്ലാം മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനം, എല്ലാ കുട്ടികൾക്കും നിർബന്ധിതമായി സൗജന്യമായി വിദ്യാഭ്യാസം നൽകുന്ന സംസ്ഥാനം. ഇതൊക്കെ ഇതര സംസ്ഥാനങ്ങളുടെ സ്ഥിതി പരിശോധിച്ചാലാണ് നമുക്ക് മനസ്സിലാവുക. പ്രാഥമിക വിദ്യാഭ്യാസം പോലും ലഭിക്കാത്ത എത്രയോ തലമുറകൾ നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിലുണ്ട്. അങ്ങനെ കേരളം മുന്നോട്ട് വന്നതിന് ഒരു പശ്ചാത്തലമുണ്ട്. അത് ഇവിടെ നടന്നിട്ടുള്ള സാമൂഹ്യ പരിഷ്കരണ ശ്രമങ്ങളാണ്, നവോത്ഥാന പ്രവർത്തനങ്ങളാണ്. ആ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ ഫലമായി ഇവിടെ തിങ്ങി നിന്ന ഇരുട്ട് പോയി മറയുകയും ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ ശാസ്ത്രബോധത്തിൻ്റെ വെളിച്ചം പരക്കുകയും അങ്ങനെ ഒരു വേറിട്ട ജനതയായി കേരള ജനത അടയാളപ്പെടുത്തപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. ആരോഗ്യ സാക്ഷരതയുടെ കാര്യത്തിൽ, അതുപോലെ തന്നെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതിൽ, അന്ധവിശ്വാസങ്ങൾക്കെതിരായി ഉള്ള മനോഭാവങ്ങളുടെ കാര്യത്തിൽ എല്ലാം തന്നെ കേരള ജനത വേറിട്ട ഒരു ജനതയായി അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയൊരു കേരളത്തിലാണ് ഒരു ഘട്ടത്തിൽ ഇത്തരം സംഭവങ്ങൾ അടിക്കടിയായി വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ മഹാരാഷ്ട്രയിലേതുപോലെ ഒരു നിയമം, അന്ധവിശ്വാസ ചൂഷണ നിരോധന നിയമം വേണം എന്ന ആവശ്യം ഉയർന്നത്. കേരള യുക്തിവാദി സംഘത്തെ പോലെ തന്നെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും ആ ആവശ്യം മുന്നോട്ട് വയ്ക്കുകയുണ്ടായിരുന്നു. 2014 കാസർഗോഡ് ജില്ലയിലെ ഉദിനൂരിൽ വെച്ച് നടന്ന പരിഷത്തിൻ്റെ സമ്മേളനം, സംസ്ഥാന സമ്മേളനം, ഒരു പ്രമേയത്തിലൂടെ ഈ കാര്യം ആവശ്യപ്പെടുകയായിരുന്നു. നരേന്ദ്ര ധാബോൽക്കറിൻ്റെ മകൻ ഡോക്ടർ ഹാമിദ് ധാബോൽക്കറാണ് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. ഈ പ്രമേയത്തെ തുടർന്ന് എങ്ങനെയായിരിക്കണം, കേരള യുക്തിവാദി സംഘം ഒരു ബില്ല് തയ്യാറാക്കിയതുപോലെ തന്നെ ശാസ്ത്ര സാഹിത്യ പരിഷത്തും തയ്യാറാക്കുകയും അത് ജനങ്ങൾക്ക് മുമ്പാകെ ചർച്ചയ്ക്ക് വെക്കുകയും ചെയ്തു. കേരള മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട്, അന്നത്തെ മുഖ്യമന്ത്രി ബഹുമാന്യനായ ഉമ്മൻചാണ്ടി ആയിരുന്നു, അദ്ദേഹത്തെ നേരിൽ കണ്ട് നിവേദനം കൊടുത്ത സംഘത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. അന്ന് ഞാൻ പരിഷത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം വളരെ താല്പര്യത്തോടു കൂടിയാണ് ഞങ്ങളുടെ വാദമുഖങ്ങൾ കേൾക്കുകയും നിവേദനം ഏറ്റുവാങ്ങുകയൊക്കെ ചെയ്തത്. അന്ന്
ഈ നിവേദനം കൊടുക്കുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന വലിയൊരു ക്യാമ്പയിൻ്റെ ഭാഗമായി ഒരു ഭീമഹരജിയുമായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ആ ഒപ്പുകളെല്ലാം തന്നെ ഏൽപ്പിച്ചുകൊണ്ടാണ് ഈ നിവേദനം കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഈ ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിൽ ഈ ബില്ല് ഉണ്ട് എന്ന് ഉറപ്പ് ഞങ്ങൾക്ക് തന്നിരുന്നു. തുടർന്ന് തിരുവനന്തപുരത്ത് വെച്ച് ഒരു വലിയ സെമിനാർ സംഘടിപ്പിച്ചു. എല്ലാ സംഘടനകളും, വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾപ്പെട്ടതും യുക്തിവാദി സംഘവും അതുപോലെ തന്നെ പുരോഗമന കലാ സാഹിത്യ സംഘവും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളും എല്ലാം അവരുടെ എല്ലാം പ്രതിനിധികൾ പങ്കെടുത്ത ഒരു വലിയ സെമിനാറിൽ, ആ സെമിനാർ ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ബഹുമാനായ രമേശ് ചെന്നിത്തലയായിരുന്നു. അദ്ദേഹവും ആ യോഗത്തിൽ വെച്ച് പരസ്യമായി പറഞ്ഞതാണ് ഇത് ഈ ഗവൺമെൻറ് കൊണ്ടുവരും എന്നാണ്. കാരണം മഹാരാഷ്ട്രയിൽ കൊണ്ടുവന്നത് ഞങ്ങളുടെ പാർട്ടി ഭരിക്കുന്ന ഗവൺമെൻറ്റാണ്, അതുകൊണ്ട് ഞങ്ങൾക്കിതിൽ താല്പര്യമുണ്ട് എന്ന രീതിയിലാണ് അവിടെ പ്രഖ്യാപിക്കപ്പെട്ടത്. തുടർന്ന് ഈ ബില്ല് അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ പല കാരണങ്ങളാൽ, അന്ന് മുഖ്യമന്ത്രി ഞങ്ങളോട് പറഞ്ഞത് ഈ പരമ്പരാഗത ചികിത്സയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിങ്ങൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്, ആയുർവേദം അങ്ങനെയുള്ള പരമ്പരാഗത ചികിത്സയെ ഇത് ബാധിക്കുമോ? അപ്പോൾ ഇതിന് കൃത്യമായ നിർവചനം നേരത്തെ ഇവിടെ അഡ്വക്കേറ്റ് അനിൽകുമാർ പറഞ്ഞതുപോലെ സമൂഹവിരുദ്ധമായ, ശാസ്ത്രീയമായി തെളിയിക്കാൻ സാധിക്കാത്ത, സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വിരുദ്ധമായ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അതാണ് ഇതിൽ പരാമർശിക്കുന്നത്. അത് വളരെ കൃത്യമായി പരിഷത്തിൻ്റെ ഈ നിയമത്തിൽ, പരിഷത്ത് തയ്യാറാക്കിയ നിയമത്തിൽ പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. ഏതൊക്കെ ബാധിക്കും എന്നുള്ളത് അതിൽ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് അത്തരത്തിലുള്ള വിശ്വാസവുമായിട്ടോ അല്ലെങ്കിൽ ഈശ്വര വിശ്വാസവുമായിട്ടോ ഒന്നും തന്നെ ബാധിക്കുന്ന ഒന്നല്ല. അത് അതിൻ്റേതായ വഴിയിൽ അത് നിൽക്കും. ഈ പറയുന്ന ചൂഷണം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് ഈ നിയമം നിലകൊള്ളുന്നത് എന്നാണ് അന്ന് പറഞ്ഞത്. ആ ഗവൺമെൻറ് മാറി LDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. എനിക്ക് തോന്നുന്നത് അന്നത്തെ LDF ഗവൺമെൻറ്റിൻ്റെ പ്രകടന പത്രികയിൽ ഈ നിയമം നടപ്പിലാക്കും എന്നുണ്ടായിരുന്നു. പുതിയ മുഖ്യമന്ത്രി ബഹുമാനായ പിണറായി വിജയൻ സാറിന് നമ്മൾ ഇതേമാതിരി വീണ്ടും നിവേദനങ്ങൾ കൊടുക്കുകയുണ്ടായി. അന്നും ഇത് ഈ ഗവൺമെൻറ് നടപ്പിലാക്കും എന്ന് ഉറപ്പ് തന്നിരുന്നു. ആ ഗവൺമെൻറ് 5 കൊല്ലം പൂർത്തിയാക്കി. ഇത്തരം സംഭവങ്ങൾ തുടർച്ചയായി നമ്മൾ ഈ ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്ന് പറയുന്നത് പുറത്തേക്ക് വരുന്നത് മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. ഒട്ടേറെ സംഭവങ്ങൾ നാട്ടിൽ വ്യാപകമായി നടക്കുന്നുണ്ട്, വലിയ തോതിലുള്ള ചൂഷണം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ചില സംഭവങ്ങൾ പുറത്തു വരുമ്പോഴാണ് എല്ലാവർക്കും വീണ്ടും ഇത് നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു നിയമം ആവശ്യമാണെന്നുള്ളത് തോന്നലുണ്ടാവും. 2023 പരിഷത്തിൻ്റെ പ്രതിനിധി സംഘം മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി, നിവേദനം കൊടുക്കുകയുണ്ടായി. നിർഭാഗ്യവശാൽ ഇപ്പോൾ കോടതിയുടെ ഇടപെടലിലേക്ക് അത് വന്നു എന്നുള്ളതാണ് അവസ്ഥ. എന്തുകൊണ്ട് ഈ ചർച്ചയുടെ ഈ സെമിനാറിൻ്റെ ടൈറ്റിൽ കൊടുത്തതുപോലെ എന്തുകൊണ്ട് കേരളം അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമത്തെ തമസ്കരിക്കുന്നു? കേരളം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഭരണ നേതൃത്വം, അതിൻ്റെ നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ കക്ഷികൾ എന്തുകൊണ്ട് ഭയക്കുന്നു എന്നുള്ളത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച നവോത്ഥാനത്തിലൂടെ മുന്നോട്ട് വന്ന പ്രബുദ്ധ കേരളം ഇന്ന് വലിയ തോതിൽ പിന്നടത്തം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. പിന്നോട്ട് നടക്കുകയാണ്. നവോത്ഥാനത്തിൻ്റെ ഘട്ടത്തിൽ നിന്ന് അതിൽ നിന്ന് കൂടുതൽ വെളിച്ചത്തിലേക്ക്, ശാസ്ത്രബോധത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നടക്കുന്നതിന് പകരം അവിടെ നിന്ന് നടക്കുക മാത്രമല്ല പിന്തിരിഞ്ഞോടുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളത് ഇത് കേരളത്തിൻ്റെ മാത്രം ഒരു സവിശേഷമായ ഒരു സ്വഭാവമായിട്ട് കാണാൻ സാധിക്കില്ല. ലോകം മുഴുവൻ ഇത്തരത്തിൽ വലിയ തോതിൽ പിന്നടത്തം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ മതപരമായി, വംശീയമായി, ജാതിപരമായിട്ടൊക്കെ തന്നെ വിഘടിക്കുകയും ശാസ്ത്രബോധത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും, അത് അമേരിക്ക ഉൾപ്പെടെയുള്ള വൻകിട രാജ്യങ്ങൾ ശാസ്ത്രബോധത്തെ, ശാസ്ത്രത്തിൻ്റെ അറിവ്, സാങ്കേതിക വിദ്യയെ ഒക്കെ തന്നെ ഏറ്റവും ആധുനികമായ സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിക്കുമ്പോഴും ശാസ്ത്രബോധത്തെ മാറ്റി നിർത്തുന്നു. പരിണാമ സിദ്ധാന്തത്തെ മാറ്റി നിർത്തി സൃഷ്ടിവാദം സിലബസുകളിൽ പഠിപ്പിക്കപ്പെടുന്നു. അങ്ങനെ ലോകം
ഒരു രാഷ്ട്രീയ ഭാഷയിൽ പറഞ്ഞാൽ തീവ്രമായ വലതുപക്ഷവൽക്കരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. യുദ്ധങ്ങൾ ഏത് സമയവും എവിടെയും നടന്നുകൊണ്ടിരിക്കാം എന്നുള്ള അവസ്ഥയാണ്. ഇപ്പോഴും ഗാസയിലെ കുഞ്ഞുങ്ങൾ പട്ടിണി കൊണ്ട് വലയുന്ന ചിത്രങ്ങൾ നമ്മൾ കാണുകയാണ്. എവിടെയും യുദ്ധം സംഭവിക്കാം എന്നുള്ള സ്ഥിതിയാണ്. ഇന്ത്യയിലാവട്ടെ, ഇന്ത്യയിലെ ഏറ്റവും വിശിഷ്ടമായ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ജനാധിപത്യം, മതേതരത്വം, സോഷ്യലിസം, പരമാധികാരം, ശാസ്ത്രബോധം, ആർട്ടിക്കിൾ 51AH എന്ന് പറയുന്നത് ശാസ്ത്രബോധം ഒരു പൗരൻ്റെ കടമയായി ഭരണഘടനയിൽ എഴുതിച്ചേർത്ത ഒരു ഭരണഘടന ഒരുപക്ഷേ ഇന്ത്യയിൽ മാത്രമേ ഉണ്ടാവുന്നുള്ളതാണ്. മറ്റേതെങ്കിലും രാജ്യങ്ങളിലുള്ളതായിട്ട് അറിവില്ല. അങ്ങനെയുള്ള ഈ രാജ്യത്ത് ഈ ഭരണഘടനാ മൂല്യങ്ങൾ അട്ടിമറിക്കുകയും നമ്മുടെ വിദ്യാഭ്യാസ നയത്തെ തിരുത്തിയെഴുതുകയും അവിടെ ജനാധിപത്യം എന്ന് പറയുന്ന വാക്കിനെ എടുത്തു മാറ്റുകയും മതേതരത്വം എന്ന വാക്കിനെ എടുത്തു മാറ്റുകയും നമ്മുടെ പാഠപുസ്തകങ്ങളെല്ലാം തന്നെ തിരുത്തിയെഴുതുകയും അവിടെ സങ്കല്പ ഭൂതകാലത്തെ പ്രതിഷ്ഠിക്കുകയും സനാതനധർമ്മത്തെ പ്രതിഷ്ഠിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ശാസ്ത്രത്തെയും ചരിത്രത്തെയും പൂർണ്ണമായും തിരുത്തി എഴുതുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. ജവഹർലാൽ നെഹ്റുവിനെ പാഠഭാഗങ്ങളിൽ നിന്ന് പുറത്താക്കുന്നു, പരിണാമ സിദ്ധാന്തത്തെ പുറത്താക്കുന്നു, ആവർത്തന പട്ടികയെ പുറത്താക്കുന്നു. കാരണം ശാസ്ത്രബോധത്തിലേക്ക് പുതിയ തലമുറ കടന്നു വരാതിരിക്കാൻ, രാജ്യത്തെ ഒരു പൂർണ്ണ ഹൈന്ദവ രാഷ്ട്രമാക്കി മാറ്റാൻ ആസൂത്രിതമായിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ആ ഒരു പരിശ്രമങ്ങൾ തീർച്ചയായും ജനങ്ങളെ വലിയ തോതിൽ വിശ്വാസത്തിലേക്ക്, ഈ പറയുന്ന ജാതി അഭിമാനത്തിലേക്കും മതബോധത്തിലേക്കും ഒക്കെ നീക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. ഞാൻ ഇന്ത്യക്കാരനാണ് എന്നതിൽ അഭിമാനം കൊള്ളുന്നു എന്നതിന് പകരം ഞാൻ ഇന്ന മതസ്ഥനാകുന്നു, ഇന്ന ജാതിയിൽപ്പെട്ട ആളാകുന്നു, അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്ന രീതിയിലേക്ക് മനുഷ്യരെ കള്ളികളിലാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് കേരളത്തിലും സംഭവിക്കുന്നു എന്ന് പറയുന്നത് വളരെ അപകടകരമാണ്. കേരളത്തിലും അത് സംഭവിക്കുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന പരിപാടികളൊക്കെ തന്നെ ഈ മതപരമായിട്ടുള്ള ആഘോഷങ്ങളായി മാറിയിരിക്കുന്നു. ഏറ്റവും കൂടുതൽ സംഘടിപ്പിക്കപ്പെടുന്ന കൂട്ടായ്മകൾ എന്ന് പറയുന്നത് ജാതികളുടെയും ഈ പറയുന്ന അതിലെ അവാന്തര വിഭാഗങ്ങളുടെയും തറവാട്ട് കൂട്ടായ്മകളും ഒക്കെ ആയിട്ട് ആളുകളെ അവരുടെ സ്വത്വബോധത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. നോക്കൂ, കേരളം എങ്ങനെ കേരളമായി. എണ്ണമറ്റ പോരാട്ടങ്ങൾ, കർഷകരുടെയും തൊഴിലാളികളുടെയും നേതൃത്വത്തിൽ നടന്ന സമരങ്ങൾ, ഈ സമരങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് രൂപപ്പെട്ടു വന്ന ജനകീയ ഗവൺമെൻറ്റുകൾ, ആ ഗവൺമെൻറ്റുകൾ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ, അത് ഏത് ഗവൺമെൻറ്റുകൾ മാറി മാറി വന്നാലും ആരെങ്കിലും അതിൽ നിന്ന് വ്യതിചലിക്കുകയാണെങ്കിൽ അതിശക്തമായ സമരം കേരളത്തിൽ അതിന് പ്രതിരോധമായിട്ട് ഉയർന്നു വരുമായിരുന്നു. അതൊക്കെ മാറിക്കൊണ്ട് എല്ലാത്തിനെയും സന്ധി ചെയ്യുന്ന തരത്തിലേക്ക് ഈ പറയുന്ന വർഗീയതയോട്, ജാതി മത ചിന്തകളോട്, സംഘടനകളോട്, അതിൻ്റെ നേതാക്കന്മാരും ഒക്കെയാണ് ഇപ്പോഴത്തെ വലിയ സാംസ്കാരിക നായകന്മാർ. നമ്മുടെ നാട്ടിലെ സാംസ്കാരിക നായകന്മാർ എന്ന് പറയുന്ന ജാതി സംഘടനകളായി അധപ്പതിച്ചു പോയ പഴയ കാലത്തെ നവോത്ഥാന നാമം പേറുന്ന സംഘടനകൾ, അവരൊക്കെ നവോത്ഥാന നായകരായി, സാംസ്കാരിക നായകരായി, അവരൊക്കെ പറയുന്ന കാര്യങ്ങൾ മാധ്യമങ്ങൾ വലിയ തോതിൽ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. അതുകൊണ്ട് ശാസ്ത്രബോധം, യുക്തിചിന്ത വളർത്തുന്നതിന് വേണ്ടി ഉള്ള വളരെ വ്യാപകമായ വിപുലമായ ഒരു മൂവ്മെൻറ്റ് ഇവിടെ ഉയർന്നു വരേണ്ടതുണ്ട്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ അജണ്ടയിൽ ഇത് ഉൾപ്പെടുത്തണം. താൽക്കാലിക വോട്ട് ലാഭം നോക്കി, അധികാരം മാത്രം നോക്കിക്കൊണ്ട് അല്ല ഇത്തരം കാര്യങ്ങളെ സമീപിക്കേണ്ടത്. അത് സമൂഹത്തെ പിറകോട്ട് വലിക്കുകയേ ഉള്ളൂ. ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും, രണ്ട് മുന്നണികളായാലും ഇവരൊക്കെ തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ടിരുന്നത് ഈ ഭരണഘടനാ മൂല്യങ്ങളായിരുന്നുവെങ്കിൽ ഇന്ന് ആ ഭരണഘടനാ മൂല്യങ്ങൾക്ക് പകരം ഇത്തരം സമൂഹത്തെ പുറകോട്ട് വലിക്കുന്ന ശക്തികളോട് സന്ധി ചെയ്ത് വോട്ടിന് വേണ്ടി സന്ധി ചെയ്തു പോകുന്ന ഒരവസ്ഥയുണ്ട്. അതുകൊണ്ടാണ്, ഈ ഭയമാണ് അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം ഇവിടെ യാഥാർത്ഥ്യമാവാതിരിക്കാനുള്ള കാരണം. അത് അപകടകരമാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പം നിയമം വന്നതുകൊണ്ട് എല്ലാം ശരിയായി എന്ന് വിശ്വസിക്കുന്ന ഒരു സംഘടനയല്ല ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. ഇപ്പം നിയമം വന്ന സംസ്ഥാനങ്ങളിലെ കണക്കെടുത്തു നോക്കിയാൽ പല സ്വാധീനങ്ങളാൽ ഈ പറയുന്ന കേസുകൾ തള്ളപ്പെടുകയാണ്.
ശിക്ഷിക്കപ്പെട്ട കേസുകൾ നേരത്തെ വക്കീൽ സൂചിപ്പിച്ചു കഴിഞ്ഞു. മഹാരാഷ്ട്രയിൽ മറ്റ് സംസ്ഥാനങ്ങളുടെ കണക്കുകൾ നോക്കിയാൽ അത് മനസ്സിലാവും. കാരണം കേസുകൾ പല രീതിയിൽ സ്വാധീനിക്കപ്പെട്ട് തള്ളുന്ന ഒരു സ്ഥിതിയുണ്ട്. കാരണം രാഷ്ട്രീയത്തിലും അധികാരത്തിലും സ്വാധീനമുള്ള ആളുകളാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്നുള്ളതുകൊണ്ട്. അപ്പം നിയമം വന്നതുകൊണ്ട് മാത്രമായില്ല, മറിച്ച് നമ്മുടെ ജനങ്ങൾ ശാസ്ത്രബോധമുള്ളവരാവണം. കാര്യങ്ങളെ കാര്യകാരണ സഹിതം മനസ്സിലാക്കാനും നാം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്ക് കാരണം സാമൂഹികമാണ് എന്നൊരു തിരിച്ചറിവുണ്ടാവുകയും ചെയ്യുക. അതിന് സാമൂഹികമായാണ് പരിഹാരം നേടേണ്ടത്, അത് ഒരിക്കലും വ്യക്തിപരമായ ഒന്നല്ല. ഇപ്പോൾ ആളുകളെല്ലാം ഒറ്റപ്പെട്ട് കള്ളികളിലാക്കപ്പെടുന്നത് ഈ പുതിയ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. കേരള പഠനം എന്ന പേരിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തിയിട്ടുള്ള രണ്ടാമത്തെ പഠനം, അതിൻ്റെ ഒരു കണ്ടെത്തൽ എന്ന് പറയുന്നത് കേരളം വലിയ തോതിൽ മധ്യവർഗവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെയുള്ള പഠനത്തിൽ കേരളത്തിൻ്റെ ഈ പറയുന്ന മധ്യവർഗത്തിൻ്റെ തോത്, അതുപോലെ തന്നെ അതിന് താഴെയുള്ളവരുടെ തോത്, അതിന് താഴെയുള്ളവരായിരുന്നു കൂടുതലെങ്കിൽ ഇന്ന് മധ്യവർഗം അതിൻ്റെ എണ്ണം വർദ്ധിക്കുകയും അവരുടെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും നാടിൻ്റെ വികസനത്തെയും നാടിൻ്റെ മറ്റ് ചിന്തകളെയും എല്ലാം തന്നെ സ്വാധീനിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഈ മധ്യവർഗം, ഏറ്റവും ഉയർന്ന മധ്യവർഗം ഒരു ന്യൂനപക്ഷമുണ്ട്. ആ ഉയർന്ന മധ്യവർഗത്തിൻ്റെ പട്ടികയിലേക്ക് കടക്കാനുള്ള ഒരു വെമ്പലാണ്. അങ്ങനെ വല്ലാത്ത വിഹ്വലതകളിലാണ് ഓരോ മനുഷ്യനും ഓരോ കുടുംബവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ നിലവിലുള്ളത് സംരക്ഷിക്കുന്നതിനും കൂടുതൽ വെട്ടിപ്പിടിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ആർത്തിയാണ് മനുഷ്യനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആർത്തിയുടെ ഭാഗമായിട്ടാണ്, അതിനെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഈ വിശ്വാസത്തിൻ്റെ ശക്തികൾ, ഈ ചൂഷണത്തിൻ്റെ ശക്തികൾ ഇവിടെ വേരുകൾ ആഴ്ത്തുന്നതെന്ന് കാണാൻ സാധിക്കും. ആ വേരുകൾ എന്ന് പറയുന്നത് അപകടകരമാണ്. കേരളം ഒറ്റപ്പെട്ട തുരുത്തായി, കേരളം ഇന്ത്യക്ക് മാതൃകയായി നിന്നിരുന്നുവെങ്കിൽ നാളത്തെ കേരളത്തിൻ്റെ രാഷ്ട്രീയവും നാളത്തെ കേരളത്തിൻ്റെ സംസ്കാരവും എല്ലാം തന്നെ ഉത്തരേന്ത്യൻ അവസ്ഥയിലേക്ക് തന്നെ പരിണമിക്കാനുള്ള ഒരു സാധ്യത നമ്മൾ കാണണം. അതുകൊണ്ട് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് അഭ്യർത്ഥിക്കാനുള്ളത്, ഇത് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ മുഖ്യ അജണ്ടയാവണം. ഒരു വലിയ പ്രസ്ഥാനം എല്ലാവരും, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, അതുപോലെ തന്നെ സാംസ്കാരിക സംഘടനകൾ എല്ലാവരും അണിനിരന്നുകൊണ്ട് ശാസ്ത്രാവബോധത്തിനായി, അത് നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയിൽ ഉൾപ്പെടെ നമ്മുടെ കുട്ടികളെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള, അല്ലെങ്കിൽ കുട്ടികളെ അടക്കം ഉന്നം വെച്ചുകൊണ്ടുള്ള വിപുലമായ ശാസ്ത്രാവബോധ പ്രസ്ഥാനം രൂപീകരിക്കണം. അതോടൊപ്പം ഈ നിയമം ഏതായാലും അതിൽ നിന്ന് പിൻവാങ്ങാൻ ഗവൺമെൻറ്റിന് പറ്റില്ല എന്നൊരു സാഹചര്യമാണുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ നിയമം വരുന്നതോടുകൂടി അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി, അത് നിയമം കടലാസിൽ ഉണ്ടായാൽ പോരാ, അതുകൂടി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിപുലമായ ഒരു ശാസ്ത്രാവബോധ പ്രസ്ഥാനം രൂപപ്പെട്ടു വരണം എന്നാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് വേണ്ടി ഇവിടെ അഭ്യർത്ഥിക്കാനുള്ളത്. നന്ദി ശ്രീ വി ശ്രീനിവാസൻ. അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നത് ഡോക്ടർ ജിൻറ്റോ ജോൺ, എറണാകുളം DCC ജനറൽ സെക്രട്ടറിയും മാധ്യമ വിഭാഗം തലവനുമാണ്. അദ്ദേഹം ഈ വിഷയത്തിൽ സംസാരിക്കുന്നതിനെ ക്ഷണിക്കുന്നു. ഞാൻ മാധ്യമ വിഭാഗ തലവനല്ല, മാധ്യമ വക്താവാണ്, സെക്രട്ടറിയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങൾ, നിങ്ങൾ ഈ പറഞ്ഞ ഒരു യൂണിവേഴ്സ്, ഞാൻ ചില പുസ്തകങ്ങളൊക്കെ വായിച്ച് അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. എനിക്ക് യുക്തിവാദ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട കുറേ വായനകളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അങ്ങോട്ട് എത്തിയിട്ടുമില്ല, കുറച്ച് ഇപ്പുറത്തേക്ക് പോരുകയും ചെയ്തൊരു പൊസിഷനിലാണ് ഞാൻ. അതിന് എനിക്ക് എൻ്റേതായ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ സാറ് സംസാരിച്ചപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ ശാസ്ത്രാവബോധത്തെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതായത് 51A ആണെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു യുക്തി, ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് ഈ രാജ്യം മറ്റെല്ലാ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരുപാട് മതങ്ങളാലും ജാതികളാലും ഭാഷകളാലും സംസ്കാരങ്ങളാലും ആചാരങ്ങളാലും അനാചാരങ്ങളാലുമൊക്കെ സമ്പന്നമായ ഒരു രാജ്യമാണ്. അപ്പോൾ അങ്ങനൊരു രാജ്യം സ്വതന്ത്രമാകുമ്പോൾ അതിൻ്റെ ഭരണഘടനയിൽ കൃത്യമായിട്ട് അതുമായി ബന്ധപ്പെട്ട
ഒരു ശാസ്ത്ര അവബോധത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടാകണമെന്ന് ഭരണഘടനാ ശില്പികൾക്ക് തോന്നിയിട്ടുണ്ടാകണം. പ്രത്യേകിച്ച് അംബേദ്കർക്കും നെഹ്റുവിനൊക്കെ തോന്നിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുക. അല്ലെങ്കിൽ അങ്ങനെ വരാൻ സാധ്യതയില്ല. അങ്ങനെ ഉണ്ടായിട്ട് പോലും നമ്മുടെ രാജ്യത്ത് ഭരിക്കുന്നവർ തന്നെ ഏറ്റവും വലിയ അനാചാരത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും പ്രചാരകരായി മാറുന്നൊരു കാലമാണ്. കേരളത്തിൽ പോലും. അപ്പോൾ ഞാനൊരു ഈശ്വരവിശ്വാസിയാണ്, പള്ളി പോകുന്ന ആളാണ്, പ്രാർത്ഥിക്കുന്ന ആളാണ്. അപ്പോൾ പോലും നമ്മളൊക്കെ ബഹുമാനിക്കുന്ന വേറെ കുറേ ആളുകളുണ്ട്. അത്തരം ആളുകൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് മതവിശ്വാസത്തിനെതിരെയും അത്തരം കാഴ്ചപ്പാടിനെതിരെയും പറയുന്ന ആളുകൾ കബഡി നിരത്തുന്ന ആളുകളെ കാണാൻ പോകുന്നു എന്ന് പൊതുസമൂഹത്തിൽ പറയുമ്പോൾ അത് കൊടുക്കുന്ന ഒരു സന്ദേശം തെറ്റാണ്. അപ്പോൾ നമ്മൾ ഈ മനുഷ്യരായിട്ട് ഇടപഴകേണ്ട എന്നല്ല, നമ്മൾ ഇടപെടുന്ന ഓരോ കാര്യവും പൊതുസമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം ഒരു അപകടമാണ്. ഏറ്റവും അവസാനം നടന്ന അയ്യപ്പ സംഗമം ഉൾപ്പെടെ, കുംഭമേളയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രധാനമന്ത്രി ഉൾപ്പെടെ, ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പുതിയ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നടന്നതിൻ്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ ഈ രാജ്യത്തെ മനുഷ്യർക്ക് സയൻറ്റിഫിക് ടെമ്പറിൽ നിന്ന് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങളിലേക്കും തിരിച്ചു നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണോ ജീവിക്കുന്നതെന്ന് സംശയം തോന്നിപ്പോൾ. ഞാൻ പറയുകയാണ്, ഞാനൊരു ദൈവവിശ്വാസിയാണ് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ദൈവം ഉണ്ടോ ഇല്ലേ എന്നുള്ള തർക്കങ്ങളൊക്കെ നടക്കുന്ന വലിയ തർക്കങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ തന്നെ ഒരു റീസൺ ഞാൻ കാണുന്നത്, എനിക്ക് മറ്റൊരു മനുഷ്യനോടും പങ്കുവയ്ക്കാൻ പറ്റാത്ത ചില വിഹ്വലതകൾ, എൻ്റെ ചില ആശങ്കകൾ, എൻ്റെ അഭിപ്രായങ്ങൾ അതൊരു മനുഷ്യനുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ ചിലപ്പോൾ ഒത്തിരി കൺഫ്രണ്ടേഷൻസൊക്കെ ഉണ്ടാകും. അപ്പോൾ എനിക്ക് പറയാനൊരു ആശ്രയം എന്നുള്ള രീതിയിൽ ഞാൻ ചെറുപ്പം മുതൽ ശീലിച്ചു വന്നിട്ടുള്ളതാണ്. ആ ശീലങ്ങൾ മാറ്റപ്പെടുന്നത് വരെ അതിൽ കുറേ കൂടി തെളിമയുണ്ടായി വരും എന്നുള്ളതിനപ്പുറം അത് പാടെ ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റിയെന്ന് വരില്ല. അപ്പം ഞാൻ മനസ്സിലാക്കുന്ന അന്ധവിശ്വാസ നിരോധനം നിയമം തീർച്ചയായിട്ടും വേണ്ടത് തന്നെയാണ്. പക്ഷേ ഈ അന്ധവിശ്വാസങ്ങളെ നിരോധിക്കുന്ന നിയമങ്ങളുള്ള കുറേ സംസ്ഥാനങ്ങളുടെ എണ്ണം നിങ്ങൾ വായിച്ചു. ബീഹാർ, ജാർഖണ്ഡ്, കർണാടക, മഹാരാഷ്ട്രയൊക്കെ. ഈ നിയമങ്ങൾ കൊണ്ട് അന്ധവിശ്വാസങ്ങൾ ഇല്ലാതായോ? ഞാൻ വിചാരിക്കുന്ന അന്ധവിശ്വാസങ്ങൾ ഇല്ലാതാക്കപ്പെടണമെങ്കിൽ, വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിലുള്ള എൻ്റെ കുറേ സംശയങ്ങളുണ്ട്. എന്നാൽ പോലും അന്ധവിശ്വാസമെന്ന് നമ്മൾ പൊതുവിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കപ്പെടണമെങ്കിൽ നിയമങ്ങൾ ഉണ്ടായാൽ മാത്രം പോരാ, ശാസ്ത്ര സാക്ഷരത കൂടി ഉണ്ടാകണമെന്ന് ഞാൻ വിചാരിക്കുക. ആകാശത്തേക്ക് ഒരു റോക്കറ്റ് വിടുമ്പോൾ അതിന് തൊട്ട് മുമ്പ് ഇതുണ്ടാക്കിയ ശാസ്ത്രജ്ഞന്മാർ തേങ്ങ ഉടയ്ക്കുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ നമുക്കതിലൊരു യുക്തിക്കുറവ് തോന്നുന്നുണ്ട്. പക്ഷെ അപ്പോൾ പോലും അവരെ ഇതൊക്കെ നിർമ്മിക്കാൻ അവർക്ക് ശേഷി കൊടുക്കുന്ന ഒരു വിശ്വാസം, അത് ദൈവവിശ്വാസമെന്ന് അവർ പറയുമ്പോൾ അതിനെ മാനിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അതിനപ്പുറത്ത് ഈ തേങ്ങ ഉടച്ചിട്ട് പോയ എല്ലാ റോക്കറ്റും വിജയകരമായിരുന്നില്ല. മനസ്സിലായോ? തേങ്ങ ഉടയ്ക്കാതെ പോയ റോക്കറ്റ് വിജയമാണോ എന്ന് അറിയണമെങ്കിൽ ഒരെണ്ണം തേങ്ങ ഉടയ്ക്കാതെ വിട്ടാലേ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഇത്തരം ഒത്തിരി ഒരു സംശയങ്ങളിലേക്ക് നമ്മുടെ പൊതുസമൂഹത്തിൽ എത്തിക്കുക. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിൽ എനിക്ക് ഭയങ്കര സംശയമാണ്. ഇതെവിടെയാണ് ഇതിൻ്റെ ഒരു അതിര് തീരുമാനിക്കപ്പെടുകയാണ്? ഇപ്പം നമ്മളെല്ലാവരും ചെരുപ്പ് ധരിച്ചിട്ടാണ് യാത്ര ചെയ്യുന്നത്. വീട്ടിലെത്തുമ്പോൾ നമ്മൾ ചെരുപ്പ് പടിയിൽ ഇട്ടിട്ട് ചെരുപ്പിടാതെ അകത്തോട്ട് കയറുന്നു. അത് എന്തുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കുമ്പോൾ അതൊരു പണ്ട് കാലത്തൊക്കെ ആളുകൾ കാല് കഴുകുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കാല് വൃത്തിയായിട്ട് അകത്താണ്. അത് അന്ധവിശ്വാസമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ വിചാരിക്കുന്നത് അതൊരു നല്ല ശീലമായിട്ട് ഞാൻ കാണുന്നത്. കാല് വൃത്തിയായിട്ട് പെരക്കകത്തോട്ട് കയറുക എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് കൊണ്ടുവന്ന് അഴുക്കൊന്നും കേട്ടിട്ടുണ്ടെന്നാണ്. അതാണ് ഞാൻ വിചാരിക്കുന്നത്, അഴുക്കൊന്നും കൊണ്ടുവരണ്ടെന്ന്. പക്ഷെ കാല് കഴുകിയേ പ്രവേശിക്കാവൂ എന്ന് ആരെങ്കിലും നിർബന്ധം പിടിക്കുമ്പോൾ അത് അന്ധവിശ്വാസമായിട്ട് മാറും. അവിടെയാണ് പ്രശ്നം. ഒരു ശീലം അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാതെ അത് നിർബന്ധമായിട്ട് അടിച്ചേൽപ്പിച്ചുകൊണ്ട് അത് പിന്നെ എല്ലാവരും തുടരുമ്പോൾ അത് അന്ധവിശ്വാസമാണ്. മറ്റൊരാൾ ഇലയ്ക്കകത്ത് ഉരുളുമ്പോൾ മോക്ഷം കിട്ടുമെന്ന് പറയുന്നത് അന്ധവിശ്വാസമെന്ന് തിരിച്ചറിയാൻ വലിയ ശാസ്ത്രബോധമൊന്നും വേണ്ട. കവളിലൂടെയും നാവിലൂടെയും ശൂലം കുത്തിക്കയറ്റിയിട്ട് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം കിട്ടുമെന്ന് പറയുന്നത് അത് അന്ധമാണെന്ന് മനസ്സിലാക്കാൻ വലിയ ലോജിക്കൊന്നും വേണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഗരുഡൻ തൂക്കം നടത്തുമ്പോഴും ദൈവം പ്രസാദിക്കുമെന്ന് പറയുമ്പോൾ അത് അന്ധവിശ്വാസമാണെന്ന് പറയുന്നതിന് വലിയ ശാസ്ത്രാവബോധം വേണമെന്നില്ല, സാമാന്യ ബോധം മതി. ഈ സാമാന്യ ബോധത്തിൽ നിന്ന് എവിടെയായി പ്രശ്നം വരുന്നത്? നമുക്കും മറ്റൊരാൾക്കും. എനിക്കിങ്ങനെയൊക്കെ ഇതിനെക്കുറിച്ച് പറയാൻ അറിയുള്ളൂ, അതുകൊണ്ട് ഞാൻ ഈ ഒരു ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്. എൻ്റെ അപ്പൻ ഒരു പള്ളി പോകാത്ത ആളും
പതിറ്റാണ്ടുകളായിട്ട് മതവിശ്വാസങ്ങളോട് എതിർപ്പുള്ള ഒരാളും ഒക്കെയാണ്. അപ്പോൾ പോലും ഞങ്ങൾ തമ്മിൽ എപ്പോഴും ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ ഇത് എനിക്ക് മനസ്സിലായത്, എനിക്കും മറ്റൊരാൾക്കും, എൻ്റെ സമൂഹത്തിനും ഞാൻ ജീവിക്കുന്ന പ്രകൃതിക്കും ദോഷമാകുന്ന ഏത് പ്രവൃത്തിയും, അത് ദൈവത്തിൻ്റെ പേരിലായാലും രാഷ്ട്രീയത്തിൻ്റെ പേരിലായാലും മതത്തിൻ്റെ പേരിലായാലും, അത് അന്ധവിശ്വാസം. എനിക്ക് എന്നെ കേൾക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ എതിർക്കുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരിലായതുകൊണ്ട് കൊല്ലാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് അന്ധവിശ്വാസം. ഞാൻ മറ്റൊരു മതത്തിൽപ്പെട്ട മനുഷ്യനെ എനിക്ക് കൊന്നാലും കുഴപ്പമില്ല, എനിക്ക് സ്വർഗം കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അന്ധവിശ്വാസം. ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി കൊണ്ട് എൻ്റെ ശരീരത്തിനോ എൻ്റെ മനസ്സിനോ എന്നെ കാണുന്ന മറ്റൊരാൾക്കോ ദ്രോഹമുണ്ടാകുന്നുണ്ട്, വിഷമമുണ്ടാകുന്നുണ്ട്, ദുഃഖമുണ്ടാകുന്നുണ്ടെങ്കിൽ ആ ദുഃഖഹേതു അന്ധവിശ്വാസമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതാണ് എൻ്റെ വിചാരം. എനിക്ക് നിങ്ങൾ കറക്റ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ധാരണയിൽ. തെറ്റുണ്ടെങ്കിൽ പെശകുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം ഈ ഇതിനെക്കുറിച്ച് അധികമൊന്നും എനിക്ക് അങ്ങനെ ഒരു അറിവില്ല. ഇനി അടുത്തത് എനിക്ക് മനസ്സിലായത്, ഈ ഇന്ത്യ ഒരു ഫെഡറൽ സ്റ്റേറ്റാണ്. ഇപ്പോൾ ഈ അന്ധവിശ്വാസ നിരോധന നിയമം എന്തുകൊണ്ട് സാധ്യമാകുന്നില്ല എന്ന് ചോദിച്ചാൽ, പച്ചയ്ക്ക് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ഭയം കൊണ്ട് തന്നെയാണ്. ഏതാ വിശ്വാസം ഏതാ അന്ധവിശ്വാസം എന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തൊരു പ്രയാസമാണ്. അതൊരു ദൗർബല്യമായിട്ട് കാണണം. പക്ഷേ ഇന്ത്യ ഒരു ഫെഡറൽ സ്റ്റേറ്റാണ്. ഫെഡറൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ വിവിധ സംസ്ഥാനങ്ങളെ ഉൾപ്പെടുന്ന ഒരു രാജ്യം എന്നുള്ളത് മാത്രമല്ല, വിവിധ വിഭാഗങ്ങളിലും സംസ്കാരങ്ങളിലും പെട്ട മനുഷ്യരെ കൂടി ഉൾക്കൊള്ളുന്ന. ഇപ്പം നമ്മളെപ്പോലെ തന്നെ ഉള്ള ആളുകളല്ല. ഇപ്പോൾ ചോലനായിക്കരുണ്ട്, ഗുഹാനിവാസികളാണെന്നാണ് പറയാം, ഏഷ്യയിലെ ആകെ അവശേഷിക്കുന്നു. അവരെ നമ്മൾ നമ്മുടെ ഫെഡറൽ സ്റ്റേറ്റിലേക്ക് ചേർക്കുമ്പോൾ അവരുടെ പല ആചാര രീതികളും നമുക്ക് അന്ധമാണെന്ന് തോന്നാം, ലോജിക്കലല്ലെന്ന് തോന്നാം. അപ്പോൾ അവരെ ഇങ്ങ് ചേർക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ആദിവാസികളെ, ദളിത്സിനെ, അങ്ങനെ പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളുമായിട്ട് അടിച്ചമർത്തപ്പെട്ട മനുഷ്യരെയൊക്കെ നമ്മൾ ഒരു മുഖ്യധാരയിലേക്ക് ചേർക്കാൻ നോക്കുമ്പോൾ അവരുടെ പ്രയാസങ്ങളിൽ അവർ അഭയം കണ്ട വിശ്വാസ രീതികൾ, അവരുടെ ശീലങ്ങൾ, ആ ശീലങ്ങൾ അന്ധമാണെന്ന് പറഞ്ഞ് തള്ളിയിട്ട് അവരെ നമ്മുടെയിലേക്ക് ചേർക്കുന്നതിന് മുമ്പ് നമ്മൾ അവരെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് അതിലെ ശരികേടുകൾ, അതിലെ നീതികേടുകൾ, അതിലെ മനുഷ്യത്വ വിരുദ്ധത, അതിലെ പ്രകൃതി വിരുദ്ധത, അതിലെ സങ്കട കാരണങ്ങളായിട്ടുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ചിട്ട് അവർക്ക് സാക്ഷരത നൽകുക എന്നുള്ളതാണ്. ആദ്യമേ തന്നെ ഇതെല്ലാം നമ്മൾ നിഷേധിക്കുമ്പോൾ അയാളും ഞാനും രണ്ട് അതിരിലേക്ക് മാറിപ്പോവുക. അതിന് പകരം അവരുടെ ശീലങ്ങൾ എന്തുകൊണ്ടുണ്ടായി, അവർ ഇത്തരം വിശ്വാസങ്ങളിലേക്ക് എങ്ങനെ വന്നു എന്ന് പഠിച്ചിട്ട് അവരെ കൂടി ഉൾക്കൊണ്ടൊരു ഡിബേറ്റ് വരുമ്പോഴാണ് കുറേ ആളുകളെ നമ്മൾക്ക് മാറ്റാൻ പറ്റുള്ളൂ. കേരളം നവോത്ഥാനത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന, അഭിമാനിക്കുന്ന ആളുകളാണ് നമ്മൾ. പക്ഷേ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നരബലി നടന്നതിനെക്കുറിച്ചിട്ടും, സ്വന്തം അപ്പൻ മരിച്ചോ എന്ന് ഉറപ്പാക്കുന്നതിന് മുമ്പ് സമാധി ഒരുക്കുകയും ആ സമാധിയിൽ കെട്ടിപ്പിടിച്ച് കരയുന്ന കുറേ ആളുകളും അവിടെ അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാർച്ച് നടത്തുന്നത് നമ്മൾ കണ്ടത്. ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ പറ്റുന്ന രീതിയിൽ ആൾക്കൂട്ടങ്ങൾ പറയുന്നത് എന്തും അത് വിശ്വാസമായിട്ട് മാറുക. നാളെ എൻ്റെ പിതാവ് അവശ നിലയിലാകുമ്പോൾ അദ്ദേഹം പോയി ഒരു മരച്ചോട്ടിലിരുന്നു, എനിക്ക് തോന്നുകയാണ് സമാധിയായി, ഞാൻ നാളെ ഒരു കല്ലറ പണിത് അതിനകത്ത് ഇരുത്തിയിട്ട് പറയാം എൻ്റെ പിതാവ് സമാധിയായി, നമ്മൾ പൂജ അങ്ങ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയുണ്ടല്ലോ, എല്ലാ വിശ്വാസങ്ങളുടെയും, എല്ലാ മതവിശ്വാസങ്ങളുടെയും, ആചാരങ്ങളുടെയും, അനുഷ്ഠാനങ്ങളുടെയും അപ്പുറത്ത് നമ്മുടെ ശാസ്ത്രാവബോധവും അതിനേക്കാൾ മുകളിൽ ഈ രാജ്യത്ത് നിയമവും ഭരണഘടനയും വിഭാവനം ചെയ്യുന്ന കുറേ അവകാശങ്ങളും മൂല്യബോധങ്ങളും ഉണ്ട്. അതിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന എല്ലാത്തിനെയും നമുക്ക് അഡ്രസ്സ് ചെയ്യണം. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. കുംഭമേള നടത്താൻ ഈ രാജ്യത്തിൻ്റെ ഭരണകർത്താക്കൾ നേതൃത്വം കൊടുക്കുന്നു. അത് ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും മതവിശ്വാസത്തിൻ്റെയും ഭാഗമാണെങ്കിൽ അത്തരം ആളുകൾ അത് നടത്തേണ്ടത്. ഈ ഭരണകർത്താക്കൾ അതിന് നേതൃത്വം കൊടുക്കുമ്പോൾ അതിനെ സാധൂകരിക്കപ്പെടുക. ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തുന്നത് പോലും നമ്മളൊക്കെ വിചാരിക്കുന്ന ലോജിക്കിനപ്പുറത്തേക്ക് പോവുക, താൽക്കാലിക ലാഭത്തിന് വേണ്ടിയിട്ട്. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും കോൺഗ്രസോ CPM ഓ BJP യോ രാഷ്ട്രീയ പാർട്ടികൾക്ക് താൽക്കാലിക ലാഭത്തിന് അതീതമായിട്ട് ദീർഘകാല അടിസ്ഥാനത്തിൽ കുറേ കൂടി ശാസ്ത്ര അവബോധത്തിലേക്ക് പോകണമെന്ന് ഞാൻ വിചാരിക്കുക. കാരണം നമ്മളോട് ശാസ്ത്ര അവബോധത്തെക്കുറിച്ചിട്ട് മുൻപ് പറഞ്ഞു തന്ന ആളുകളൊക്കെ ഇന്ന് അന്ധവിശ്വാസത്തിൻ്റെയും കവടി നിറത്തിൻ്റെയും ഒക്കെ നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. വലിയ ബുദ്ധിമുട്ടാണ്. മനുഷ്യൻ ഒരു കറുത്ത ഉടുപ്പിട്ടാൽ എന്തോ ദോഷം സംഭവിക്കുമെന്ന് രാജ്യം ഭരിക്കുന്നവർ വിചാരിക്കുക. കറുത്ത
പൂച്ച വട്ടം ചാടിയാൽ അപകടം സംഭവിക്കത്രേ. അപകടം പൂച്ചയ്ക്കാ. വണ്ടി ഇടിച്ചാൽ പൂച്ച ചത്തുപോകും. നമുക്ക് എന്താ അപകടം പറ്റുക? ഒരു കറുത്ത കാറ് വാങ്ങിയാൽ ദുശകുനമാണെന്ന് പറയുക. വെള്ളിയാഴ്ചയും 13-ാം തീയതിയും ദുശകുനമാണെന്ന് പറയുക. അങ്ങനെ പേടിക്കുന്ന മന്ത്രിമാരൊക്കെ ഉണ്ട് ഇന്ന് കേരളത്തിൽ. നമ്മൾ വിചാരിക്കും വലിയ ശാസ്ത്ര അവബോധമുള്ള ആളുകളത്. വലിയ തെറ്റിദ്ധാരണയുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇതല്ല എന്ന് കാണിക്കാൻ നമുക്ക് ജീവിച്ച് കാണിക്കാനേ പറ്റുള്ളൂ. ഇപ്പോൾ ഞാനും എൻ്റെ വീട്ടിലെ എല്ലാ അംഗങ്ങളും ഒരുപോലെയുള്ള വിശ്വാസധാരയിലുള്ള ആളുകളായിരിക്കില്ല. ഞാൻ പള്ളിയിൽ പോകുന്നു, അതിന് എൻ്റേതായ ചില കാരണങ്ങളുണ്ട്. അതേപോലെ തന്നെ അതേ തീവ്രതയോടെയല്ല എൻ്റെ ജീവിത പങ്കാളി പള്ളിയിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും. അവർക്ക് ചിലപ്പോൾ കുറേ കിലോമീറ്ററുകൾ അപ്പുറമുള്ള ഒരു പള്ളിയിൽ പോയി മാതാവിനോട് പ്രാർത്ഥിക്കുകയും നേർച്ച നടത്തുമ്പോൾ തൃപ്തി കിട്ടുന്നുണ്ടാവും. ഈ മനുഷ്യൻ്റെ തൃപ്തി, അത് എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഇതിനെ ആ രീതിയിൽ ശാസ്ത്രീയമായിട്ട് അഡ്രസ്സ് ചെയ്യാത്തതുകൊണ്ടാണ്. നമ്മളെല്ലാവരും 97% ആളുകളെ കാണാതെ 3% ആളുകളെയും അതിസമ്പന്നന്മാരെയും സകല സൗഭാഗ്യങ്ങളിലും ജീവിക്കുന്ന ആളുകളെ കാണുക. അതുപോലെ ആകാൻ വേണ്ടി നോക്കുമ്പോൾ ഇത് എളുപ്പത്തിൽ തരുന്ന ലോട്ടറി ഏജൻ്റാണ് ദൈവമെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഈ പറയുന്നത് മുഴുവൻ അനുവർത്തിക്കുക. എൻ്റെ ജീവിതത്തിൽ എന്ത് അനുഭവപ്പെട്ടു എന്ന് തോന്നിയ പറയാൻ പറ്റണം. അത് പറയാൻ എങ്ങനെയാണ് പറ്റുക? ഏറ്റവും വലിയ അത്ഭുതം, ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനായിട്ട് സംസാരിക്കുമ്പോൾ അഭിപ്രായത്തിൽ മാറ്റം സംഭവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്നോട് സംസാരിക്കുന്ന കാര്യത്തിൽ ഒരു ശരിയുണ്ടെന്ന് എനിക്ക് തോന്നുമ്പോൾ അത് എൻ്റെ ലോജിക്കുമായിട്ട് കണക്ട് ചെയ്തിട്ട് എനിക്ക് നിങ്ങൾ പറഞ്ഞത് ശരിയെന്ന് തോന്നി എൻ്റെ അഭിപ്രായത്തിൽ ഒരു മാറ്റം വരുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ മനുഷ്യൻ്റെ മനസ്സിനുണ്ടാകുന്ന മാറ്റമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് ഞാൻ വിചാരിക്കുക. അതിനപ്പുറത്തെ അത്ഭുതങ്ങൾ, ഇപ്പോൾ ആളുകൾ മാജിക്ക് കാണിക്കുന്നുണ്ട്, ആൾ ദൈവങ്ങളുണ്ട്. ഇന്ന് മരിച്ച ആൾ ദൈവം 2000 കൊല്ലം കഴിഞ്ഞ് അത് ദൈവമായിട്ട് മാറില്ല എന്ന് ആര് പറഞ്ഞു? അപ്പോൾ ശ്രീനാരായണ ഗുരു കണ്ണാടിയാണ് അവസാനം പ്രതിഷ്ഠിച്ചത്, അല്ലേ? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അല്ലേ? ഈ കണ്ണാടി എന്തുകൊണ്ട് പ്രതിഷ്ഠിച്ചു എന്ന് ചോദിച്ചാൽ എൻ്റെ വിശ്വാസം അന്ധവിശ്വാസത്തിൻ്റെ കണക്ഷൻ അവിടെ കിടക്കുന്നത്. ആദ്യം ശിവപ്രതിഷ്ഠയാണ് നടത്തിയത്, അല്ലേ? ഇത് നിങ്ങളുടെ അല്ല, ഇത് ഞങ്ങളുടെ ശിവനാന്ന് പറയും. ഇത് അധകൃതൻ്റെ, അവഗണിക്കപ്പെട്ടവൻ്റെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ്റെ ശിവനാണ്. അതെന്തുകൊണ്ടാണ് ശിവപ്രതിഷ്ഠ ആദ്യം നടത്തിയത്? ആ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്ക് അവർക്ക് പകരം ആരാധിക്കാൻ ഒരു ആരാധന മൂർത്തി വേണമായിരുന്നു. ആദ്യം ഒരു മൂർത്തിയെ കൊടുത്തു. അത് കഴിഞ്ഞ് ഓരോ ഘട്ടത്തിലും വെളിച്ചം പകർന്ന് കൊടുത്ത് അവസാനം കണ്ണാടി വെച്ചു. കണ്ണാടിയാണ് ഏറ്റവും അവസാനം വെച്ചത്. ആ കണ്ണാടിയിൽ നോക്കുമ്പോൾ നീയാണ് നിൻ്റെ ദൈവമെന്നുള്ള തിരിച്ചറിവ് കിട്ടണം. ഇന്ന് ആ ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ അഭിമാനിക്കുന്ന ആളുകളെ ഈ കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയവാദവും വൃത്തികേടുകളൊക്കെ പറയുന്നത്. നമ്മൾ എങ്ങനെ ഇതൊക്കെ സഹിക്കുക? അദ്ദേഹമാണ് നവോത്ഥാന സമിതിയുടെ സംസ്ഥാന ചെയർമാൻ. മനസ്സിലായില്ലേ? നവോത്ഥാനമായി, പൂർത്തിയായി. അപ്പോൾ നമ്മളെങ്ങനെയാണ് ഇത്തരം ആളുകൾ നവോത്ഥാന സമിതിയുടെ ചെയർമാൻ സ്ഥാനത്തിരിക്കുന്ന ഒരു കേരളത്തിൽ പരിഷ്കൃത സമൂഹമെന്നും അതുപോലെ പ്രബുദ്ധ സമൂഹമെന്നും അഭിമാനപ്പെട്ടുകൊണ്ട് നരബലിയെ എങ്ങനെ വിമർശിക്കും? നരബലി നടത്തിയ മനുഷ്യൻ വലിയ തീവ്രതയോടെ മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങൾ പറഞ്ഞ ഹൈക്കു കവിതകൾ എഴുതിക്കൊണ്ടിരുന്ന ആളാണ്. നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ? ഞാൻ എൻ്റെ സ്വകാര്യതയിൽ എന്ത് ചെയ്യുന്നത് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ എന്ത് ചെയ്തത് എനിക്കറിയാമോ? നമ്മൾ പുറമോടിയിലെ ആളുകളുടെ പെരുമാറ്റ രീതി കണ്ടിട്ട് ഇതാണെന്ന് വിചാരിക്കുക. ഈ വിശ്വാസങ്ങളൊക്കെ അന്ധവിശ്വാസങ്ങളാണെന്ന് തോന്നുന്നത് എപ്പോഴാണെന്നറിയോ? നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ ഒരു ക്രൈം ചെയ്തു എന്ന് പൊതുവിൽ ബോധ്യപ്പെടുകയും നിയമം ശിക്ഷിച്ചിട്ട് പോലും അയാൾ അങ്ങനെ ചെയ്തില്ല എന്ന് നമ്മൾ അന്ധമായിട്ട് വാദിക്കുന്നത് പോലും അന്ധവിശ്വാസമാണ്. ബിൽക്കിസ് ബാനു എന്ന് പറഞ്ഞ സ്ത്രീയെ, അവരുടെ ചെറിയ കുട്ടിയെ തറയിലടിച്ചു കൊന്ന് പൂർണ്ണ ഗർഭിണിയെ റേപ്പ് ചെയ്ത് അവരുടെ കുടുംബത്തെ മുഴുവൻ കൊന്നുകളഞ്ഞ മനുഷ്യർ കുറ്റം ചെയ്തില്ല എന്ന് ഇപ്പോഴും വാദിക്കുന്നത് അന്ധവിശ്വാസമല്ലേ? അപ്പോൾ ഈ അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ മതങ്ങളുമായി ബന്ധപ്പെട്ടത് മാത്രമല്ല, ഇത് ആത്യന്തികമായിട്ട് അധികാരവുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് അധികാരമില്ലാത്തത് കൊണ്ട് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നു. അധികാരത്തിലുള്ളവർ ഭയപ്പെടുന്നത്, ആളുകൾ ചോദ്യം ചെയ്യുന്നതിനെ ഭയപ്പെടുക. ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റാതെ വരുമ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാകുക. ഞാൻ സെമിനാരിൽ പോയ ഒരാളാണ്, കുറച്ച് കാലം കഴിഞ്ഞ് തിരിച്ചു വന്ന. അത് മോശപ്പെട്ട സ്ഥലമായതുകൊണ്ടല്ല. എനിക്ക് എത്ര മിനിറ്റ്? 1 മിനിറ്റ് 2 മിനിറ്റ്? ഓക്കെ. ഞാൻ മോശപ്പെട്ട ഇടമായതുകൊണ്ടല്ല, എൻ്റെ വഴി വേറെ ഒരു വഴിയാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് ഞാൻ തിരിച്ചു പോരുക. അപ്പോൾ പോലും ഞാൻ മനസ്സിലാക്കുന്ന ഒരു ക്രിസ്തു ഈ പറഞ്ഞ കരിസ്മാറ്റിക് ധ്യാന യോഗങ്ങളിൽ ഈ ബഹളങ്ങളിൽ കാണുന്ന ക്രിസ്തുവല്ല. ഞാൻ ക്രിസ്തുവിനെ കാണുന്നത്, ക്രിസ്തു പോലും സ്വയം പറഞ്ഞത് ദൈവപുത്രൻ എന്ന, മനുഷ്യരോട് ഇണങ്ങി, മനുഷ്യരോട് ഇടപഴകി, മനുഷ്യരെ മനസ്സിലാക്കി ജീവിക്കുന്ന ഓരോ മനുഷ്യനും ദൈവപുത്രൻ എന്ന് അഡ്രസ്സ് ചെയ്യപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആരാ ദൈവം? നമ്മുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം നൽകുന്ന, നമ്മുടെ സങ്കടങ്ങൾക്ക് അറുതി വരുന്ന ഒരു മൂർത്തി ഉണ്ടെന്നാണല്ലോ എല്ലാ മതങ്ങളും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ സങ്കടങ്ങൾക്ക് അറുതി വരുന്നത്, എനിക്ക് ഇപ്പോൾ വിശക്കും ഒരു ഭക്ഷണം തരുന്ന മനുഷ്യൻ എൻ്റെ ദൈവമാണ്.
കുറച്ച് കഴിഞ്ഞ് എനിക്ക് ദാഹിക്കുമ്പോൾ വെള്ളം തരുന്ന മനുഷ്യൻ എൻ്റെ ദൈവമാണ്, എനിക്ക് ഉടുക്കാൻ വസ്ത്രം തരുന്നവൻ എൻ്റെ ദൈവമാണ്. അപ്പം ദൈവം ആകാശങ്ങളുടെ ഉന്നതങ്ങളിലായി ഇരിക്കുന്നതെന്ന് പറയുന്നത് എളുപ്പത്തിൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു സൂചനയും കൂടിയാണ്. തൊട്ടടുത്തുള്ള ലാസറിനെ ഒരു ധനവാൻ്റെ പടിക്കെട്ടിന് പുറത്ത്, ധനവാൻ നീതിമാനായിരുന്നു, നന്നായി ജീവിച്ചു, നിയമവും നീതിയും പറയുന്ന പോലെ ജീവിച്ചു, മരിച്ച് സ്വർഗത്തിൽ ചെല്ലാൻ നേരത്ത് സ്വർഗത്തിൻ്റെ കവാടത്തിലെത്തിയപ്പോൾ ധനവാനിന് നരകവും തൊട്ടടുത്ത മതിൽക്കെട്ടിൻ്റെ പുറത്ത് കിടന്ന രോഗിയായ ലാസറിന് സ്വർഗവും കൊടുത്തു. ധനവാൻ പരാതിപ്പെടുകയാണ്. യേശു പറഞ്ഞ ഉപമയാണ്. ഇതെല്ലാ ക്രൈസ്തവരും ഇത് കേൾക്കുന്നുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല, കേട്ടിട്ടുണ്ടോയെന്നും അറിയില്ല. യേശു പറഞ്ഞത് എന്തുകൊണ്ട് ധനവാൻ സ്വർഗത്തിൽ പോയില്ലെന്ന് ഇയാൾ ആർഗ്യൂ ചെയ്യാം. ഞാൻ എന്തുകൊണ്ട് സ്വർഗത്തിൽ വന്നില്ല? ഞാൻ നീതിപൂർവ്വമല്ലേ, നിങ്ങൾ പറഞ്ഞ നിയമങ്ങളനുസരിച്ചിട്ടല്ലേ, മതം പാലിച്ചല്ലേ ജീവിച്ചതെന്ന്. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞ ഉത്തരം, നീ എല്ലാം നീതിപൂർവ്വം ചെയ്തു. നിൻ്റെ മതിലിന് പുറത്ത് അർഹതപ്പെട്ട ഒരുത്തൻ പട്ടിണി കിടന്നപ്പോൾ, അവൻ രോഗിയായി കിടന്നപ്പോൾ, നിൻ്റെ വീട്ടിലെ നായ്ക്കുട്ടിക്ക് കൊടുത്ത ആ ഭക്ഷണം പോലും നീ ആ ലാസറിന് കൊടുത്തില്ല. അർഹതപ്പെട്ടവനെ കാണാതെ നടത്തുന്ന എല്ലാ പൂജകളും, എല്ലാ നിഷ്ഠകളും, എല്ലാ ആചാരങ്ങളും അന്ധവിശ്വാസമാണ്. അത് രാഷ്ട്രീയത്തിലായാലും മതത്തിലായാലും അർഹതപ്പെട്ട മനുഷ്യരെ ചേർത്ത് നിർത്താൻ പറ്റാത്തതൊക്കെ അന്ധവിശ്വാസമാണെന്നാണ് ഞാൻ തിരിച്ചറിയുന്നത്. നന്ദി ശ്രീ ജിൻഡോ ജോൺ. അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നത് ജോഷി ഡോൺ ബോസ്കോ, പുരോഗമന കലാസാഹിത്യ സംഘം. വേദിയിലുള്ള ബഹുമാന്യമായിട്ടുള്ള മോഡറേറ്റർ, സഹ പാനലിസ്റ്റുകളെ, പ്രിയപ്പെട്ട യുക്തിവാദ പഠന കേന്ദ്രത്തിൻ്റെ പ്രിയങ്കരായ പ്രവർത്തകരെ, വളരെ പരിമിതമായ 15 മിനിറ്റുകളാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൻ്റെ ഒരു സമഗ്രമായിട്ടുള്ള രൂപം, അതിൻ്റെ ഒരു ബിൽഡപ്പിലോടുകൂടി അവതരിപ്പിച്ച് എത്തിക്കാൻ പറ്റുമെന്ന് അതിനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ചുരുങ്ങിയ 15 നിമിഷത്തിൽ ചില അടുക്കും ചിട്ടയും ഇല്ലാതെ ആണെങ്കിൽ പോലും ചില ചിതറിയ ചിന്തകൾ പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം കേരളം തിരസ്കരിക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ളതാണ് കൃത്യമായിട്ട് ഈ വിഷയത്തിൻ്റെ ഇന്നത്തെ ചർച്ചയുടെ വിഷയം. സമയപരിമിതി കൊണ്ട് എൻ്റെ തൊട്ടുമുമ്പ് സംസാരിച്ച കോൺഗ്രസിൻ്റെ നേതാവ് ഇപ്പോൾ സമകാലീന കേരള സാഹചര്യത്തിൽ ഇടതുപക്ഷ നേതാക്കളെ ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചില ആരോപണങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി. ഞാൻ അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കാൻ ഈ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് തുനിയുന്നില്ല, അതിന് സാഹചര്യമില്ല. അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമത്തെ പൂർണ്ണമായി പിന്തുണക്കുന്ന ഒരാളാണ് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പുരോഗമന കലാസാഹിത്യ സംഘം അതിൻ്റെ കഴിഞ്ഞ കണ്ണൂർ സമ്മേളനത്തിൽ ഈ നിയമം നടപ്പാക്കണമെന്ന് ഒരു പ്രമേയത്തിലൂടെ കേരള സർക്കാരിനോട് ശക്തമായി ആവശ്യപ്പെട്ടതുമാണ്. തുടർന്ന് ഈ നിയമനിർമ്മാണത്തിന് സഹായകമായ പ്രചരണ പരിപാടികൾ ഞങ്ങൾ സംസ്ഥാനം മുഴുവൻ നടത്തി വരികയുമാണ്. ഇതാണ് സ്ഥിതിഗതികളെങ്കിൽ പോലും യുക്തിവാദ സംഘത്തിൻ്റെ പ്രവർത്തകർ അല്ലെങ്കിൽ സമൂഹം കൂടുതൽ ശാസ്ത്രബോധത്തോടെയും യുക്തിപരമായി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും അവരുടെ മനസ്സിൽ വിഭാവനം ചെയ്യുന്ന മാനവികമായ ഒരു ലോകത്തിലേക്ക് സമൂഹത്തെ നയിക്കാൻ ഈ നിയമം പര്യാപ്തമാകുമെന്ന് ഒരു പ്രതീക്ഷയും എനിക്കില്ല, നടപ്പിലായതിനു ശേഷം പോലും. കാരണം അത്ര കണ്ട് ജാതി മതബോധത്തിൽ ഉറച്ചു കിടക്കുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു നിയമത്തിലൂടെ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഈ അന്ധവിശ്വാസ പ്രശ്നത്തിന് കാതലായ ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. അത് നടപ്പിലാക്കിയാൽ അത്രയുമായി എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. കാരണം ഭരണഘടന വിഭാവനം ചെയ്യുന്ന, ഇവിടെ എല്ലാവരും ആവർത്തിച്ച ആർട്ടിക്കിൾ 51AH വിഭാവനം ചെയ്യുന്ന ഒരു അന്വേഷണ ത്വരയോടെയും ശാസ്ത്രബോധത്തോടെയും പെരുമാറാൻ കടമയുള്ള പൗരന്മാരെയാണ് രാജ്യം വിഭാവനം ചെയ്യുന്നത്. അത്തരമൊരു സമൂഹത്തിലേക്ക് ഇന്നത്തെ അതിൻ്റെ പരിസ്ഥിതിയിലെ സാഹചര്യം എത്ര കണ്ട് സമരസപ്പെടും എന്ന് പരിശോധിച്ചാൽ അതിനെ മാറ്റിമറിക്കാൻ ഉതകുന്ന സമഗ്രമായ ഒരു അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം
ഇന്ത്യയിൽ നടപ്പിലായാൽ അതിൻ്റെ വേരുകൾ ഇന്ത്യയുടെ സമസ്ത സാമ്പ്രദായിക പ്രസ്ഥാനങ്ങളുടെയും അടിവേരറുക്കും, സകലതിനെയും മറിച്ചിടും എന്നുള്ളതാണ്. അത്ര കണ്ട് അന്ധവിശ്വാസ അധിഷ്ഠിതമായ ഒരു സാമൂഹ്യ സൃഷ്ടിയാണ് നമ്മൾ ഇന്ത്യയിൽ കെട്ടിപ്പടുത്തിട്ടുള്ളത്. ഏത് മതമാണ് അന്ധവിശ്വാസത്തിലല്ലാതെ നിലകൊള്ളുന്നത്? ഇന്ത്യയുടെ ഭരണഘടന എല്ലാ പൗരന്മാർക്കും ജാതി മത ചിന്തകൾക്ക് അതീതമായി, ലിംഗ ചിന്തകൾക്ക് അതീതമായി ഉറപ്പു നൽകുന്ന സമത്വസുന്ദരമായ ഒരു ജീവിതം ഏതൊരു മതത്തിൻ്റെ ചട്ടക്കൂടിലാണ് സാധ്യമാകുന്നത്. പരസ്പര വിരുദ്ധമായ ആശയങ്ങളുടെ, നിയമങ്ങളുടെ ഒരു സമ്മേളനം കൂടിയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനം. ആർട്ടിക്കിൾ 51A ഒരു ഭാഗത്ത് ശാസ്ത്രബോധത്തോടെ ജീവിതത്തെ യുക്തിപരമായി അന്വേഷണത്വരയോടെ നോക്കിക്കാണാൻ നിരന്തരം പരിഷ്കരിച്ചു കൊണ്ടായിരിക്കാൻ ആവശ്യപ്പെടുമ്പോൾ, ആർട്ടിക്കിൾ 25 പറയുന്നത് മതം പ്രാക്ടീസ് ചെയ്യാനും പ്രചരിപ്പിക്കാനും എല്ലാ പൗരനും അവകാശമുണ്ട് എന്നുള്ളതാണ്. ടു പ്രാക്ടീസ് ആൻഡ് ടു പ്രൊപ്പഗേറ്റ് റിലീജിയൻ, അതാണ് ആർട്ടിക്കിൾ 25 ഒരു ഭാഗം. ഏതാണ് ഈ പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റിന് കഴിയുന്ന മതം? ഞാൻ മുൻപേ പറഞ്ഞ അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായ, അങ്ങേയറ്റം അന്ധവിശ്വാസ ജഡിലമായ, അതിൽ നിലകൊള്ളുന്ന മതങ്ങൾ ആചരിക്കാനും അത് പ്രചരിപ്പിക്കാനും മൗലികമായ അവകാശമായി തന്നെ വിവക്ഷിക്കുന്ന ഭരണഘടനയുടെ ഒരു അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 25. വലിയൊരളവിൽ പരസ്പര വിരുദ്ധമായ മൗലിക കടമകളാണ്, മൗലിക അവകാശങ്ങളാണ് ഭരണഘടനയുടെ 2 ഭാഗത്ത് നമ്മളെ നേരിടുന്നത്. ഈ ചുറ്റുപാടുകളിൽ പലതിലും ഭരണഘടന തന്നെ സബ് ക്ലോസുകൾ കൊടുത്തിട്ടുണ്ട്. പൊതുജന ആരോഗ്യം, പൊതുധാർമ്മികത, ഇത് ഹനിക്കാത്ത വിധത്തിലായിരിക്കണം മതപ്രചരണവും മത അനുഷ്ഠാനവും നടക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. ഈ പൊതു ആരോഗ്യവും പൊതു ധാർമ്മികതയും എന്നുള്ളത് പലപ്പോഴും വ്യാഖ്യാനങ്ങൾ കൊണ്ട് അതിൻ്റെ അന്തസ്സത്ത ചോർത്തിക്കളയാൻ കഴിയുന്ന 2 വാചകങ്ങളാണ്. ഇത്തരത്തിൽ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഒരു ഭരണക്രമവും അടിസ്ഥാന രേഖകളുമുള്ള ഒരു പ്രദേശത്ത് അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം എന്നുള്ളത് ഉപരിപ്ലവമായി ചില കാര്യങ്ങളിൽ വളരെ ചെറിയ ചില മത്സ്യങ്ങളെ കൊടുക്കാൻ ഉപകരിക്കും എന്നല്ലാതെ അന്ധവിശ്വാസത്തിൻ്റെ ആഴക്കടലുകളിൽ സ്വൈര്യവിഹാരം നടത്തുന്ന വലിയ തിമിംഗലങ്ങളെ തൊടാൻ പോലും പര്യാപ്തമല്ല എന്നുള്ളതാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ മനസ്സിലാക്കുന്നത് KD പ്രസേനൻ MLA അവതരിപ്പിച്ച ഡ്രാഫ്റ്റ് അല്ല ഇപ്പോൾ സർക്കാർ നടപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സ്വകാര്യ ബില്ലല്ല, അതിനേക്കാൾ പരിഷ്കരിച്ച ഒരു ബില്ലാണ് ഇപ്പോൾ നിയമനിർമ്മാണത്തിന് വേണ്ടി അതിൻ്റെ പ്രോസസ്സിലുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഇതിൽ ചില സംജ്ഞകൾ, ഒന്ന് മന്ത്രവാദം. ഈ മന്ത്രവാദത്തെ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ പലപ്പോഴും മതത്തെ പരിക്കേൽപ്പിക്കാത്ത മന്ത്രവാദങ്ങളെയാണ്. ഒരു ചുവന്ന പട്ടുടുത്ത് അടച്ച ഏതെങ്കിലും മുറിയിൽ കുറേ ഭസ്മം തൂകുന്ന മനുഷ്യനെ മാത്രമായി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ നിയമത്തിൻ്റെ വ്യവസ്ഥകളെ പലപ്പോഴും നിയമം നടപ്പായി കൊള്ളട്ടെ എന്നാഗ്രഹിക്കുന്ന യുക്തിവാദികൾ പോലും പലപ്പോഴും കാണുന്നത്. എന്നാൽ ഈ വേഷങ്ങൾ ധരിക്കാതെ അക്ഷരാർത്ഥത്തിൽ മന്ത്രവാദം നടത്തുന്ന വലിയ പ്രഖ്യാപിത സോക്കോൾഡ് മതങ്ങൾക്കുള്ളിലുള്ള അന്ധവിശ്വാസങ്ങളെ, മന്ത്രവാദങ്ങളെ ആ വാക്കുകൾ വിളിക്കുന്നില്ലെങ്കിൽ പോലും അതിനെ നേരിടാൻ നിയമം പര്യാപ്തമാണോ, അതുകൊണ്ട് സാധിക്കുമോ എന്നുള്ളതാണ്. മറ്റൊന്ന്, സ്പർശനം പോലും, അന്ധവിശ്വാസത്തിനെ പ്രേരിപ്പിക്കുന്ന സ്പർശനം പോലും തടയപ്പെടേണ്ടതാണ് എന്ന് ഈ നിയമത്തിലെ ഒരു ക്ലോസ് ഉണ്ട്. ഈ സ്പർശനം പോലും അന്ധവിശ്വാസത്തിന് ഉതകുന്നത് തടയണമെങ്കിൽ ഏതെങ്കിലും മതത്തിൽ ഒരു മതത്തിൻ്റെ അനുഷ്ഠാനം മുന്നോട്ട് കൊണ്ടുവരാൻ എൻ്റെ പുരോഹിതർക്ക് സാധിക്കുമോ? അപ്പോൾ ഈ നിയമത്തിൻ്റെ സത്ത വിശാലമായ അന്ധവിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാടിൽ നമ്മൾ അവതരിപ്പിച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ സമസ്ത ജീവിത മണ്ഡലങ്ങളിലേക്കും പടരുന്ന വേരുകൾ അത് ഉൾക്കൊള്ളുന്ന ഒരു മരം വീഴുന്നതോടെ
നമ്മുടെ എല്ലാ ബിംബങ്ങളും തകർന്നു വീഴുന്ന സ്ഥിതിയാണ് സംജാതമാകുക. യഥാർത്ഥത്തിൽ സമഗ്രമായ ഒരു മാറ്റം യുക്തിവാദികളും പുരോഗമന ഇച്ഛുക്കളും ആഗ്രഹിക്കുന്ന ഒരു മാറ്റം സമൂഹത്തിൽ സാധ്യമാകണമെങ്കിൽ അത്തരത്തിലുള്ളൊരു നിയമനിർമ്മാണമാണ് രാജ്യത്ത് നടക്കേണ്ടത്. എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം ഞാൻ പറയുകയാണെങ്കിൽ അതിന് കാരണം കേരളത്തിൻ്റെ സൈക്കാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ സൈക്കാണ്. ആളുകൾ കാലങ്ങളായി ശീലിച്ച, തലമുറകളായി കൈമാറി വന്ന രൂഢമൂലമായ അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിത രീതികൾ, മതത്തെ അന്ധമായി വിശ്വസിക്കുന്ന മനുഷ്യരുടെ ജീവിത രീതികളാണ് ഇത്തരം ശാസ്ത്രബോധത്തിലേക്ക് ജീവിതത്തെ മാറ്റിയെടുക്കാനുള്ള നിരന്തര പ്രബോധനങ്ങൾ നടക്കുമ്പോഴും അതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ കേരളത്തിൻ്റെയും ഇന്ത്യയുടെ ഉള്ളിലുള്ള സൈക്കാണ് പ്രവർത്തിക്കുന്നത്. ഈ കുർബാന എന്ന് ക്രൈസ്തവർ അവരുടെ പ്രധാന അനുഷ്ഠാനമായി കാണുന്ന ക്രിയ ശാസ്ത്രീയമാണ്, അത് അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമല്ലേ? അപ്പം അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്തുകൊണ്ടാണ് അത്തരം ഒരു കാര്യങ്ങളെ സ്പർശിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക? പുഷ്പാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അതിനൊരു ഗുണമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ, ഒരു നേർച്ചയിട്ടുകൊണ്ട് അതിനൊരു പകരം ഒരു പ്രതിവിധി, ഒരു ഇഷ്ടലാഭം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ, അതും പത്രത്തിലൊരു കോളത്തിൽ പരസ്യം ചെയ്തുകൊണ്ട് ഏലസിൽ ഇന്ന ഗുണമുണ്ടാകുമെന്ന് വാഗ്ദാനം ചെയ്യുന്ന ചെറുകിട തട്ടിപ്പുകാരനും തമ്മിൽ എന്താണ് വ്യത്യാസം? അപ്പോൾ സമഗ്രമായി അന്ധവിശ്വാസത്തെ ചെറുക്കണമെങ്കിൽ വലിയ മാഗ്നിറ്റ്യൂഡുള്ള വിശ്വാസത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും വേർതിരിവ് ശാസ്ത്ര വിശകലനം കൊണ്ടും കൃത്യമായ കാര്യകാരണങ്ങൾ കൊണ്ടും യുക്തിപരമായും നിർവചിക്കാൻ കഴിയാത്ത വിശ്വാസങ്ങൾ സകലതും അന്ധമാണ് എന്ന ബോധ്യത്തിലേക്ക് സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള പ്രചരണമാണ് സമൂഹത്തെ മാറ്റിമറിക്കാനുള്ള ഏകമാർഗം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ പ്രചരണത്തിന് വേണ്ടി ധാരാളം മാർഗങ്ങൾ പ്രയോഗിക്കേണ്ടി വരും. അതിൽ ഒന്ന് മാത്രമാണ് ഈ ചെറുകിട മീനുകളെ പിടിക്കാനെങ്കിലും ഉപകരിക്കാനുള്ള ഈ നിയമം. മറ്റൊന്ന്, നിങ്ങൾ യുക്തിവാദ പഠന കേന്ദ്രം ഉൾപ്പെടെയുള്ള സ്വന്തം ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം ജനങ്ങളുടെ നേരായ ദിശയിലെ നയിക്കാൻ പ്രേരിപ്പിക്കുന്ന ആളുകളുടെ പ്രചരണ മാർഗങ്ങളാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഇന്ത്യയുടെ ഒരു സൈക്കിനെ നേരിടാൻ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം അത്ര കണ്ട് ഹിപ്പോക്രാറ്റിക് ആയിട്ടുള്ളൊരു സമൂഹത്തെ കൂടിയാണ് നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കെവിൻ ആൻഡ് നീനു എന്ന് പറയുന്ന യുവ ദമ്പതികളുടെ വിഷയം കേരളത്തിലുണ്ടായി. കെവിൻ്റെ ഒരു ദളിത് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് നീനു എന്ന് പറയുന്ന ഒരു കുട്ടിയെ പ്രണയവിവാഹം ചെയ്യാൻ പോയപ്പോൾ കെവിനെ കൊലപ്പെടുത്തി. ഈ കൊലപ്പെടുത്തിയ വ്യാജ ദുരഭിമാനം അല്ലെങ്കിൽ ദുരഭിമാന കൊല നടത്താൻ പ്രേരിപ്പിച്ച മാതാപിതാക്കളുടെ പശ്ചാത്തലം അറിയാം. അവർ 25 വർഷങ്ങൾക്ക് മുൻപ് മതത്തിൻ്റെ വേലിക്കെട്ടുകൾ മറികടന്ന് വിവാഹിതരായ 2 പേരാണ്. അപ്പോൾ ഒരിക്കൽ മതത്തിൻ്റെ വേലിക്കെട്ടുകൾ തകർത്ത് പ്രണയത്തെ അതിന് മുന്നിൽ പ്രതിഷ്ഠിക്കാൻ തയ്യാറായ മനുഷ്യരാണ് 25 വർഷത്തിന് ശേഷം അവർക്കൊരു കുഞ്ഞുണ്ടായപ്പോൾ ആ കുഞ്ഞ് സ്വജാതിയിൽ സ്വമതത്തിൽ നിന്ന് വിവാഹം കഴിക്കണമെന്ന് നിർബന്ധത്താൽ ഒരുത്തനെ കൊലപ്പെടുത്താൻ പോലും തയ്യാറായത്. ഇതാണ് ഞാൻ പറഞ്ഞത്, അങ്ങേറ്റ ഹിപ്പോക്രാറ്റിക്കലായിട്ടുള്ള മനുഷ്യർ കൂടി നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ തൃശ്ശൂർ പോലെ ഒരു പ്രദേശത്ത്, കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നൊരു സുപ്രഭാതത്തിൽ വിളിച്ചതല്ലോ, കേരളത്തിൽ നിരവധി സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടക്കുന്ന, സാംസ്കാരിക സ്ഥാപനങ്ങൾ പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന, വലിയ ഉത്സവങ്ങളും വലിയ കലാമേളകളും നടക്കുന്ന തൃശ്ശൂരിൽ ഇന്ന് ഇന്ത്യയെ ഒരു ഇരുട്ടിലേക്ക് നയിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രതിനിധി അവിടുത്തെ ഒരു ലോക്സഭ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിക്കുന്നൊരു സ്ഥിതി ഉണ്ടാകുമെങ്കിൽ എത്രമാത്രം ഹിപ്പോക്രാറ്റിക്കാണ് നമ്മുടെ മനുഷ്യരെന്ന് അത്ഭുതപ്പെടേണ്ടി വരും. അത്ര കണ്ട് ഏത് നിമിഷത്തിലും നമ്മുടെ പഴയ മൂല്യങ്ങളിലേക്ക്, അന്ധവിശ്വാസങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ വെമ്പി നിൽക്കുന്ന മനുഷ്യരുടെ മുന്നിലേക്കാണ് നമ്മൾ ഈ ആശയങ്ങൾ അവതരിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സെക്യുലർ സ്പേസുകളെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ കാലഘട്ടം ഏറ്റവും കൂടുതൽ യുക്തിവാദ പ്രസ്ഥാനങ്ങളോട് ആവശ്യപ്പെടുന്നത് എന്ന് ഞാൻ കരുതുകയാണ്. മനുഷ്യൻ സന്തോഷിക്കാൻ ഇടങ്ങൾ തേടുകയാണ്. സന്തോഷിക്കാനുള്ള അദമ്യമായ ആഗ്രഹം മനുഷ്യരുടെ ഉള്ളിലുണ്ട്. പലരും അത് കണ്ടെത്തുന്നത് വലിയ കോമ്പൗണ്ടുകളുള്ള ക്ഷേത്രങ്ങളുടെയും
മറ്റ് പള്ളികളുടെയും ഒക്കെ സവിധത്തിലാണ്. സ്ത്രീകൾക്ക് പുറത്ത് സ്വതന്ത്രമായി ഇടപെടാനുള്ള സ്പേസിൻ്റെ കുറവ് സമൂഹത്തിലുണ്ട്. ജനസംഖ്യയിലെ പകുതിയിലധികമുള്ള സ്ത്രീകൾക്ക് സ്വൈരവിഹാരം നടത്താൻ കഴിയുന്നത് ഒരുപക്ഷെ മുസ്ലിം മതം ഒഴിച്ചാൽ ക്രിസ്ത്യൻ, ഹിന്ദു ക്ഷേത്രങ്ങളുടെ മൈതാനങ്ങളിലാണ്. ഇത്തരത്തിൽ മനുഷ്യരുടെ സ്വതന്ത്രമായ ചലനങ്ങൾക്കും സന്തോഷത്തിനും വലിയ ദാരിദ്ര്യമുള്ള ഒരു പ്രദേശത്ത് അത് ഉரிய അളവിൽ കൊടുക്കുന്നത് പലപ്പോഴും ഈ മതകേന്ദ്രങ്ങളാണ്. അവസരങ്ങൾ കൊടുക്കുന്നത്, പാട്ടുകൾ പാടാൻ, ഒന്നിച്ച് ഉല്ലസിക്കാൻ, ഒന്നിച്ച് യാത്ര ചെയ്യാൻ പലപ്പോഴും അവസരം കൊടുക്കുന്നത് ഈ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള മതത്തിൻ്റെ കേന്ദ്രങ്ങൾ നടത്തുന്ന പരിപാടികളിലാണ്. ഇത് വലിയൊരളവിൽ സ്ത്രീവിരുദ്ധമായ മതങ്ങളെ താങ്ങി നിർത്താൻ സ്ത്രീകളെ പ്രേരിപ്പിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തെ തളച്ചിടാനാണ് ഈ മതത്തിൻ്റെ നിഷ്ഠകൾ ഓരോന്നും, അതിൻ്റെ ഓരോ ആചാരങ്ങളും സ്ത്രീയുടെ കാലിലാണ് ചങ്ങല വീഴുന്നതെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധത്തിൽ അവർക്ക് തുച്ഛമായ സൗകര്യങ്ങൾ നൽകിക്കൊണ്ട് അവരെ നാലമ്പലം യാത്ര നടത്താൻ പ്രേരിപ്പിക്കുന്നു, അവരെ ധ്യാന കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കുന്നു. അങ്ങനെയുള്ള ചെറിയ ചെറിയ സൗകര്യങ്ങൾ ഇട്ടെറിഞ്ഞുകൊണ്ട് ഈ അങ്ങേയറ്റ സ്ത്രീവിരുദ്ധമായ മതസമ്പ്രദായത്തെ അവരെ കൊണ്ട് തന്നെ ചുമപ്പിക്കാനാണ് മതങ്ങൾ ശ്രമിക്കുന്നത്. ഇതിന് ബദലാകേണ്ടത് സെക്യുലർ സ്പേസുകൾ സമൂഹത്തിലെമ്പാടും ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. ആളുകൾക്ക് ആഘോഷിക്കാനും മതചിന്തകളില്ലാതെ കൂട്ടായ്മകളിൽ ഏർപ്പെടാനും കഴിയുന്ന സാഹചര്യം കേരളത്തിലുണ്ടാകണം. കേരളത്തിലെന്നല്ല, ഇന്ത്യയിൽ ആകെ മുഴുവൻ ഉണ്ടാകണം. അത്തരം ഭൗതികമായൊരു സാഹചര്യം ഒരുക്കിക്കൊണ്ടുവരുവാൻ വളരെ ആസൂത്രിതമായി യുക്തിവാദി പ്രസ്ഥാനങ്ങൾ മുൻകൈയെടുത്തുകൊണ്ട് അതിന് സർക്കാരിനെ പ്രേരിപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. പലപ്പോഴും ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു, നമ്മുടെ നവോത്ഥാന മുന്നേറ്റത്തിൽ വലിയ പങ്ക് വഹിച്ച SNDP പോലും ഇന്ന് ഒരു നൂറ്റാണ്ടിനിപ്പുറം എത്തിപ്പെട്ടിരിക്കുന്നത് അത് എന്തിനു വേണ്ടി രൂപീകരിക്കപ്പെട്ടോ അതിന് വിപരീതമായ അർത്ഥത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന നിലയിലാണ് എത്തിപ്പെട്ടിട്ടുള്ളത്. അവർക്ക് പോലും ആ ദുര്യോഗം മനസ്സിലാക്കുന്നില്ല. ദരിദ്രന് വേണ്ടി സുവിശേഷം പറയാൻ രൂപീകരിച്ച കത്തോലിക്ക സഭ ഇന്ന് സമ്പന്നന്റെ, ധനാഢ്യന്മാരുടെ ആഡംബര രമ്യ ഹർമ്മങ്ങളിലാണ് കഴിയുന്നത്. അത് പോപ്പ് ഫ്രാൻസിസ് എത്ര കൃത്യമായി അത് നിർവഹിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ നിസ്സഹായനായ മനുഷ്യന് പ്രതീക്ഷ നൽകിക്കൊണ്ട് മതങ്ങൾ അവരെ അവരുടെ വലയത്തിലേക്ക് അടുപ്പിക്കുമ്പോൾ അതൊക്കെ ആ മതങ്ങൾ വിഭാവനം ചെയ്യുന്ന ദരിദ്ര സ്നേഹത്തിൻ്റെയും ആശയങ്ങളിൽ നിന്നും എത്രയോ അകലെ അവർ മാറിക്കഴിഞ്ഞു എന്ന ബോധം പോലും ജനങ്ങളിലേക്ക് കൊടുക്കാനുള്ള പ്രേരണ നമുക്കുണ്ടാവും. ഞാൻ ചുരുക്കിയാണ് പ്രിയപ്പെട്ടവരെ, നമുക്ക് അകത്തു നിന്നും പുറത്തു നിന്നും എതിർക്കാൻ കഴിയും. പുറത്തു നിന്ന് എതിർക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഒരു വലിയ കപ്പൽ, ഒരു മദർഷിപ്പ് ഒരു തുറമുഖത്തേക്ക് വരുമ്പോൾ ചെറുവഞ്ചികളിൽ ചുറ്റും നിന്നുകൊണ്ട് കയ്യിൽ കിട്ടുന്ന കല്ലുകൾ കൊണ്ട് ഈ കപ്പലിനെ തകർക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് പുറത്തു നിന്നുള്ള ചെറുത്തുനിൽപ്പ്. അത് വേണം, ചെറിയ കേടുപാടുകൾ കപ്പലിനെ ഏൽപ്പിക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ അന്ധവിശ്വാസത്തിൻ്റെ കപ്പൽ തുറമുഖത്തേക്ക് വരുമ്പോൾ അതിനെ തകർക്കാൻ കഴിയണമെങ്കിൽ അതിനുള്ളിൽ കയറി അതിൻ്റെ ജോലിക്കാരെ സ്വാധീനിച്ച് അതിൻ്റെ ഉള്ളിൽ ഏറ്റവും മർമ്മപ്രധാനമായ കേന്ദ്രങ്ങളിൽ അടിക്കുക എന്നുള്ളതാണ് പ്രായോഗികമായി ഈ അന്ധവിശ്വാസം എന്ന് പറയുന്ന മദർഷിപ്പിനെ തകർക്കാൻ സമൂഹത്തിനുള്ളിൽ നമ്മൾ ഇടപെടേണ്ടത്. അത്തരത്തിൽ എനിക്ക് ബോധ്യമുണ്ട്, ഞാൻ വളരെ മതത്തോട് ചേർന്ന് നിന്ന ഒരു കാലത്ത് എത്ര മനുഷ്യരെ വ്യക്തിപരമായി നമ്മുടെ ആശയങ്ങൾ പറയാൻ കഴിഞ്ഞു, സ്വാധീനിക്കാൻ കഴിഞ്ഞു എന്നതുപോലെ ഒരുപക്ഷെ വളരെ പ്രഖ്യാപിതമായ ഒരു റാഷണൽ ചിന്തയാണ് എന്ന് പൊതുസമൂഹം തിരിച്ചറിഞ്ഞതിന് ശേഷം വ്യക്തിപരമായി അത്രയും മനുഷ്യരെ നമുക്ക് സ്വാധീനിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പം ആ രീതിയിൽ 100% എതിർപ്പ് മാത്രമാക്കിക്കൊണ്ട് അന്ധവിശ്വാസത്തെ ഇല്ലാതാക്കി കളയാമെന്നുള്ളത് വ്യാമോഹമാണ്. ഈ അന്ധവിശ്വാസികളെന്ന് പറയുന്ന നിസ്സഹായരായ മനുഷ്യരോട് ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ ദൈനംദിന ജീവിതത്തിൽ ചേർന്ന് നിന്നുകൊണ്ട് ഇടപെടലുകൾ നടത്തുകയും ചുരുങ്ങിയത് 15 വയസ്സ് വരെയെങ്കിലും മതവിശ്വാസം പഠിപ്പിക്കുന്ന സമ്പ്രദായം നമ്മുടെ രാജ്യത്ത് നിന്ന് ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് ഏർപ്പെടാനും കഴിഞ്ഞാൽ ഈ നിയമം കൊണ്ട് സാധ്യമാകുന്നതിനേക്കാൾ വലിയൊരു സാമൂഹ്യ മുന്നേറ്റം കഴിയും എന്നുള്ളതാണ് എൻ്റെ തോന്നൽ. ഞാൻ നിർത്തുകയാണ്. നന്ദി. നന്ദി മിസ്റ്റർ ജോഷി ഡോൺ ബോസ്കോ. അടുത്തതായി PA രാജീവ്, ഐപ്സോ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്. പ്രിയ മോഡറേറ്റർ അഡ്വക്കേറ്റ് ഗോപകുമാർ, പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാലഘട്ടത്തിലും
അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം കേരളം തമസ്കരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിക്കേണ്ടി വരുന്ന ഒരു ഗതികേടിൽ ഇരുന്നുകൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തെ ചർച്ച ചെയ്യുന്നത്. അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം കേരളം തമസ്കരിക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം ഉയർന്നു വരാതെ കാത്തു സൂക്ഷിക്കേണ്ടിരുന്ന ഒരു സാഹചര്യം ഏത് ഭരണകൂടം ഇവിടെ വന്നിരുന്നുവെങ്കിലും അവർ നടപ്പിലാക്കേണ്ടതായിരുന്നു. കാരണം കേരളത്തിൻ്റെ സാംസ്കാരികമായ വളർച്ചയും നവോത്ഥാന മേഖലയിലെ ഉയർച്ചയും കണക്കിലെടുത്തുകൊണ്ട് മാറി മാറി വന്ന ഏതെങ്കിലും ഒരു സർക്കാർ ഈ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പോസിറ്റീവായ ഒരു നിലപാട് സ്വീകരിക്കേണ്ടതായിരുന്നു. അത് പ്രത്യേകിച്ച് ഇപ്പോൾ കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ മുന്നിൽ നിന്ന് നയിക്കേണ്ട വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തെ ഉയർത്തിവെക്കുന്ന അല്ലെങ്കിൽ ഉയർത്തി വയ്ക്കേണ്ട ആളുകൾ ഭരിക്കുന്ന ഒരു കേരളത്തിലാണ് അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം നടപ്പിലാക്കാൻ വലിയ പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കേരളം നേരിടുന്ന ഒരു വലിയ സാംസ്കാരിക ദുരന്തമാണ്. അത് എപ്രകാരം ഇത് നടപ്പിലാക്കാം എന്നോ അല്ലെങ്കിൽ നടപ്പിലാക്കാതിരിക്കാമെന്നോ യെസ് ഓർ നോ രണ്ടും തീരുമാനിക്കാം. ആദ്യം തീരുമാനിക്കേണ്ടത് ഈ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം നടപ്പിലാക്കണോ അല്ലെങ്കിൽ വേണ്ടയോ എന്നുള്ളതാണ്. പുരോഗമന പ്രസ്ഥാനങ്ങളുടെ നിരന്തരമായ ഇടപെടലുകൾ കൊണ്ട് അന്ധവിശ്വാസ നിർമ്മാർജ്ജനം നടപ്പിലാക്കണം എന്നുള്ളതിൽ ഒരു തീരുമാനത്തിലേക്ക് നമ്മളെത്തിയെങ്കിലും അത് നിയമപരമായി കൊണ്ടുവരുന്നതിലെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ അത് വലിയ പ്രയാസം രാഷ്ട്രീയമായി നേരിടുന്നുണ്ട്. ഇതിൻ്റെ ഒരു രാഷ്ട്രീയമായ വശം എന്തുകൊണ്ടാണ് ഈ കേരളം ഇത് തമസ്കരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു മറുപടി എന്ന നിലയിൽ പറഞ്ഞു വയ്ക്കാനാണ് അത് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിലല്ലാതെ പിന്നെ എപ്പോൾ ഉമ്മൻചാണ്ടി കേരളം ഭരിക്കുമ്പോൾ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഈ വിഷയം അവതരിപ്പിച്ചു. പ്രസ്താവനകളുണ്ടായിരുന്നു, ഇത് നടപ്പിലാക്കും, ഇത് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കും. കോൺഗ്രസിൻ്റെ നേതാവ് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ ഈ സർക്കാർ തന്നെ നടപ്പിലാക്കും എന്ന് കേരളത്തിലെ ജനങ്ങളോട് ഉറപ്പ് പറഞ്ഞതുമാണ്. ഇതാണ് എൻ്റെ ഒരു രാഷ്ട്രീയ വശം. കോൺഗ്രസ് UDF ഭരിക്കുന്നൊരു കാലഘട്ടത്തിൽ വന്നിരുന്ന ഒരു രാഷ്ട്രീയ വശം കുറച്ചുകൂടി മറികടന്നുകൊണ്ട് ഇടതുപക്ഷം ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഒരു പ്രകടന പത്രികയിൽ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം നടപ്പിലാക്കും എന്ന് ആ പ്രകടന പത്രികയിലൂടെ പറഞ്ഞു. എന്താണ് ഒരു പ്രകടന പത്രിക? പ്രകടന പത്രിക എന്ന് പറയുന്നത് ഞാൻ അല്ലെങ്കിൽ എൻ്റെ കക്ഷി അല്ലെങ്കിൽ എൻ്റെ പാർട്ടി അധികാരത്തിൽ വന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഇന്ന ഇന്ന കാര്യങ്ങൾ നടപ്പിലാക്കിക്കൊള്ളാം എന്നുള്ള വാഗ്ദത്ത പത്രികയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രകടന പത്രിക പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനമല്ലാതെ ആ പ്രഖ്യാപനത്തെ മറികടന്നുകൊണ്ട് പോകുന്നത് ജനാധിപത്യത്തെ മറികടന്നു പോകുന്നതിന് തുല്യമാണ്. അപ്പോൾ ഒരു UDF ഗവൺമെൻറ് എങ്ങനെയാണോ ഈ ബില്ലിനെ കണ്ടത്, അതിനും അപ്പുറത്തേക്ക് ഒരു LDF ഗവൺമെൻറ് അത് മറികടന്നുകൊണ്ട് ഇത് നടപ്പിലാക്കാൻ മാനസികമായി പ്രത്യയശാസ്ത്രപരമായി ബാധ്യതപ്പെടുന്ന ഒരു സർക്കാർ എന്ന നിലയിൽ ഈ സർക്കാർ അത് നടപ്പിലാക്കേണ്ടതാണ്. സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണകൂടം അതിൻ്റെ 5 വർഷക്കാലം തികയ്ക്കുകയും ആ 5 വർഷക്കാലത്തിനുള്ളിൽ ഈ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം നടപ്പിലാക്കാതിരിക്കുകയും ചെയ്തു എന്ന ഒന്നാമത്തെ വശം. 2,
അതിനുശേഷം തുടർച്ചയായി വന്ന അടുത്ത 4 വർഷക്കാലം, രണ്ടാമത്തെ ടൈം അവസാനിക്കാൻ പോകുന്നു, ആ ഒരു രണ്ടാമത്തെ ടേമിലും ഇടതുപക്ഷം ഇത് നടപ്പിലാക്കാൻ വേണ്ടി തയ്യാറായില്ല എന്ന സ്ഥിതിവിശേഷം. പക്ഷെ ഇത് നമ്മളങ്ങനെ രാഷ്ട്രീയമായി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പ്രായോഗികമായ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ ഇത് നടപ്പിലാക്കുന്നതിനുള്ള ചില പ്രയാസങ്ങളുണ്ട്. ഞാൻ ചോദിക്കുന്നത്, കഴിഞ്ഞ 9 വർഷക്കാലമായി ഇത് നടപ്പിലാക്കാൻ കഴിയാതെ ഇടതുപക്ഷവും അതിന് മുമ്പുണ്ടായിരുന്ന 5 വർഷക്കാലം നടപ്പിലാക്കാൻ കഴിയാതെ UDFും ഇതുമായി മുന്നോട്ട് പോകുമ്പോൾ ഇനി വരാൻ പോകുന്ന കുറച്ച് നാളുകൾ എന്ന് പറയുന്നത് പ്രായോഗികമായി ചിന്തിച്ചാൽ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പിലാണ് നിൽക്കുന്നത്. 1 അല്ല 2 തെരഞ്ഞെടുപ്പ്. ഈ വരുന്ന നവംബർ മാസത്തോടുകൂടി ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു. അതിനുശേഷം തൊട്ടടുത്ത് വരാൻ പോകുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വരുമ്പോൾ ആ തെരഞ്ഞെടുപ്പിന് മുന്നേ ഇത്തരത്തിൽ തൊട്ടാൽ പൊട്ടുന്ന ഒരു ബോംബ് പൊട്ടിക്കാൻ തയ്യാറാകുമെന്ന് നമ്മൾ കരുതുന്നത് ശരിയാണോ തെറ്റാണോ? ആരാ തെറ്റുകാർ, നമ്മളാണോ? ഇത് നടപ്പിലാക്കാം എന്ന് പറയുന്ന ഭരണകൂടമാണോ? ഇതാണ് രാഷ്ട്രീയമായ ഒരു ചോദ്യം ഉയർത്തിയത്. ഞാനത് തുടക്കം പറഞ്ഞു, ഇത് ആരുടെയും കുറ്റമല്ല, പ്രായോഗികമായ ഒരു രാഷ്ട്രീയ വിഷയമാണ്. മാത്രവുമല്ല, ഇതിനെ എതിർക്കാൻ ഇപ്പോൾ അത് കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നത്, ഈ യുക്തിവാദ പഠന കേന്ദ്രം ഈ ഒരു വിഷയം അവതരിപ്പിച്ചുകൊണ്ടൊരു ചർച്ച ചെയ്യാൻ പോകുന്നു എന്നുള്ള സമയത്ത്, ഇത് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഹൈക്കോടതിയിൽ നിന്നുള്ള ഒരു ഇടപെടൽ ഇത് നടപ്പിലാക്കിക്കൊള്ളണം, എന്താണ് ഗവൺമെൻറ്റിൻ്റെ തീരുമാനമെന്നുള്ള ചോദ്യം മുമ്പിലില്ല. പഠനകേന്ദ്രം ഇത് ഒരു പ്രശ്നം ആയി ഉന്നയിക്കുകയും അത് ചർച്ചയിലേക്ക് കൊണ്ടുവരികയും ചെയ്തതിന് ശേഷമാണ് എന്താണ് ഈ ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ തീരുമാനമെന്ന് ഈ വരുന്ന ഒക്ടോബർ 7 മുമ്പ് അറിയിക്കണം എന്ന് ഹൈക്കോടതി പറയുന്നു. ഒരു കോടതി ഇക്കാര്യം ആവശ്യപ്പെടുമ്പോൾ ആ കോടതിയുടെ, സാധാരണക്കാരൻ്റെ അവസാനത്തെ അത്താണിയായ കോടതിയുടെ നിയമത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് വിറച്ചുകൊണ്ടൊരു ഇടതുപക്ഷം ഞങ്ങളതിന് മറുപടി പറയാമെന്ന് പറയുന്നതിനേക്കാൾ ഭംഗി, അതിനു മുമ്പേ തന്നെ ഇത് ഇടതുപക്ഷമാണ്, ഞങ്ങൾ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം നടപ്പിലാക്കാൻ പോകുന്നു എന്ന് ഇതിനു മുമ്പേ തന്നെ പറഞ്ഞുകൊണ്ട് ഈ നിയമം നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ അതാണ് ഇടതുപക്ഷം. എന്താണ് ഇടതുപക്ഷം എന്ന് പറയുന്നത്? ഇടതുപക്ഷം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന അർത്ഥമേ അല്ല. ഞാൻ പറയുമ്പോൾ അത് പാർട്ടികളെ വിമർശിക്കുന്നു എന്നുള്ള ഒരു തെറ്റിദ്ധാരണ വരണ്ട. ഇടതുപക്ഷം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നല്ല അർത്ഥം. ഇടതുപക്ഷം എന്ന് പറയുന്നത് വിപ്ലവകരമായ നിലപാടുകൾ സ്വീകരിക്കുന്ന എല്ലാം ഇടതുപക്ഷം. അത് കേരളത്തിൽ 1980 ഇടതുപക്ഷ പ്രസ്ഥാനം ഇടതുപക്ഷ മുന്നണി രൂപീകരിക്കുമ്പോൾ കൊണ്ടുവന്ന വാക്കുമല്ല ഇടതുപക്ഷം എന്നത്. അത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട അതിൻ്റെ തൊട്ട് മുമ്പുണ്ടായിരുന്ന ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷം അല്ല ലെഫ്റ്റിസം എന്ന പദം രൂപം കൊള്ളുന്നു. ഫ്രഞ്ച് ഡ്യൂമ, ഇന്ത്യൻ പാർലമെൻറ്റ് പോലെയാണ് ഫ്രഞ്ച് ഡ്യൂമയിൽ അവിടെ അധികാരികൾ ചെയ്യുന്ന വൃത്തികേടുകൾക്കെതിരായി നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, നെറികേടാണ് എന്ന് വിളിച്ചു പറഞ്ഞ ആളുകൾ, വിപ്ലവകാരികളായ ആളുകൾ ഇരുന്നത് ആ ഡ്യൂമയുടെ ഇടതുഭാഗത്താണ് എന്നുള്ളത് കൊണ്ട് ആ ഇടതുഭാഗത്തിരുന്ന് വിപ്ലവകരമായ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞവരെ ഇടതുപക്ഷം അല്ലെങ്കിൽ ലെഫ്റ്റിസ്റ്റുകൾ എന്ന് വിശേഷിപ്പിച്ചതിൽ നിന്നാണ് ഈ ലെഫ്റ്റിസം വന്നത്. അപ്പോൾ നമുക്കൊക്കെ ലെഫ്റ്റിസ്റ്റുകളാണ് എന്ന് ഒന്ന് അഭിമാനിക്കണമെങ്കിൽ നമ്മൾ ഈ ലെഫ്റ്റിസവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഈ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം കൊണ്ടുവരുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇത് നടപ്പിലാക്കിയാൽ ലെഫ്റ്റിസ്റ്റ് എന്ന് നമുക്ക് നെഞ്ചിൽ കൈവച്ച് പറയാം, അല്ലാതെ എങ്ങനെ പറയാൻ കഴിയും എന്ന ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ അത് കമ്മ്യൂണിസം എന്ന അർത്ഥത്തിലല്ല, ലെഫ്റ്റിസം എന്ന് പറയുന്നത് മുഴുവൻ വിപ്ലവ ചേരികളെയും ചേർത്ത് നിർത്തുന്ന ഒന്നാണ് എന്നതാണ് ആ ബോധ്യം. ഇത് ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പരാമർശങ്ങൾ വന്നു. ഏറ്റവും മോശം സാംസ്കാരികമായ ഒരു പശ്ചാത്തലം നിലനിൽക്കുന്ന, കേരളത്തിനും അപ്പുറത്തേക്കൊക്കെ കടന്ന്, കേരളമൊക്കെ വളരെ മുമ്പിൽ, അതിൻ്റെയൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന ബീഹാറും ജാർഖണ്ഡും അതേപോലെ തന്നെ മഹാരാഷ്ട്രയും ഗുജറാത്തും കർണാടകയും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഈ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം നടപ്പിലാക്കി. അതെങ്ങനെ അവിടെ ഇപ്പോൾ പ്രായോഗികമായി കൊണ്ടുപോകുന്നു എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ മഹാരാഷ്ട്രയിലെ മാത്രം കണക്ക് പുറത്തു വന്നിട്ടുള്ളൂ. എങ്കിൽ പോലും അത്തരം സ്ഥലങ്ങളിൽ ഒരു നിയമം സ്ഥാപിച്ചിട്ട് പോലും അങ്ങനെ ഒരു നിയമം
അതിനേക്കാൾ ഈ പറഞ്ഞ സംസ്ഥാനങ്ങളെക്കാൾ സാംസ്കാരികമായി ഉന്നതിയിൽ നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന എന്നല്ല ഞാൻ പറഞ്ഞ വാക്ക്, അതിനേക്കാൾ സാംസ്കാരികമായി ഉന്നതിയിൽ നിൽക്കുന്ന കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിന് ഇത് നടപ്പിലാക്കാൻ എന്താണ് പ്രയാസം? ആ പ്രയാസം എന്ന് പറയുന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലുള്ള ചില ഭയപ്പാടുകളാണ്. ആ ഭയപ്പാടുകൾ കൊണ്ടാണ് ഈ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം കേരളത്തിൽ തമസ്കരിക്കപ്പെടുന്നത് എന്നുള്ളതിന് തർക്കം വേണ്ട. ഏതൊരർത്ഥത്തിലും ഇതിനെ എതിർക്കാനാണെങ്കിൽ എതിർക്കാൻ ഒരുപാട് പേരുണ്ട്. എതിർപ്പുകൾ കൊണ്ട് ഇത് മൂടും. ഇത് നിയമമല്ലാതെ നമ്മൾ സാംസ്കാരികമായ മേഖലയിൽ നമ്മൾ കുറേ ഇതേപോലെ ഇടപെടലുകൾ നടത്തി, ചർച്ചകൾ നടത്തി, സെമിനാറുകൾ നടത്തി ഒക്കെ കൊണ്ടുവരാം എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ ഇതിനു മുമ്പ് നടന്നേനെ. ഇപ്പോൾ നമ്മുടെ അനിൽകുമാർ സഹൊക്കെ അടക്കമുള്ള ആൾക്കാർ ഇതിനു മുമ്പ് കേരളത്തിൻ്റെ വടക്കേറ്റം മുതൽ തെക്കേറ്റം വരെ ഇതിനുവേണ്ടി നടന്നതാണ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അതിനുവേണ്ടി നടന്നതാണ്. കേരളത്തിലെ മറ്റനേകം സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ ഇതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയതാണ്. എന്നിട്ടൊന്നും നടക്കാതെ പോയത് നിയമപരമായി കൊണ്ടുവന്നാൽ അതിന് നിയമപരമായി ഒരു ലോഫുള്ളായിട്ടുള്ളൊരു സാങ്കത്യമുണ്ടാകും എന്നുള്ളത്, അതിനെ മറികടന്നാൽ ശിക്ഷിക്കപ്പെടുമെന്നുള്ള ഭയം കൊണ്ട് മാത്രമേ ഇതിപ്പോൾ തൽക്കാലം മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. മറ്റൊരു മാർഗമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സാങ്കത്യമുണ്ട്. ഇപ്പോൾ ഈ നിമിഷം ഇതിനൊരു സാങ്കത്യമുണ്ട്. ഇപ്പോഴത്തെ ചർച്ച ഫലവത്താവുന്ന ഇവിടെ കോടതിയിൽ 7-ാം തീയതി പറയണം സർക്കാർ. അത് സർക്കാർ എന്ത് പറയുമെന്നുള്ളത് ഈ ചർച്ച സ്വാധീനിക്കപ്പെടും. നമ്മൾ നടത്തുന്ന ഈ ചർച്ച അക്കാര്യത്തിലൊക്കെ സ്വാധീനിക്കപ്പെടുന്നതാണ്. കാരണം കേരളത്തിലെ പുരോഗമനപക്ഷം ഒന്നടങ്കം ഈ വിഷയം ഉയർത്തിവെക്കുന്നുണ്ട് ഇപ്പോഴും എന്ന ചിന്ത ഇത്തരം ചർച്ചകളിലൂടെയാണ് സർക്കാരിലേക്ക് എത്തുക. നമ്മളിവിടെ കാണുന്ന ഈ 50 പേരല്ല ഇത് കാണുക, 50 പേരല്ല കേൾക്കുക. നമ്മളിത് പ്രചരിപ്പിക്കുന്നതിലൂടെ മാത്രമല്ല, ഇവിടെ നമ്മളെന്ത് പറയുന്നു എന്നുള്ളത് കൃത്യമായി ഗവൺമെൻറ്റിന് അതിൻ്റെ വിജിലൻസ് സംവിധാനങ്ങളുണ്ട്. കൃത്യമായി അവിടെ എത്തും, അവർക്ക് മനസ്സിലാകും ഈ കാര്യങ്ങൾ എന്നുള്ളത് ഒന്നാമത്തെ വിഷയം. 2, ഇതിനെ എതിർക്കാനും ആളുകളുണ്ടാകും എന്ന് ഞാൻ പറഞ്ഞല്ലോ. മതമാണ് അന്ധവിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു ഘടകം. ഏറ്റവും അടിസ്ഥാനപരമായ ഘടകം എന്ന് പറയുന്നത് മതമാണ്. ഈ മതത്തിൻ്റെ കടന്നുകയറ്റത്തെ എല്ലാ കാലത്തും ചേർത്ത് നിർത്തിയത് മതേതര വീക്ഷണമുള്ള ആളുകളാണ്. മതേതരം എന്ന് പറയുന്നത് മതത്തിൽ നിന്നും ഇതരമായത് എന്ന അർത്ഥത്തിലാണ്. മതത്തിൽ നിന്നും ഇതരമായത് എന്തോ അതാണ് മതേതരത്വം. അത് ശാസ്ത്രീയമായ ശാസ്ത്ര വീക്ഷണം തന്നെയാണ്. പക്ഷേ അതിന് മതേതരം എന്ന പദം ഉത്ഭവിക്കപ്പെടുന്നത് പോലും ബ്രിട്ടീഷ് റാഷണലിസ്റ്റുകളാണ് ഈ പദം കൊണ്ടുവരുന്നത്. മതേതരത്വം നമ്മളിവിടെ ഇന്ത്യയിൽ പറയുന്ന മതേതരത്വം അല്ലാതെ ഇതിനൊക്കെ വളച്ചൊടിച്ചാകെ മതേതരത്വം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് പോലും അവസാനം ഇനി സംശയം ഉണ്ടാകുന്ന പോലത്തിലേക്ക് അത്രമാത്രം വ്യാപകമായി ഇതിനെ ആ ചിന്താഗതിയെ തന്നെ നശിപ്പിച്ചു കളഞ്ഞു. 1851 ബ്രിട്ടനിലാണ് ഈ പദം ഉത്ഭവിക്കുന്നത്. അതിനു മുമ്പേ തന്നെ ഈ ആശയമുണ്ട്. ഹെൻറി 4-ാമനും പോപ്പ് 7-ാമനും ഗ്രിഗറി 7-ാമനും തമ്മിലുള്ള വലിയൊരു യുദ്ധമാണ്. അതിൻ്റെ ആധുനിക യുഗത്തിൽ മതവും രാഷ്ട്രവും തമ്മിലുള്ളൊരു യുദ്ധം കടന്നു വരുന്നത്. രാജ്യം ഭരിക്കേണ്ടത് പോപ്പാണെന്ന് പോപ്പും മതമാണെന്ന് പോപ്പും അല്ല രാജാവാണ് എന്ന് ഹെൻറി 4-ാമനും ചേർന്നുണ്ടായിരുന്ന ഒരു യുദ്ധമാണ്. കുരിശ് യുദ്ധങ്ങളടക്കം പിന്നീട് കടന്നു വരുന്നുണ്ടല്ലോ. അതുപോട്ടെ ആധുനിക ലോകത്ത് മതം ആചരിക്കപ്പെടുമ്പോൾ അത് രാഷ്ട്രവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുവരാൻ ഉള്ള ശ്രമങ്ങൾക്കിടയിൽ 1851 ബ്രിട്ടനിൽ ജോർജ് ജേക്കബ് ഹോളിയോക്ക്, ഞാൻ 2 വാക്കൊന്ന് പറയാൻ വേണ്ടിയിട്ടാണിത്. ജോർജ് ജേക്കബ് ഹോളിയോക്ക് എന്ന് പറയുന്ന ബ്രിട്ടീഷ് റാഷണലിസ്റ്റാണ് ഇതിൻ്റെ കൊയിനർ എന്ന് പറയുന്ന ഈ പദം കണ്ടുപിടിച്ചത് അദ്ദേഹം. ഈ പദത്തെ രാഷ്ട്രീയമായി അതിനെ വിന്യസിപ്പിക്കുന്നത് ചാൾസ് ബ്രാഡ്ലയാണ്. ചാൾസ് ബ്രാഡ്ല 6 പ്രാവശ്യമാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ നിന്ന് പുറത്തു പോകുന്നത്. കാരണം എനിക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ, ദൈവത്തിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സെക്കുലർ സ്റ്റേറ്റുകൾ രൂപീകരിക്കുകയും ആ സെക്കുലർ സ്റ്റേറ്റുകൾ എന്താണ് സെക്കുലറിസം ജനങ്ങളെ പറയുകയും മനസ്സിലാക്കുകയും ചെയ്ത് പിന്നീട് അതാണ് ലോകരാജ്യങ്ങളിലൊക്കെ പടർന്നത്. നമ്മൾ ഇന്ത്യയിൽ ഒരു ഭരണഘടന രൂപപ്പെടുത്തുമ്പോൾ നമ്മുടെ ഒരു ഭാഗ്യം എന്ന് ഈ യുക്തിവാദത്തിൻ്റെ വേദിയിൽ വെച്ച് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഭാഗ്യനിർഭാഗ്യങ്ങൾ എന്നുള്ളതൊരു ഫ്രൈസായി എടുക്കണം. ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ആ ഭരണഘടന
നിർവഹിക്കുന്ന അത് നമ്മൾ രൂപം കൊടുക്കുന്ന കാലത്ത് അതിന് നേതൃത്വം കൊടുത്ത ആളുടെ പേര് നരേന്ദ്രമോദി എന്നായിരുന്നില്ല എന്നാണ്. അത് ജവഹർലാൽ നെഹ്റുവാണ്, അത് ഡോക്ടർ അംബേദ്കറാണ്. ഈ രണ്ടു പേരും എന്താണ് മതമെന്നും എന്തായിരിക്കരുത് മതമെന്നും വളരെ കൃത്യമായി നിശ്ചയദാർഢ്യമുള്ള ആളുകളായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അവർ കൊണ്ടുവന്ന മതേതരത്വം എന്ന സിദ്ധാന്തവും. എന്നാൽ ഭരണഘടനയിൽ 1974 മാത്രം പിന്നീട് എഴുതി ചേർക്കപ്പെടുകയും ചെയ്ത മതേതരത്വം എന്ന പ്രത്യയശാസ്ത്രമാണ് ഇന്ന് നമ്മളെ നയിക്കേണ്ടത്. പക്ഷേ ഡോക്ടർ സി രാധാകൃഷ്ണൻ്റെ ഒരു വ്യാഖ്യാനമുണ്ടത്. അദ്ദേഹമാണ് ആദ്യമായി പറഞ്ഞത് മതേതരത്വം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് മതേതരത്വമൊന്നുമല്ല, എല്ലാ മതങ്ങൾക്കും ഒരേപോലെ പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ് എന്ന് പറഞ്ഞതിനെ ദുർവ്യാഖ്യാനം ചെയ്തത് സി രാധാകൃഷ്ണനാണ്. അങ്ങനെ ഇന്ത്യയുടെ മണ്ണിൽ മതേതരത്വം എന്ന് പറയുന്നത് മതസൗഹാർദ്ദമാണ് എന്ന് പറഞ്ഞു വയ്ക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നു. ഞാൻ പറഞ്ഞത് അന്ധവിശ്വാസങ്ങളെ എപ്രകാരം തകർക്കാൻ അന്നുണ്ടായിരുന്ന നമ്മുടെ ഭരണഘടന അനുശാസിച്ചുവോ, അതിനെ നിർമ്മിച്ച ആളുകൾ അനുശാസിച്ചു കൊണ്ടുവന്നുവോ, അതിനെ മുഴുവൻ തകർത്തെറിയുന്ന തരത്തിലേക്ക് പിന്നീട് വന്ന ഇന്ത്യ പിന്നോട്ടുള്ള ഒരു നടത്തം സാംസ്കാരിക മേഖലയിൽ നടത്തി എന്നാണ്. അതുകൊണ്ടാണ് അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമത്തിനും പിന്നോട്ട് നടക്കേണ്ടി വന്നത്. പക്ഷേ ഒരു കാര്യം, ഇന്ത്യയാകമാനം എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്കതിൽ സങ്കടപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ കേരളം എന്ന് പറയുന്ന ഇത്രമാത്രം സാംസ്കാരികമായി ഉന്നതമായ ഒരു സംസ്ഥാനം ഈ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം പുറകോട്ട് കൊണ്ടുപോകുന്നത്, ഇതിനെ തമസ്കരിക്കുന്നത് പൊറുത്തുകൂടാനാവാത്ത അപരാധമാണ് എന്ന് പറയുന്നത് ഇവിടെ ഇടതുപക്ഷം ഭരിക്കുമ്പോഴാണ് എന്നുള്ളതാണ് നമ്മുടെ സങ്കടം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം ഇനി വരാൻ പോകുന്ന കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമുക്ക് എന്തു സംഭവിക്കുമെന്ന് കാണാൻ കഴിയുന്ന അവസാന ലാപ്പിലേക്ക് കുതിക്കുകയാണ്. അതിനുവേണ്ടി അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം ഇനിയും മുന്നോട്ട് പോകുന്നതിനുള്ള തയ്യാറെടുപ്പുകളും, ആശംസകളല്ല തയ്യാറെടുപ്പുകളും ഇതേപോലെയുള്ള മുന്നോട്ടുള്ള കുതിപ്പും ഉണ്ടാകുന്നതിന് ഇത്തരം പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞതിനെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. ഭരണഘടനയുടെ പ്രിയാമ്പിള് ചർച്ച ചെയ്യുമ്പോൾ വി കെ കമ്മത്ത് കൊണ്ടുവന്ന ഒരു പ്രമേയമുണ്ട്. എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഭരണഘടന വി ദ പീപ്പിൾ എന്നുള്ള മുന്നേ ഇൻ ദ നെയിം ഓഫ് ദ ഗോഡ് ദ ഓൾമൈറ്റി എന്നൊരു വാക്ക് കൂട്ടിച്ചേർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വളരെ നിർദോഷമായിട്ടുള്ള വാക്ക് എന്ന രീതിയിൽ ഒരു ഭേദഗതി അവതരിപ്പിക്കുകയുണ്ടായി. അന്ന് അത് ചർച്ച ചെയ്തിട്ട് 62% വോട്ടോട് കൂടിയിട്ട് തള്ളുക ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഗോഡ് അല്ലെങ്കിൽ ദൈവം എന്നുള്ളൊരു വാക്ക് ഭരണഘടനയുടെ ബോഡിയിലില്ല. അതിൻ്റെ ഒരു ഈ ഓത്തിൻ്റെ ഭാഗത്ത് മാത്രമാണ് ഗോഡ് ഓർ സോളംലി അഫേം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭരണഘടനയുള്ളൊരു രാജ്യത്താണ് നമ്മൾ ഈ 75 വർഷം കഴിഞ്ഞ് ഒരു അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം വേണോ എന്ന് ആലോചിക്കുന്നത്. രണ്ടാമത് 1969 നമ്മുടെ EMS ജന്തുപക്ഷി ബലി നിരോധന നിയമം നടപ്പാക്കിയിട്ടുണ്ടായി. അന്ന് വരെ നമുക്കറിയാം കേരളത്തിൽ പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ ഇടയിൽ വലിയ രീതിക്ക്, ഇപ്പോൾ ഞാനൊക്കെ താമസിക്കുന്ന പെരുമ്പാവൂരടുത്താണ്, ഞങ്ങളുടെ അടുത്ത് പോലും ഈ കോഴിയെ ബലി കൊടുക്കുക അല്ലെങ്കിൽ ആടിനെ ബലി കൊടുക്കുക, ആട് കുറച്ച് അപൂർവമാണെന്നാൽ കോഴിയെ ബലി കൊടുക്കുക നിത്യസംഭവമായിരുന്നു. ഈ ജന്തുപക്ഷി ബലി നിയമം വന്നതിന് ശേഷം ഒരു 4, 5, 6 വർഷം കൊണ്ട് അല്ലെങ്കിൽ 10 വർഷം കൊണ്ട് ഇന്ന് കേരളത്തിൽ ഒരിടത്ത് പോലും ജന്തുപക്ഷി ബലി നിരോധന നിയമം ഇല്ല. ഇവിടെ ബലിയില്ല. ഈ നടക്കുന്ന അത് കുറ്റകരമാണ്. പോലീസ് കേസെടുക്കും പരാജയപ്പെടും. അപ്പോൾ ഈ നിയമം EMSൻ്റെ കാലത്ത് നടപ്പാക്കിയപ്പോൾ അതിനെതിരെ കേരള ഹൈക്കോടതിയിൽ ഹർജി നൽകുകയുണ്ടായി. കേരള ഹൈക്കോടതിയിലെ ഫുൾ ബെഞ്ച് വളരെ അസന്നിഗ്ധമായിട്ട് പറഞ്ഞു, ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25, 26 ഒക്കെ നൽകുന്ന മതസ്വാതന്ത്ര്യത്തെ ഖനിക്കുന്നതല്ല, ഇത് പൂർണ്ണമായിട്ടും നടപ്പാക്കേണ്ടതാണെന്ന രീതിയിൽ കേരള ഹൈക്കോടതി വിധി പറഞ്ഞു. സുപ്രീം കോടതിയിലൊന്നും പോയില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇന്നും നമ്മൾക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ ഇതിനകത്ത് ഉണ്ടാക്കുന്ന സന്ദേഹം നമുക്ക് മനസ്സിലാക്കാം. ഇല്ലെങ്കിൽ അവർക്ക് വോട്ടാണ് പ്രശ്നം, ഇത് വിശ്വാസികൾക്ക് ബാധിക്കുമെന്നുള്ളത്. പക്ഷേ നമ്മളുടെ മുന്നിൽ ഈ 2 മാതൃകകളുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് ജോഷി പറഞ്ഞപ്പോൾ ഇതങ്ങ് പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കി ഇതുമായിട്ട് ബന്ധമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഇത് വിശ്വാസത്തിൻ്റെ കാര്യമാണ്, വിശ്വാസമായിട്ട് ബന്ധപ്പെട്ടതാണ്, വീട്ടിലേക്ക് വരുമ്പോൾ അത് ജിൻഡോ എന്ന് പറഞ്ഞതല്ലോ, വീട്ടിലേക്ക് വരുമ്പോൾ കാല് കഴുകുന്ന പിന്നെ അത് ശീലമായിട്ട് മാറും. ഇതൊക്കെ ഇങ്ങനെയുള്ള ഉദാഹരണങ്ങളൊന്നും നമ്മൾ തേടി പോകേണ്ടതില്ല. ഇതിനകത്ത് ഈ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം എന്ന് പറഞ്ഞാൽ ഈ ഒരാളെ സ്വാധീനിച്ചുകൊണ്ട് ഒരു എന്തെങ്കിലും ഒരു നിധി കിട്ടാമെന്ന് പറഞ്ഞ് പൂജ ചെയ്യുക, അല്ലെങ്കിൽ മോക്ഷത്തിന് വേണ്ടി പൂജ ചെയ്യുക, അങ്ങനെയുള്ള രീതിയിലുള്ള പ്രത്യക്ഷത്തിൽ
ഒരു ശാസ്ത്രീയ വിരുദ്ധമെന്ന് തോന്നുന്ന, അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ മനുഷ്യ ജീവൻ അപകടമെന്ന് തോന്നുന്ന, പ്രത്യക്ഷത്തിൽ സ്ത്രീവിരുദ്ധമെന്ന് തോന്നുന്ന ഇങ്ങനെയുള്ള കലാപരിപാടികൾ, അത് ഒരു നിയമം വന്നു കഴിഞ്ഞാൽ മാത്രമേ കേസുകൾ വരികയുള്ളൂ. അങ്ങനെ കേസുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കോടതിയുടെ സ്ക്രൂട്ടിനിക്ക് ഇത് വിധേയമാവും. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു മനുഷ്യൻ്റെ മനുഷ്യാവകാശ ലംഘനങ്ങളോ അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള അവൻ്റെ ഏതെങ്കിലും ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളോ ലംഘിക്കുന്നുണ്ടെങ്കിൽ കോടതി അത് പറയുകയും പിന്നീട് ആ നിയമനിർമ്മാണത്തിൽ വേണ്ട ഭേദഗതിയും വരുത്താമല്ലോ. അപ്പോൾ നിയമം വേണമെന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ആരും അതിന് തയ്യാറല്ല. എന്തുകൊണ്ടെന്നാൽ കുറച്ച് മത വിശ്വാസികൾ, അല്ലെങ്കിൽ ഇപ്പോൾ ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വന്ന ചർച്ചയിൽ ഈ PC ജോർജ് ഉന്നയിച്ച കുറേ കാര്യങ്ങളുമായിട്ട് സമാനമായിട്ടാണ് ജോഷി ഇവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ തന്നെ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങളാണ്. ഞാനത് പറയുന്നത് നമ്മൾ വളരെ ക്ലാരിറ്റിയോടുകൂടി ഈ അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബില്ലിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു നിർദ്ദിഷ്ട നിയമം നിലവിൽ വന്നാൽ, ഇവിടെ നമുക്കറിയാം മഹാരാഷ്ട്രയിലും കർണാടകയിലും ഗുജറാത്തിലുമുള്ള നിയമങ്ങൾ, മറ്റേ ബീഹാറിലും ആസാമിലും ഒക്കെ ഉള്ള നിയമങ്ങൾക്ക് ഒരുപാട് പരിമിതിയുണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ഈ 3 നിയമങ്ങൾ ഏതാണ്ട് സമഗ്രമാണ്. ഈ നിയമങ്ങളുടെ മാതൃകയിൽ ഒരു നിയമം നടപ്പാക്കി കഴിഞ്ഞാൽ ഇവിടെ ആരുടെയും ഒരു വിശ്വാസ സ്വാതന്ത്ര്യത്തിനും തടസ്സം വരുന്നില്ല, ഇവിടെ ആരുടെയും ഒരു രീതിക്കുള്ള അനുഷ്ഠാനങ്ങൾക്ക് തടസ്സം വരുന്നില്ല എന്നുള്ളൊരു വസ്തുതയാണ്. ഇത് നടപ്പാക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി വേണമെന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ. അത് നമ്മൾ എത്രമാത്രം പറഞ്ഞാലും ഇത് നമ്മളിങ്ങനെ ആൾക്കാരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാം. ഇത് നടപ്പാക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് കാരണങ്ങൾ കണ്ടെത്താം. ഒരു പുരോഗമന കലാസാഹിത്യ സംഘത്തെ പോലൊരു സംഘടനയ്ക്ക് ഒരിക്കലും അവരിങ്ങനെയുള്ള ഒരു രീതിക്ക് വരാൻ പാടില്ല. വളരെ ക്ലിയർ കട്ടായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇതൊരു അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഹാനികരമാണ്, മനുഷ്യ ജീവന് ഹാനികരമാണ്, സ്ത്രീകൾക്ക് ഹാനികരമാണ്. ഇതൊക്കെ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ട് ആ രീതിക്ക് നടപ്പാക്കണമെന്ന് പറയാൻ നമ്മൾക്ക് ഒരു ഇച്ഛാശക്തി സാംസ്കാരിക സംഘടനകൾക്കും സാമൂഹ്യ സംഘടനകൾക്കും ഉണ്ടായാൽ മാത്രമേ ഈ നിയമം നടപ്പാക്കുകയുള്ളൂ. പിന്നീട് വേറൊരു പൊതുവായിട്ടുള്ള ഒരു വാദഗതിയാണ്, നിയമം നടപ്പിലാക്കി കഴിഞ്ഞാൽ അതുകൊണ്ട് മാത്രമൊന്നും തെറ്റാണത്. നിയമം നടപ്പാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് വിരുദ്ധമായിട്ട് ആരും ചെയ്യില്ല, ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ തയ്യാറാകാൻ പറ്റിയൊരു മുഖ്യമന്ത്രിയാണ് ഇന്ന് കേരളത്തിലുള്ള സഹ പിണറായി വിജയൻ. പക്ഷെ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷേ ഇത് അടുത്ത കാലത്ത് ആർക്കും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും ആ ഒരു ലെഫ്റ്റ് ഗവൺമെൻറ്റിന്, കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിന് ഒരു ഇച്ഛാശക്തി ഉണ്ടാകണം. തീർച്ചയായിട്ടും ഇവിടെ നമുക്കറിയാം കഴിഞ്ഞ 3 മാസം മുമ്പ് ഹൈക്കോടതി പറഞ്ഞതാണ് നിയമം നടപ്പാക്കണമെന്ന്. അപ്പോൾ ഏതായാലും എൻ്റെ ബ്രിമ്പിലേക്ക് വന്നിട്ടുള്ളതാണ്. ഇവിടെ ജോഷി പറഞ്ഞ മാതിരി കേരളത്തിലെ നിയമവകുപ്പ് ഒരു നിയമം നിർമ്മിച്ചുകൊണ്ടിരിപ്പുണ്ട്. അതിൻ്റെയൊക്കെ ഏതാണ്ട് ഡ്രാഫ്റ്റൊക്കെ ആയിട്ടുണ്ട്. ഏതായാലും നടപ്പിൽ വരുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ഏതായാലും അതിന് ഒരു കോടതിയും ഒരു കോടതി വിധിയും വേണ്ടി വന്നു എന്നുള്ളത്, അങ്ങനെ ഒരു ഘട്ടം വന്നെങ്കിൽ പോലും ശരിക്കും പറഞ്ഞ ഒരു ജനാധിപത്യ ഗവൺമെൻറ്റിന് പണ്ടേ വരുത്തേണ്ടതായിരുന്നു ഇത്. തീർച്ചയായിട്ടും ഈ നിയമം വരിക തന്നെ ചെയ്യണം. നടപ്പാക്കാൻ കഴിയുന്ന സർക്കാരാണ് കേരളത്തിലുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു ചർച്ച സംഘടിപ്പിച്ച നിങ്ങൾക്ക് ഒന്നുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. കേരളത്തിൽ സമീപകാലത്തായി സാമൂഹ്യ മണ്ഡലങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നത്, നയരൂപീകരണം നടത്തുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകൾ രൂപപ്പെടുത്തുന്നത് എല്ലാം തന്നെ ജാതിമത വർഗീയ ശക്തികളായി മാറിയിരിക്കുന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് ഈ അടുത്ത കാലത്തായിട്ട് എടുത്ത് പറയാൻ സാധിക്കും. അതിലൊന്ന് നമ്മുടെ പാഠപുസ്തകം, കേരളത്തിലെ കേരള കരിക്കുലം ഫ്രെയിംവർക്കിൻ്റെ ഭാഗമായിട്ട് 96 മുതൽ പാഠപുസ്തക പരിഷ്കരണം നടന്നു. ജീവിതഗന്ധിയായ ചൈൽഡ് സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം, പാഠപുസ്തകങ്ങൾ വന്നു. ആ പാഠപുസ്തകം 8ാം ക്ലാസ്സിലെത്തുന്ന സമയത്ത് ഇവിടെ ഒരു ഗവൺമെൻറ് മാറ്റം സംഭവിച്ചു. അതുവരെ ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് ആ പരിഷ്കരണത്തിന് നേതൃത്വം നൽകിയതെങ്കിൽ ഗവൺമെൻറ് മാറുകയാണ്. അതിലെ സാമൂഹ്യശാസ്ത്രം പാഠപുസ്തകത്തിൽ മതമില്ലാത്ത ജീവൻ എന്നൊരു പാഠം ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് മതമില്ലാത്ത ആളുകൾക്കും ഇവിടെ ജീവിക്കാൻ, അങ്ങനെയുള്ള ആളുകൾ ഇവിടെ ജീവിക്കുന്നുണ്ട്. അച്ഛൻ വേറൊരു മതം, അമ്മ വേറൊരു മതം, മതമില്ലാത്ത മക്കളായിട്ട് കുട്ടികളെ വളർത്തുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന മതമില്ലാത്ത ജീവൻ എന്നൊരു പാഠഭാഗം അതിൽ വന്നപ്പോൾ അതിനെതിരായി യാഥാസ്ഥിതിക ശക്തികൾ വലിയ തോതിലുള്ള
കലാപം ഉണ്ടാക്കി എന്നുള്ളതാണ്. അതിൻ്റെ പേരിൽ ഒരു അധ്യാപകൻ പോലും ചവിട്ടേറ്റ് കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് മലപ്പുറം ജില്ലയിൽ. പിന്നീട് ആ പാഠഭാഗങ്ങളൊക്കെ പിൻവലിക്കേണ്ടി വന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഒരു മുന്നിലുള്ള യാഥാർത്ഥ്യം. നിരവധി സംഭവങ്ങൾ, ഈ ചോദ്യപേപ്പറിൻ്റെ പേരിൽ ജോസഫ് മാഷിയുടെ കൈവെട്ടിയ സംഭവം, ശബരിമലയിൽ സുപ്രീം കോടതി വിധിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സ്ത്രീ പ്രവേശനം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഗവൺമെൻറ്, പിണറായി വിജയൻ ഗവൺമെൻറ് അതിനു വേണ്ടിയിട്ടുള്ള പിന്തുണ നൽകിയപ്പോൾ അതിനെതിരായി കേരളം അങ്ങോളം ഇങ്ങോളം നടന്ന നാമജപ ഘോഷയാത്രകൾ, ഇതൊക്കെ കേരളത്തിൻ്റെ ഒരു പോക്ക് എങ്ങോട്ടാണ് എന്ന് നമ്മെ കാണിച്ചു തരുന്നതാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെല്ലാം തന്നെ പല വിധത്തിലുള്ള പുതിയ ആചാരങ്ങളും ആഘോഷങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. ഗണേശ ഘോഷയാത്ര എന്ന് പറയുന്നത്, ഇപ്പം നരേന്ദ്ര ദാബോൽക്കറെ പറ്റി പറയുമ്പോൾ, നരേന്ദ്ര ദാബോൽക്കറെ ഇത്രയധികം ശത്രുവാക്കി മാറ്റിയത്, യാഥാസ്ഥിതിക ശക്തികളുടെ ശത്രുവാക്കി മാറ്റിയത് അദ്ദേഹം ഈ ഗണേശ ഘോഷയാത്രകൾ മുംബൈയിൽ, പൂനെയിൽ നടത്തുന്ന മലിനീകരണം, പ്രത്യേകിച്ചും ജലാശയങ്ങൾ മലിനീകരിക്കുന്നതിന്, ഈ വിഗ്രഹങ്ങൾ കൊണ്ടുപോയി നിമജ്ജനം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് മലിനീകരിക്കുന്നതിനെതിരായി, ജലമലിനീകരണത്തിനെതിരായി പരാതി കൊടുത്ത് പോരാടിയതിൻ്റെ പേരിൽ കൂടിയാണ്. അത്തരത്തിലുള്ള നമ്മുടെ നാട്ടിൽ നേരത്തെ ഇല്ലാതിരുന്ന ഗണേശ ഘോഷയാത്രകൾ ഇന്ന് നമ്മുടെ തെരുവുകളിൽ ഭ്രാന്തമായ, അങ്ങനെ തന്നെ പറയണം, അത്രയും തീവ്രമായ ശബ്ദവും ഘോഷത്തോടു കൂടി കൊണ്ടാടുകയാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ സൂംബ ഡാൻസ് എന്ന് പറയുന്ന ഒരു വ്യായാമ പദ്ധതി, അതൊരു വ്യായാമ പദ്ധതി മാത്രമാണ്, അതിൽ മറ്റൊന്നുമില്ല, അത് കുറച്ചുകൂടി രസകരമായി ചെയ്യാവുന്ന ഒരു വ്യായാമ പദ്ധതി, അതിനെതിരായി ഇവിടെ കോലാഹലങ്ങൾ വരുന്നുള്ള ഒന്നും, അതായത് പുരോഗമനപരമായ ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല എന്ന് ജാതി മത വർഗീയ ശക്തികൾ അവർ തീരുമാനിക്കുകയും അതിന് വിധേയപ്പെടുന്ന രീതിയിലേക്ക് ഗവൺമെൻറ്റുകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മാറുകയും അതിനൊന്നും എതിരായി ഒരു ശബ്ദവും ഉയരാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കേരളത്തിൻ്റെ യാഥാർത്ഥ്യം. അവിടെയാണ് ഈ അന്ധവിശ്വാസ നിരോധന നിയമം, നിർമ്മാർജ്ജന നിരോധന നിയമവും ഈ പറയുന്ന പെട്ടിക്കുള്ളിൽ തന്നെ കിടക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് വളരെ വിപുലമായ രീതിയിൽ ഭരണഘടനാ മൂല്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള വിപുലമായ ക്യാമ്പയിൻ ആവശ്യമുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതിനെ ഈ വിശ്വാസത്തിൻ്റെ പേരിൽ ഈ നിയമത്തെ നടപ്പാക്കാതിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതിൽ വളരെ കൃത്യമായി വിദഗ്ധരുടെ നേതൃത്വത്തിൽ പരിഷത്ത് തയ്യാറാക്കിയിട്ടുള്ള ആ ബില്ലിൽ 11 കാര്യങ്ങളാണ്. ഞാനത് വായിക്കാം. ആർക്കാണ് അതിൽ എതിർപ്പ് എന്ന് ഒന്ന് നമുക്ക് നോക്കാം. 1. പ്രേതബാധ ഒഴിപ്പിക്കാനെന്ന പേരിൽ നടത്തുന്ന എല്ലാവിധ ശാരീരിക മാനസിക പീഡനങ്ങൾ, ലൈംഗിക വീഴ്ച, മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മലമൂത്ര വിസർജ്യങ്ങൾ ഭക്ഷിപ്പിക്കൽ തുടങ്ങിയ എല്ലാവിധ നീച പ്രവർത്തനങ്ങളും. ഒരു കാര്യം, ആർക്കെങ്കിലും അത് വിശ്വാസത്തെ ഹനിക്കുന്ന ഒന്നാണോ? ഒരാൾ തന്നിൽ ദൈവികമായ സിദ്ധി കൊടികൊള്ളുന്നു എന്നും അന്തരിച്ച പുണ്യാത്മാക്കളുടെ പുനർജന്മമാണ് എന്നും അവകാശപ്പെട്ടുകൊണ്ടും അതിനെ തന്ത്രപൂർവ്വം പ്രചരിപ്പിച്ചുകൊണ്ടും മറ്റുള്ളവരെ കൊണ്ട് തൻ്റെ അഭീഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിപ്പിക്കാനും അതിന് വിസമ്മതിച്ചാൽ ഭീഷണിപ്പെടുത്താനും ശ്രമിക്കുക. അതിൽ പല ആളുകൾക്കും വിഷമുണ്ടാകുന്നത് ഈ പറയുന്ന ആൾദൈവം ഒരു പ്രസ്ഥാനമായി മാറിയിട്ടുള്ള അതിനൊക്കെ എതിരെ വിരൽ ചൂണ്ടാൻ നമ്മൾ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഒരു വലിയ പ്രശ്നം. പ്രേതം, പിശാചി, ഒടിയൻ തുടങ്ങിയ വിവിധ നാട്ടുഭാഷകളിൽ അറിയപ്പെടുന്ന അനേകതരം അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നതും ഇവയെ ഒഴിവാക്കുന്നതിന് വേണ്ടി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് നടത്തുന്ന മന്ത്രവാദം, ചരടുകെട്ടൽ, ജപിച്ചു നൽകൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ. ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കായി വിവിധ പ്രാദേശിക പേരുകളിൽ അറിയപ്പെടുന്ന മന്ത്രവാദങ്ങൾ, ചരടുകെട്ടൽ, ജപിച്ചു നൽകൽ, മഷിനോട്ടം, ഇലനോട്ടം, ഊതിക്കൽ തുടങ്ങിയ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ. ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കായി വിവിധ പ്രാദേശിക പേരുകളിൽ അറിയപ്പെടുന്ന യന്ത്രങ്ങൾ, ഏലസ്സുകൾ, വലമ്പിരി ശംഖുകൾ, വെള്ളിമൂങ്ങ തുടങ്ങിയ എല്ലാ വസ്തുക്കളുടെയും വിൽപ്പന. മറ്റുള്ളവരിൽ പിശാചി, പ്രേതം, ചെകുത്താൻ തുടങ്ങിയ വിവിധ പേരുകൾ അറിയപ്പെടുന്ന ബാധകളുണ്ടെന്ന് ആരോപിക്കൽ, അതിൻ്റെ ഭാഗമായി സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തൽ, വീട്ടുതടങ്കൽ, മറ്റു തരത്തിലുള്ള തടങ്കൽ, കെട്ടിയിടൽ, തളയ്ക്കൽ, വിവസ്ത്രരാക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ. 7. ആധുനിക ചികിത്സാരീതി സ്വീകരിക്കാൻ പോകുന്നവരെ തടഞ്ഞ് മന്ത്രതന്ത്രങ്ങളിലൂടെയോ തൻ്റെ പ്രത്യേക സിദ്ധിയിലൂടെയോ പ്രാർത്ഥനയിലൂടെയോ രോഗം മാറ്റാമെന്ന് പ്രചരിപ്പിക്കലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടലും. ഈ സംഭവം എൻ്റെ നാട്ടിൽ കണ്ണൂരിൽ നടന്നു. ഒരു സ്കൂൾ വിദ്യാർത്ഥിയാണ് ഈ മത പ്രചാരകൻ പറഞ്ഞതിൻ്റെ പേരിൽ പനി
ചികിത്സിക്കുന്നതിന് വേണ്ടി ഡോക്ടറുടെ അടുത്ത് പോകരുത് എന്ന് ഈ പറയുന്ന മൊയ്ലിയാർ പറഞ്ഞതിൻ്റെ പേരിൽ അവർ രക്ഷിതാക്കൾ കാണിക്കാതിരിക്കുകയും ആ കുട്ടി മരിക്കുകയും ചെയ്ത സംഭവം നമ്മുടെ നാട്ടിലാണ് നടന്നത്. തൻ്റെ അമാനുഷിക സിദ്ധിയിലൂടെ രോഗം മാറുമെന്നും ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യാമെന്നും ശത്രുദോഷം ഇല്ലായ്മ ചെയ്യും എന്നുമുള്ള പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും മറ്റുള്ളവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും തൻ്റെ സ്വന്തം സിദ്ധി കൊണ്ട് സഫലമാക്കുന്നതിന് സാധിക്കും എന്ന് പ്രചരിപ്പിക്കലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടലും തൻ്റെ സിദ്ധി കൊണ്ട് ഒരാളുടെ വിവാഹം നടക്കുന്നതിനും ഇഷ്ടസന്താനം പിറക്കുന്നതിനും ബിസിനസ്സിൽ ലാഭം ഉണ്ടാകുന്നതിനും ധനസമ്പാദനം നടത്തുന്നതിനും സാധിക്കുമെന്ന് പ്രചരിപ്പിക്കലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടലും കൂടാതെ അനുചരന്മാരാകാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കലും മേൽപ്പറഞ്ഞ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും പ്രചാരണവും വിവിധ മാധ്യമങ്ങളിലൂടെയുള്ള പരസ്യ പ്രചാരണങ്ങളും. ഇത്രയും 11 കാര്യങ്ങളാണ് പരിഷത്ത് മുന്നോട്ട് വെച്ചിട്ടുള്ള ആ ബില്ലിലുള്ളത്. ഇത് ആർക്കാണ് അതിൽ, ആരുടെ വിശ്വാസത്തെയാണ് ഇതിൽ വ്രണപ്പെടുത്തുന്നത്? ഇത്തരം സംഭവങ്ങൾ നാട്ടിൽ നടക്കുന്നില്ലേ? നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവെന്താണ്? നമ്മുടെ ദേശീയ പത്രങ്ങളിലെ ക്ലാസിഫൈഡ് പേജുകളിൽ കൃത്യമായി എല്ലാ ദിവസവും ഇത്തരം സാധനങ്ങളുടെ പരസ്യം വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഒരു ദിവസം മുടങ്ങുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അതിന് കച്ചവടമില്ല. അപ്പോൾ അത് വരുന്നുണ്ട്. അതുപോലെ തന്നെ വിഷ്വൽ മീഡിയയിലുണ്ട്, സോഷ്യൽ മീഡിയയിലും ഒക്കെ തന്നെ ഇത്തരം പരസ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു ചാനൽ പ്രത്യേകമായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ചാനലാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. മലയാളത്തിൽ ഒരു ചാനൽ തന്നെയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ നിയമത്തിലൂടെ നിരോധിക്കണം എന്ന് ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം വളരെ വിപുലമായ ശാസ്ത്രാവബോധ പ്രവർത്തനങ്ങളും സ്വന്തം ഈ ശാസ്ത്രത്തെ ജീവിതത്തിൽ പ്രയോഗിക്കുക വഴി ശാസ്ത്രബോധം ജനങ്ങളിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും ഏർപ്പെടേണ്ടതുണ്ട്. അതിന് എല്ലാ സംഘടനകളും, രാഷ്ട്രീയ പാർട്ടികളും സാംസ്കാരിക പ്രസ്ഥാനങ്ങളും എല്ലാ സംഘടനകളും ഒരുമിച്ച് ചേരണം എന്നാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ കൂടുതലായിട്ട് എന്തെങ്കിലും പറയാനല്ല ഉദ്ദേശിക്കുന്നത്. ഈ നമ്മുടെ ബഹുമാനിയായിട്ടുള്ള അഡ്വക്കേറ്റ് അനിൽകുമാർ സാറ് ഞാൻ സംസാരിച്ചതിനെ ചൊല്ലി ചില പരാമർശങ്ങൾ നടത്തിയത് വിശദീകരിക്കാൻ മാത്രമാണ്. എനിക്ക് തോന്നുന്നു 8 വർഷം മുൻപാണ് തോന്നുന്നു ഈ യുക്തിവാദി പഠന കേന്ദ്രം എറണാകുളം ടൗൺ ഹാളിൽ ചാർവാകം എന്ന പേരിലൊരു ഏകദിന സെമിനാർ നടത്തിയപ്പോൾ ബഹുമാനപ്പെട്ട അനിൽകുമാർ സാറും ഞാനും അന്നും 8 വർഷം മുമ്പും ഒരേ വേദിയിൽ സംസാരിച്ചത് ഞാനൊന്ന് ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ യുക്തിവാദ പ്രവർത്തനവും അതിനോടുള്ള അദ്ദേഹത്തിൻ്റെ ആത്മാർപ്പണത്തെയും സത്യസന്ധതയൊക്കെ 100% മാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളാണ് ഞാൻ പറഞ്ഞത് ആശയക്കുഴപ്പം വരാത്ത വിധത്തിൽ പറയാൻ മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമത്തെ പൂർണ്ണമായി ഞാൻ പിന്തുണക്കുന്നു. ഞാൻ പ്രതിനിധീകരിക്കുന്ന പുരോഗമന കലാ സാഹിത്യ സംഘം അത് നടപ്പാക്കണമെന്ന് പ്രമേയം പാസ്സാക്കുകയും സർക്കാരിനോട് നേരിട്ട് ആവശ്യപ്പെടുകയും അതിൻ്റെ പ്രചാരണത്തിന് പരിപാടികൾ നടത്തുകയും ചെയ്തു വരികയാണ്. അതിലൊരു സംശയവും ഇല്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഭീകരമായ അന്ധവിശ്വാസത്തിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ ഒരു ചെറുഭാഗത്തെ തടയാൻ മാത്രമേ ഈ നിയമത്തിന് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഈ നിയമം അത്രയെങ്കിലും ആകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ നിയമത്തെ ഒരു തുടക്കമെന്ന നിലയ്ക്ക് നമ്മൾ സർവാത്മന പിന്തുണക്കുന്നു. പക്ഷേ ഇതിനേക്കാൾ വലിയ, ഞാൻ അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ തിമിംഗലങ്ങൾ മേയുന്ന അന്ധവിശ്വാസ ഭാരതത്തിൽ ഇതിനേക്കാൾ സമഗ്രമായി ഒരു നിയമം നിർമ്മിക്കാൻ സർക്കാരിനെ പ്രാപ്തമാക്കണമെങ്കിൽ, അതിനുള്ള ധാർമ്മിക ശക്തി സർക്കാരിന് കിട്ടണമെങ്കിൽ മനുഷ്യരുടെ സൈക്ക്, കേരളത്തിൻ്റെ ഭാരതത്തിൻ്റെ സൈക്കിനെ രൂപപ്പെടുത്താൻ പ്രചരണപരമായി വലിയ ഇടപെടലുകൾ നടത്തണം. സെക്യുലർ സ്പേസിനെ ജനങ്ങളുടെ മനസ്സിലേക്ക് വളർത്തിയെടുക്കണം എന്നാണ് ഞാൻ വിശദീകരിച്ചത്. നന്ദി. മതവിശ്വാസം തന്നെ അന്ധവിശ്വാസമാണെന്നിരിക്കെ ഏതാചാരങ്ങളെയാണ് നിരോധിക്കേണ്ടത്? മന്ത്രവാദം, കൂടോത്രം തുടങ്ങിയവ മാത്രമല്ലല്ലോ അന്ധവിശ്വാസമായിട്ടുള്ളത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു ഉത്തരമാണിത്. നമ്മൾ യുക്തിവാദികൾ, നിരീശ്വരവാദികളൊക്കെ തന്നെ ദൈവവിശ്വാസം അന്ധവിശ്വാസമാണെന്ന് ധരിക്കുന്നവരാണ്. അങ്ങനെയാണ് നമ്മളുടെ ബോധ്യവും. പക്ഷേ ഇവിടെ അന്ധവിശ്വാസം എന്നുള്ള വാക്ക് ഈ നിയമത്തിന് വേണ്ടിയിട്ട് വ്യാഖ്യാനിക്കുകയാണ്. ഫോർ ദ പർപ്പസ് ഓഫ് എനാക്ട്മെൻറ്റ് എന്ന് പറയും. ഈ നിയമത്തിന് വേണ്ടിയിട്ട് അന്ധവിശ്വാസം എന്നുള്ള വാക്ക് വ്യാഖ്യാനിക്കും. അപ്പോൾ ഈ നിയമത്തിൽ അന്ധവിശ്വാസത്തെക്കുറിച്ച് എന്താണോ പറഞ്ഞിരിക്കുന്നത് അതായിരിക്കും ഈ നിയമത്തിൽ കുറ്റകരമായിട്ടുള്ള കാര്യം. അതാണ്. അല്ലാതെ നമ്മളതിനെ വിശ്വാസവും അന്ധവിശ്വാസവും ഒന്നല്ലേ എന്നുള്ള ബൗദ്ധികമായിട്ടുള്ള ചർച്ചയല്ല നടക്കേണ്ടത്. ഇവിടെ അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബില്ല് നടപ്പാക്കുമ്പോൾ ആ ബില്ലിൽ അന്ധവിശ്വാസം എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കും. അതിന് വിരുദ്ധമായിട്ട് ചെയ്താൽ അതൊരു കുറ്റകരമായിരിക്കും. ഇവിടെ പറഞ്ഞ ഒരു പ്രധാന കാര്യം 15 വയസ്സ് വരെ മതപഠനം പാടില്ല എന്നത് നന്നായി. താങ്കളുടെ അഭിപ്രായമാണ്.
ഓക്കെ, വളരെ അർത്ഥവത്തായ ഒരു ചർച്ച ആണ് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. നമ്മൾ ഈ ഒരു വിഷയത്തിൽ നമ്മളോട് സംസാരിച്ച എല്ലാവരും തന്നെ ഒന്നായി സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ എല്ലാവരും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്ന ഒരു സംഗതിയാണ് ഒരു അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം കേരളത്തിന് ആവശ്യമാണ്. അത് എത്രയും പെട്ടെന്ന് തന്നെ കേരളത്തിൽ നടപ്പാക്കണം എന്നുള്ളതും. ഈ ഒരു അവസരത്തിൽ ഞാൻ ഓർത്തു പോകുന്നൊരു സംഗതി, എറണാകുളം ജില്ലയിൽ തന്നെ വളയഞ്ചിറങ്ങര എന്ന് പറഞ്ഞൊരു ഹൈസ്കൂൾ, ഇപ്പോൾ അനിൽകുമാർ സാർ സംസാരിച്ചപ്പോൾ പെരുമ്പാവൂരിനെ കുറിച്ച് പറഞ്ഞു. പെരുമ്പാവൂരിനടുത്ത് വളയഞ്ചിറങ്ങര എന്ന് പറഞ്ഞ സ്കൂളിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലെയാണ് യൂണിഫോം ഉള്ളത്. അപ്പോൾ കേരളത്തിലൊരു ചർച്ച വന്നു, ജെൻഡർ ന്യൂട്രലായിട്ടൊരു യൂണിഫോം വേണമെന്ന്. ഉടനെ നമ്മുടെ കേരളത്തിൽ വലിയ ചർച്ചയായി, ജെൻഡർ ന്യൂട്രൽ യൂണിഫോം പറ്റില്ല, അയ്യോ അതിവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം. അത് ഉയർത്തിക്കൊണ്ടുവന്നത് മതനേതാക്കളായിരുന്നു. അവർ അത് ഒരു തരത്തിലും നടപ്പിലാക്കാൻ സമ്മതിക്കില്ല എന്നുള്ളൊരു രീതിയിലേക്ക് ചർച്ചകൾ കൊണ്ടുപോയി. സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് അത്തരത്തിലൊരു മുന്നോട്ടുള്ള നടപടികളിൽ നിന്ന് പിന്നോട്ടം പോയി എന്നുള്ളതാണ്. അത് സ്കൂളുകളിൽ നടപ്പാക്കുന്നത്. എന്നാൽ കോളേജുകളിലേക്ക് ചെല്ലുമ്പോൾ, ഇപ്പോൾ പ്രൊഫഷണൽ കോളേജുകളിൽ, എഞ്ചിനീയറിംഗ് കോളേജുകളിലും മറ്റും എല്ലായിടത്തും ചെന്ന് കഴിഞ്ഞാൽ ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ട് തന്നെയാണ് കോളേജിൽ പോകുന്നത്. അങ്ങോട്ട് ചെന്നാൽ പ്രശ്നമില്ല. ഈവൻ എനിക്ക് തോന്നുന്നു +2 ഉൾപ്പെടെ പെൺകുട്ടികളും ആൺകുട്ടികളും പാൻറ്റും ഷർട്ടൊക്കെ ഇട്ടാണ് പോകുന്നത്. പ്രശ്നമില്ല. ഇതെല്ലാം സ്വാഭാവികമായും കാലത്തിൻ്റെ മാറ്റം വന്നേ പറ്റൂ, അത് വന്നു ചേരുക തന്നെ ചെയ്യും. ഈ രാഷ്ട്രീയ മുതലെടുപ്പുകൾ അല്ലെങ്കിൽ രാഷ്ട്രീയ വടംവലികളാണ് ഈ ഇത്തരത്തിലുള്ള നിയമനിർമ്മാണത്തിനും നമ്മൾ സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഏത് തരത്തിലുള്ള രാഷ്ട്രീയ ധൈഷ്ണ്യതയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾക്കും വിഘാതമായി നിൽക്കുന്നത്. നമുക്ക് അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമത്തിന് വ്യക്തമായ അതിർവരമ്പോടുകൂടിയും വ്യക്തമായ നിർവചനത്തോടുകൂടിയും ഒരു നിയമമുണ്ടായാൽ സ്വാഭാവികമായും ഇന്നുണ്ടാകുന്ന എതിർപ്പുകളെല്ലാം മാറി സമൂഹത്തിൻ്റെ ശരിയായ മുന്നോട്ടുള്ള യാത്രയിൽ, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ശരിയായ ദിശയിലേക്ക് നയിക്കുന്നതിന് ഒരു മാർഗദർശിയായി ഒരു അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം മാറും എന്നുള്ളതിൽ തർക്കമില്ല. അതിനായിട്ട് നമുക്ക് കൂട്ടായി പ്രവർത്തിക്കാം. നന്ദി എല്ലാവർക്കും. ഇനിയും യുക്തിവാദ പഠനകേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിങ്ങളെല്ലാവരും എന്നും കൂട്ടായി നിൽക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.